ഓക്കെ അല്ലേ? ഓക്കെ. ഹലോ മക്കളെ, പഞ്ചാര മുഞ്ചാരകളെ, മൊഞ്ചന്മാരെ, മൊഞ്ചത്തികളെ, എല്ലാരും ഓടറ കിടന്നുറങ്ങിപ്പോയി എന്നെ പോലെ. എടാ, എനിക്കാണെങ്കിൽ ഒരു 5 മണിക്ക് ശേഷം അങ്ങോട്ട് ഉറക്കം വരുന്നില്ല, എന്താണെന്നറിയില്ല. ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയില്ല മക്കളെ, നിങ്ങൾ ഉറങ്ങിപ്പോയോടാ. വേഗം പാടാ പഞ്ചാര മുഞ്ചാരകളെ, മൊഞ്ചന്മാരെ, മൊഞ്ചത്തികളെ, എല്ലാരും ഓടറ വേഗം പാ. ആരൊക്കെയുണ്ട്? മൗസസ്, റഷൽ, അഭിഷേക്, റിന, നോബിജ, ശൈലജ, ദിയ, ക്യൂട്ടക്സ്, മിനു, ആൽബിൻ, അച്ചൂസ്, എല്ലാവരും വാടാ. ഗുഡ് മോർണിംഗ്. ഓ ലവ് തീയൊക്കെ ഒഴുകുന്നുണ്ടല്ലോടാ. വേഗം ഫയറിട്. കത്തിക്കട. ഇന്ന് കത്തിക്കാൻ പോവാ. ബോട്ടണിയിലെ സകല ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് പറയാൻ പോവാടാ. സെക്സ്വൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസും എക്കോസിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസും നമ്മൾ പറയാൻ പോവാ. അതേ വരുവുള്ളൂ മക്കളെ, എന്റെ വാക്ക. ആ ക്വസ്റ്റ്യൻസേ വരുവുള്ളടാ, എന്റെ വാക്ക. കഴിഞ്ഞ വീഡിയോ, മിനിഞ്ഞാന്നെടുത്ത വീഡിയോയും ഇന്നലെ വൈകുന്നേരം എടുത്ത വീഡിയോയിലെ ക്വസ്റ്റ്യൻസും ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്കും ഒക്കെ പഠിച്ചവർക്ക് എന്തായാലും കിട്ടുവടാ, എന്റെ വാക്ക. ഇന്നത്തെ കുറച്ച് നേരേ ഉള്ളൂ. നിങ്ങൾക്ക് പോണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് വേഗം റിവൈസ് ചെയ്യാം. സമയം തീരെ കറയാനില്ലടാ പഞ്ചാര മുഞ്ചാരകളെ. വേഗം തുടങ്ങാമടാ. 6 മാർക്കിന്റെ സെക്സ്വൽ റീപ്രൊഡക്ഷൻ, 8 മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ പോണേ. സെക്സ്വൽ റീപ്രൊഡക്ഷൻ എന്തൊക്കെയാ വരിക നോക്കടാ. സെക്സ്വൽ റീപ്രൊഡക്ഷൻ ആദ്യം പഠിക്കേണ്ടത് എന്താ? ഒരു മെയിൽ ഫ്ലവറിൽ സേമൻ കാണും, ഒരു ഫീമെയിൽ ഫ്ലവറിൽ എന്താ കാണുക? ഫീമെയിൽ ഫ്ലവറിൽ കാർപ്പലാണ് കാണുക. ഈ സേമന് ഫിലമെന്റും ഉണ്ട്, ആന്തറുമുണ്ട്. കാർപ്പലിന് സിഗ്മയുണ്ട്, സൈലുണ്ട്, ഓവറി ഉണ്ട്. അല്ലേടാ, ആന്തറിന്റെ 4 ലെയറുകൾ ഏതൊക്കെയാ? പറക്കട്ടെ. ആന്തറിന്റെ ലെയറുകൾ ഏതൊക്കെയാ സാർ? ആന്തറിന്റെ ലെയർ ആണ് ഏതൊക്കെ? എപ്പിഡർമിസ്, എൻഡോത്തീഷ്യം. എപ്പിഡർമിസ് പറ. പിന്നെ അല്ല, ഇവ കണ്ടോടാ, ഉത്തരം വരുന്ന കണ്ടോ? ഏതൊക്കെ? എപ്പിഡർമിസ് ഉണ്ട്, എൻഡോത്തീഷ്യം ഉണ്ട്. പിന്നെ ഏതാ വരിക? മിഡിൽ ലെയർ. ഏറ്റവും ഉള്ളിലുള്ള ലെയർ ഏതാ? ടപ്പീറ്റം. ഈ 4 ലെയറും ഓർമ്മയുണ്ടല്ലോ. എപ്പി, എന്തോ, മിഡിലിൽ, ടപ്പി. 4 ലെയർ ആണ് ആന്തറിന്റെ ലെയർ. ആന്തറിന്റെ ലെയർ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ മൈക്രോസ്പൊറാഞ്ചിത്തിന്റെ ലെയർ എന്ന് ചോദിക്കാം. രണ്ടിനും ഇതേ ഉത്തരം എഴുതിയാൽ മതി. അടുത്തയാടാ, മൈക്രോസ്പോറോജെനസിസ് എന്താ? ഓർമ്മയുണ്ടല്ലോ. മൈക്രോസ്പോർ എന്ന് പറഞ്ഞാല് പോളൻ ഗ്രെയിൻസാ. പോളൻ ഗ്രെയിൻസ് ഉണ്ടാകുന്നതിനെ എന്ത് വിളിക്കുക? മൈക്രോസ്പോറോജെനസിസ് എന്ന് വിളിക്കുക. നോക്കിക്കോ മക്കളെ. എടാ, ഒരു ആന്തർ എടുത്താല് ആ ആന്തറിന്റെ ഉള്ളില് 4 കുഴികൾ കാണാമടാ. ആന്തറിന്റെ ഉള്ളിലെ കുഴികളുടെ പേരെന്താ? മൈക്രോസ്പൊറാഞ്ചിയം. ആന്തറിന്റെ ഉള്ളിലെ കുഴികളുടെ പേരെന്താ? മൈക്രോസ്പൊറാഞ്ചിയം എന്നാ വിളിക്കുക. ആന്തറിലുള്ള കുഴികളുടെ പേരെന്താ? മൈക്രോസ്പൊറാഞ്ചിയം എന്നാ വിളിക്കുക. ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളില് കുറെ സെല്ലുകളുണ്ട്. ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളില് കുറെ സെല്ലുകളുണ്ട്. ആ സെല്ലുകളുടെ പേരാണെന്ത്? സ്പോറോജീനസ് സെല്ല്. ആന്തറിന്റെ ഉള്ളിലെ കുഴികളുടെ പേരെന്താ? മൈക്രോസ്പൊറാഞ്ചിയമാ. ഇതിന്റെ ഉള്ളിൽ കാണുന്ന സെല്ലുകൾ ഏതാ? സ്പോറോജീനസ് സെല്ലുകളാ. ഈ സ്പോറോജീനസ് സെല്ലുകൾ മിയോസിസിന് പോകും. ഈ സ്പോറോജീനസ് സെല്ലുകൾ മിയോസിസിന് പോയിട്ട് 4 സെല്ലുകൾ ഉണ്ടാകും. ഈ 4 സെല്ലുകളെ വിളിക്കുന്ന പേരാണെടാ എന്ത്? മൈക്രോസ്പോറേ. എടാ, ഒരു പോളൻ ഗ്രെയിനിന്റെ ഉള്ളിൽ 4 മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ട്. 4 മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിലും സ്പോറോജീനസ് സെല്ലുകൾ ഉണ്ട്. ഓരോ സ്പോറോജീനസ് സെല്ലുകളും മിയോസിസിന് പോയിട്ട് 4 സെല്ല് ഉണ്ടാക്കും. ഈ 4 സെല്ലുകളുടെ പേരെന്താ? ഈ 4 സെല്ലുകളുടെ പേരാ സാർ മൈക്രോസ്പോറുകൾ. ഈ 4 മൈക്രോസ്പോറുകളാണ് പിന്നീട് എന്തായിട്ട് വളരുക? പോളൻ ഗ്രെയിൻസ് ആയിട്ട് വളരുക. ഈ 4 മൈക്രോസ്പോറുകൾ എന്തായി വളരും? പോളൻ ഗ്രെയിൻസ് ആയിട്ട് വളരും. എന്ത് നടന്നിട്ടാണെന്നറിയാമോ? മൈറ്റോസിസ് നടന്നിട്ടാ. ഇത്ര ഓർത്താൽ മതി. മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളില് സ്പോറോജീനസ് സെല്ലുണ്ട്. ആ സ്പോറോജീനസ് സെല്ല് മിയോസിസിന് പോയിട്ട് 4 സെല്ലാകും. ആ 4 സെല്ലിന്റെ പേര് മൈക്രോസ്പോറ്. ഈ 4 മൈക്രോസ്പോറുകൾ മൈറ്റോസിസ് നടന്നിട്ടാ എന്തായി മാറുക? പോളൻ ഗ്രെയിൻസ് ആയിട്ട് മാറുക. ഇങ്ങനാണ് പോളൻ ഗ്രൈൻസ് ഉണ്ടാകുക. ഇങ്ങനാണ് മൈക്രോസ്പോറോജെനസിസ് നടക്കുക. ഓർത്തിരുന്നാ മതി. സ്പോറോജീനസ് സെൽസ് മിയോസിസ് നടന്നിട്ട് 4 മൈക്രോസ്പോർ ഉണ്ടാകും. 4 മൈക്രോസ്പോറില് മൈറ്റോസിസ് നടന്നിട്ട് 4 പോളൻ ഗ്രെയിൻസ് ഉണ്ടാകും.
അത്ര ഓർത്തിരുന്നാ മതിയടാ. അടുത്ത അറിയാലോടാ, പോളൻ ഗ്രെയിൻസിന്റെ സ്ട്രക്ചർ എന്താ ഓർമ്മയുണ്ടോ മക്കള്? പറ, പോളൻ ഗ്രെയിൻസിന്റെ 2 ലെയർ ഏതൊക്കെ? പോളൻ ഗ്രെയിൻസ് കാണുന്ന 2 ലെയർ ഏതൊക്കെ? വേഗം പറ, വേഗം പറ, പറ പറ. മിനു 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 പറയടാ. പോളൻ ഗ്രെയിൻസ് കാണുന്ന 2 ലെയർ ഏതൊക്കെ? ആ പറ പറ പറ, കേക്കട്ടെ. എടാ ഉത്തരം പറ. പിന്നെ അല്ല, തോണ്ട സാറേ വരുന്നു സാറേ, ദേണ്ടേ. എടാ, ഒരു പോളൻ ഗ്രെയിൻസിന് 2 ലെയറുകൾ ഉണ്ട്. ഒരു പോളൻ ഗ്രെയിൻസ് കാണുന്ന 2 ലെയർ ഏതൊക്കെ? പുറത്തെ ലെയറിന്റെ പേര് എക്സൈൻ എന്നാ വിളിക്കുക, അകത്തെ ലെയറിന്റെ പേരോ ഇൻറ്റൈൻ എന്നാ വിളിക്കുക. എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്ന കട്ടിയുള്ള സാധനം വെച്ചാ അതിന്റെ പേരെന്താ? സ്പോറോപൊല്ലനിൻ. എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചാ? സ്പോറോപൊല്ലനിൻ വെച്ചാ. ഇന്ത്യൻ ഉണ്ടാക്കിയിരിക്കുന്നതോ പെക്റ്റിനും സെല്ലുലോസും വെച്ച. ഇന്ത്യൻ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസും പെക്റ്റിനും വെച്ച. എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് സ്പോറോപൊലിനും വെച്ച. ഒരു പോളൻ ഗ്രെയിന്റെ ഉള്ളില് 2 സെല്ലുകൾ കാണാം. വലിയ സെല്ലിന്റെ പേരാണ് എന്ത്? വലിയ സെല്ലിന്റെ പേരാ വെജിറ്റേറ്റീവ് സെല്ല്. ചെറിയ സെല്ലിന്റെ പേരെന്താ? ജനറേറ്റീവ് സെല്ല്. വെജിറ്റേറ്റീവ് സെല്ല് എന്തായിട്ടാ മാറുക? പോളൻ ട്യൂബായിട്ടാ മാറുക. ജനറേറ്റീവ് സെല്ല് എന്തായിട്ടാ മാറുക? 2 മെയിൽ ഗമേറ്റ് ആയിട്ടാ മാറുക. ഈ 2 സെല്ലിന്റെ പണിയും ചോദിക്കും. വെജിറ്റേറ്റീവ് ആണ് വലിയ സെല്ല്, അത് പോളൻ ട്യൂബായിട്ട് മാറും. ചെറിയ സെല്ല് ജനറേറ്റീവ് സെല്ല, അത് 2 മെയിൽ ഗമേറ്റ് ആയിട്ട് മാറും. അത് ഓർത്ത് വെച്ചായിട്ടോ, ഓർത്ത് വെച്ചാൽ മതി. അടുത്ത മക്കളെ, പോളൻ ഗ്രെയിൻസിന്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും എന്താ? പറക്കേക്കട്ടെ. ഞാൻ മിനിഞ്ഞാന്ന് ചെയ്യിപ്പിച്ചതാ പോളൻ ഗ്രെയിനിന്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും. എന്തൊക്കെയാ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ? പോളൻ ഗ്രെയിൻസിനെ ഫുഡായിട്ട് ഉപയോഗിക്കാം, പോളൻ ഗ്രെയിൻസിനെ ടാബ്ലറ്റ് ആയിട്ട് ഉപയോഗിക്കാം. എന്താ ഡിസ്അഡ്വാൻറ്റേജ്, പോരായ്മകൾ എന്തൊക്കെ? പോളൻ ഗ്രെയിൻസ് ശ്വസിച്ചാൽ ആസ്മ വരും, ബ്രോങ്കൈറ്റിസ് വരും, അലർജി ഒക്കെ വരും. അലർജി വരുത്തുന്നത് ഏത് പ്ലാന്റിന്റെ പോളൻ ഗ്രെയിൻസാ? വേഗം പറ. അലർജി വരുത്തുന്നത് ഏത് പ്ലാന്റിന്റെ പോളൻ ഗ്രെയിൻസാ? വേഗം പറ, വേഗം പറ. ഏത് പ്ലാന്റാ? അലർജി വരുത്തുന്നത് ഏത് പ്ലാന്റാ? അത് തന്നെ, ക്യാരറ്റ് ഗ്രാസ്, പാർത്തീനിയം എന്ന് പറയുന്ന ചെടിയില്ലേ, ആ ചെടീന്റെ പോളൻ ഗ്രെയിൻസ് ശ്വസിച്ചാൽ നമുക്ക് അലർജി വരും. സെറ്റല്ലേടാ? സെറ്റല്ലേ? പിന്നല്ല സാർ, ഇതൊക്കെ റിവൈസ് ഇങ്ങനെ ഓർക്കട്ടോ. ഞാൻ എല്ലാ പോയിന്റും പറയുന്നുണ്ട്. പോളൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? പോളൻ ഗ്രെയിൻസിനെ ലിക്വിഡ് നൈട്രജനില്, വെള്ളം പോലിരിക്കുന്ന നൈട്രജനില് -196 ഡിഗ്രിയില് സൂക്ഷിച്ചു വെക്കും. അതാണ് ലിക്വിഡ് നൈട്രജനിലെ പോളൻ ഗ്രെയിൻസിനെ എടുത്തിട്ട് -196 ഡിഗ്രിയില് പ്രിസർവ് ചെയ്ത് വെക്കാറുണ്ട്. ഇതാണ് സാർ എന്ത്? പോളൻ ബാങ്ക്. എന്താടാ? പോളൻ ബാങ്ക്. പിന്നല്ല സാറേ. സാർ അടുത്ത് എന്താ? മെഗാസ്പോറോജനസിസ്. എന്താടാ മെഗാസ്പോർ എന്ന് പറഞ്ഞാൽ? മെഗാസ്പോർ എന്ന് പറഞ്ഞാൽ ആരാ? എംബ്രിയോസാക്ക് ഉണ്ടാകുന്നതിനെ എന്ത് വിളിക്കുക? മെഗാസ്പോറോജനസിസ് എന്ന് വിളിക്കുക. പോളൻ ഗ്രെയിൻസ് ഉണ്ടാകുന്നതിനെയാ നമ്മുടെ മൈക്രോസ്പോറോജനസിസ് എന്ന് വിളിക്കുക. പോളൻ ഗ്രെയിൻസ് ഉണ്ടാകുന്നത് മൈക്രോസ്പോറോജനസിസ്, എംബ്രിയോസാക്ക് ഉണ്ടാകുന്നത് മെഗാസ്പോറോജനസിസ്. എങ്ങനാ സാറേ എംബ്രിയോസാക്ക് ഉണ്ടാകുക? ശ്രദ്ധിച്ചോ. ഇതാണടാ നമ്മുടെ സിഗ്മ, ഇതാണടാ സ്റ്റൈല്, ഇതാണ് ഓവറി. ഇതാണെന്ത്? ഓവറി. ഈ ഓവറിന്റെ ഉള്ളിൽ എന്ത് കാണാം? ഒവ്യൂള് കാണാം. ഈ ഒവ്യൂളിന്റെ ഉള്ളില് കുറെ സെല്ലുകൾ ഉണ്ട്. ഒവ്യൂളിന്റെ ഉള്ളിലെ സെല്ലുകളുടെ പേരെന്താ? ഒവ്യൂളിന്റെ ഉള്ളിലെ സെല്ലുകളുടെ പേരാണ് എന്ത്? ന്യൂസില്ലസ്. ഒവ്യൂളിന്റെ ഉള്ളിലെ സെല്ലുകളുടെ പേരാണെന്ത്? ന്യൂസില്ലസ്. ഓവറിന്റെ ഉള്ളിലെ ഒവ്യൂള് കാണാം. ഒവ്യൂളിന്റെ ഉള്ളിൽ ന്യൂട്രിയൻസ് അടങ്ങിയ സെല്ലുകൾ ഉണ്ട്, അതിന്റെ പേരാ ന്യൂസിലസ് എന്ന് വിളിക്കുക. ഈ ന്യൂസിലസ് എന്ന് പറഞ്ഞാൽ കുറേ സെല്ലുകളാ. ന്യൂസിലസ് എന്ന് പറഞ്ഞാൽ എന്താ? കുറേ സെല്ലുകളാ. ഈ കുറേ സെല്ലില് ഒരു സെല്ല് മാത്രം, കുറേ സെല്ലാണ് എന്ത്? ന്യൂസിലസ്. ആ കുറേ സെല്ലുള്ള ന്യൂസിലസിലെ ഒരു സെല്ല് മാത്രം നേരെ വലുതാകുവടാ. നേരെ വലുതായിട്ടാ എന്തായി മാറുക? എംബ്രിയോസാക്കായിട്ട് മാറുക. അപ്പൊ പറക്കേക്കട്ടെ, ഓവറിന്റെ ഉള്ളിൽ ഒവ്യൂളുണ്ട്, ഒവ്യൂളിന്റെ ഉള്ളിൽ ന്യൂസിലസ് എന്ന് പറയുന്ന സെല്ലുകളുണ്ട്. ഈ ന്യൂസിലസിലെ ഒരു സെല്ല് മാത്രം അങ്ങോട്ട് വലുതാകും. വലുതായിട്ടാ എന്തായി മാറുക? എംബ്രിയോസാക്കായിട്ട് മാറുക. എന്തായിട്ട് മാറുക? എംബ്രിയോസാക്കായിട്ട് മാറുക. ഇങ്ങനെ ഈ ഒരു സെല്ലിൽ നല്ലേ ഈ എംബ്രിയോസാക്ക് ഉണ്ടായേ. ഒരു സെല്ലിന്ന് എംബ്രിയോസാക്ക് ഉണ്ടാകുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്? മോണോസ്പോറിക് ഡെവലപ്മെന്റ്. ഒരൊറ്റ ന്യൂസിലസിലെ സെല്ലിന്ന് വലിയ എംബ്രിയോസാക്ക് ഉണ്ടായേ. ഒരൊറ്റ ന്യൂസിലസിലെ സെല്ലിന്ന് വലിയ എംബ്രിയോസാക്ക് ഉണ്ടായോണ്ടാ ആ പ്രവർത്തനത്തെ എന്ത് വിളിക്കുക? മോണോസ്പോറിക് ഡെവലപ്മെന്റ് എന്ന് വിളിക്കുക.
ഒരൊറ്റ ന്യൂസില്ലസിലെ സെല്ലിൽ നിന്നാണ് വലിയ എംബ്രിയോസാക്ക് വളർന്നുണ്ടാകുന്നത്. ഈ പ്രവർത്തനമാണ് മോണോസ്പോറിക് ഡെവലപ്മെന്റ്. ഞാൻ ഇന്നലെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണിത്. മോണോസ്പോറിക് ഡെവലപ്മെന്റ് നോക്കി വെച്ചോ. മോണോസ്പോറിക് ഡെവലപ്മെന്റ് സെറ്റ് അല്ലേ സാറേ? ഈ എംബ്രിയോസാക്ക് മക്കളെ, ഈ എംബ്രിയോസാക്ക് എടുത്താല് ഈ എംബ്രിയോസാക്കിന് രണ്ടറ്റമുണ്ടടാ. മുകളിലത്തെ അറ്റത്തിന്റെ പേരെന്താ സാറേ? ഞാൻ പറയാം സാർ, ചലാസൽ എൻഡ്. താഴത്തെ അറ്റത്തിന്റെ പേരെന്താ? മൈക്രോപൈൽ എൻഡ്. അടാ പറ, എംബ്രിയോസാക്കിന്റെ രണ്ടറ്റങ്ങൾ ഏതൊക്കെ? മുകളിലത്തെ അറ്റത്തിന്റെ പേരെന്താ? എന്താ എന്താ ചലാസൽ എൻഡാ. താഴത്തെ അറ്റത്തിന്റെ പേരെന്താ? മൈക്രോപൈൽ അറ്റമാ. ഈ ചലാസയില് 3 സെൽ ഇരിപ്പുണ്ട്. ആ സെല്ലുകളെ എന്താ വിളിക്കുക? ചലാസയിൽ ഇരിക്കുന്ന 3 സെൽ എന്താ? ആന്റിപോഡൽസാ. ചലാസയിൽ ഇരിക്കുന്ന സെല്ലിന്റെ പേരെന്താ? ആന്റിപോഡൽസ് എന്നാ വിളിക്കുക. നടുക്ക് ഒരു വലിയ സെൽ ഇരിപ്പുണ്ട്. ആ സെല്ലിന്റെ പേരെന്താ? ആ സെല്ലിന്റെ പേരാ സാർ സെൻട്രൽ സെൽ. മുകളിൽ ഇരിക്കുന്ന 3 സെല്ല് ആന്റിപോഡൽസാ. നടുക്കിരിക്കുന്ന സെൽ ആരാ? സെൻട്രൽ സെല്ലാ. താഴെയും ഇരിപ്പുണ്ടടാ ഒരു 3 സെല്ല്. താഴെ ഇരിക്കുന്ന 3 സെല്ലുകളെ എന്താ വിളിക്കുക? എഗ് അപ്പാരറ്റസ്. താഴെ ഇരിക്കുന്ന 3 സെല്ലുകളെ എന്താ വിളിക്കുക? എഗ് അപ്പാരറ്റസ് എന്നാ വിളിക്കുക. എഗ് അപ്പാരറ്റസില് ഈ സൈഡിൽ ഇരിക്കുന്ന ഈ 2 സെല്ലുകളെ എന്താ വിളിക്കുക? സൈഡിൽ ഇരിക്കുന്ന 2 സെല്ലുകളെ സിനർജിസ് എന്നാ വിളിക്കുക. നടുക്കിരിക്കുന്ന ഈ സെല്ലിനെ എന്താ വിളിക്കുക? എഗ് എന്നാ വിളിക്കുക. ഒരു എഗ്ഗും 2 സിനർജിസും ഉണ്ട് താഴെ. നടുക്കിരിക്കുന്നവൻ എഗ്, അതിന്റെ 2 സൈഡിൽ ഇരിക്കുന്നവൻ സിനർജിസ്. ഒരു എഗ്ഗിനെയും 2 സിനർജിസിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്ത്? എഗ് അപ്പാരറ്റസ്. ഒരു എഗ്ഗിനെയും 2 സിനർജിസിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് സാർ എന്ത്? എഗ് അപ്പാരറ്റസ്. സെറ്റല്ലേടാ? സെറ്റല്ലേ? സെറ്റല്ലേ? ഇത് ഓർത്ത് വെച്ചായിട്ടോ. ഈ സിനർജിസിൽ മാത്രം ഒരു സ്പെഷ്യൽ തിക്കനിങ് ഉണ്ട്. ആ സ്പെഷ്യൽ തിക്കനിങ്ങിന്റെ പേരാണ് ഫില്ലിഫോം അപ്പാരറ്റസ്. സിനർജിസിൽ മാത്രം ഒരു സ്പെഷ്യൽ തിക്കനിങ് ഉണ്ട്. അതിന്റെ പേരെന്താ? ഫില്ലിഫോം അപ്പാരറ്റസ്. ഫില്ലിഫോം അപ്പാരറ്റസിന്റെ പണി എന്താ മക്കളെ? ചോദിക്കും. ഗൈഡ്, പോളൻ ട്യൂബ്. ഫില്ലിഫോം അപ്പാരറ്റസിന്റെ പണി എന്താ? എംബ്രിയോസാക്കിന്റെ ഉള്ളിലേക്ക് പോളൻ ട്യൂബിനെ കയറ്റും. ഗൈഡ്, പോളൻ ട്യൂബ്. ബാമോനെ പോളൻ ട്യൂബ്, ബാമോനെ പോളൻ ട്യൂബ്, ബാമോനെ പോളൻ ട്യൂബ്. ഇങ്ങനെ പോളൻ ട്യൂബിനെ വിളിച്ചു കയറ്റുന്നത് ആരാ? ഫില്ലിഫോം അപ്പാരറ്റസിന്റെ പണിയാ. ഗൈഡ്, പോളൻ ട്യൂബ്. ഓർത്തോണം, ഈ എംബ്രിയോസാക്കില് 7 സെല്ലുകളുണ്ട്. 1, 2, 3, 4, 5, 6, 7. 7 സെല്ലുമുണ്ട്. ഈ സെൻട്രൽ സെല്ലിൽ മാത്രം 2 ന്യൂക്ലിയസും ഉണ്ട്. 7 സെല്ലും 8 ന്യൂക്ലിയസും ഉള്ളതാണ് എംബ്രിയോസാക്ക്. ഓർത്തോണം, ഇതാരാടാ? 7 സെല്ലും 8 ന്യൂക്ലിയസും ഉള്ള ആൾക്കാരാ. ഈ എംബ്രിയോസാക്കിൽ എത്ര സെല്ലുണ്ട്? 7 ന്യൂക്ലിയസും 8 സെല്ലും അല്ല. 7 ന്യൂക്ലിയസും 8 സെല്ലും അല്ല. 7 സെല്ലും 8 ന്യൂക്ലിയസ്. 8 ന്യൂക്ലിയസ്, 8 ന്യൂക്ലിയസ് മറക്കല്ലേ. 7 സെല്ല് 8 ന്യൂക്ലിയസ്. മക്കളെ പറയടാ, 7 സെല്ല് 8 ന്യൂക്ലിയസ്. എന്റെ പുന്നാര മക്കളെ, എന്റെ പഞ്ചാര മക്കളെ പറയടാ, 7 സെല്ലും 8 ന്യൂക്ലിയസുമാ കാണുക. 7 സെൽ ആരൊക്കെയാ പറ? 3 ആന്റിപോഡൽസ്, 1 സെൻട്രൽ സെല്ല്, 3 എന്താ? എഗ് അപ്പാരറ്റസ്. അപ്പൊ എത്രയായി? ആകെ 7 സെല്ലായി. 7 സെല്ലായി. ഓക്കെ അല്ലേടാ? സെൻട്രൽ സെല്ലിൽ മാത്രം 2 ന്യൂക്ലിയസ് ഉണ്ട്. ഈ 2 ന്യൂക്ലിയസുകളെ വിളിക്കുന്ന പേരാ പോളാർ ന്യൂക്ലിയൈ. അത് ഓർത്ത് വെച്ചായിട്ടോ, പോളാർ ന്യൂക്ലിയൈ. മക്കളെ, പോളിനേഷ്യന്റെ ടൈപ്പുകൾ ഏതൊക്കെ? വേഗം വേഗം റിവൈസ് ചെയ്യടാ. പോളിനേഷ്യന്റെ ടൈപ്പുകൾ ഏതൊക്കെയാ സാർ? ഞാൻ പറയാം. ഓട്ടോഗമി, പിന്നെന്താടാ? ഓട്ടോഗമി, ജിറ്റിനോഗമി, മൂന്നാമത്തെയാണ് എന്ത്? സീനോഗമി. 3 പോളനേഷ്യന്റെ പേര് എഴുതാൻ ചോദിക്കും. പേരെങ്കിലും അറിഞ്ഞു വെക്കണേ മക്കളെ. 3 എണ്ണത്തിന്റെ പേര് പറയടാ. ഏതൊക്കെ? ഓട്ടോഗമി, ജിറ്റിനോഗമി, സീനോഗമി. പറ, 3 പോളിനേഷൻ എന്തൊക്കെ? പടച്ചോനെ, രാവിലെയായിട്ടും ഭയങ്കര ചൂടാണല്ലോ. പറയടാ, ഏതൊക്കെ? ഓട്ടോഗമി, ജിറ്റിനോഗമി, സീനോഗമി. ഓട്ടോഗമി, ജിറ്റിനോഗമി, സീനോഗമി. ഇതിൽ പ്രകൃതിക്ക് ഇഷ്ടമല്ലാത്തത് ഏതാ? ഓട്ടോഗമിയ. പ്രകൃതിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാ? ക്രോസ് പോളിനേഷനാ, സീനോഗമിയ. ഓർത്ത് വെച്ചോണം. ഔട്ട് ബ്രീഡിംഗ് ഡിവൈസ് ഒക്കെ ഓർത്ത് വെച്ചോണം കേട്ടോ. യൂണിസ് വെച്ചോ ഫ്ലവർ ഉണ്ടാക്കുക. ആന്തറും സിഗ്മയും ഡിഫറെന്റ് പ്ലേസ് വെക്കുക. ആന്തർ സിഗ്മെന്റ് ഡിഫറെന്റ് ടൈമിൽ മെച്ചുറാക്കുക. സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി. 4 ഔട്ട് ബ്രീഡിംഗ് ഡിവൈസ് ഓർത്ത് വെച്ചാൽ ഇടാം.
ഏജൻസ് ഓഫ് പോളിനേഷൻ ഏതൊക്കെയാടാ? വിൻഡ് വഴി പോളിനേഷൻ നടക്കാം, വാട്ടർ വഴി പോളിനേഷൻ നടക്കാം, ഇൻസെക്ട് വഴി പോളിനേഷൻ നടക്കാം. അത് ഓരോന്ന് ഓർത്ത് വെക്കണം കേട്ടോ. വിൻഡ് വഴി പോളിനേഷൻ നടക്കുമ്പോൾ പ്രത്യേകതകൾ എന്തൊക്കെ, വാട്ടർ വഴി പോളിനേഷൻ നടക്കുമ്പോൾ പ്രത്യേകതകൾ എന്തൊക്കെ, ഇൻസെക്ട് വഴി പോളിനേഷൻ നടക്കുമ്പോൾ പ്രത്യേകതകൾ എന്തൊക്കെ, അത് ഓരോന്നും ഓർത്ത് വെക്കണം. ഓരോന്നും ഓർത്ത് വെക്കണം. ചോദിക്കും 3 പെട്ടിക്കോളമാക്കി തരംതിരിക്കാൻ ചോദിക്കും. കുറെ പ്രോപ്പർട്ടികൾ നിന്നിട്ട് ഓർത്ത് വെക്കില്ലടാ, എഴുതില്ലടാ. വിൻഡ് വഴി എന്തൊക്കെയാ പ്രത്യേകത, വാട്ടർ വഴി എന്തൊക്കെയാ പ്രത്യേകത, ഇൻസെക്ട് വഴി എന്തൊക്കെയാ പ്രത്യേകത, ഓർത്ത് വെക്കില്ലേടാ. ഓർത്ത് വെക്കില്ലേ. ഗുഡ് മോർണിംഗ് ഇപ്പഴാ തുടങ്ങിയിട്ട് ഒരു നേരെ അയക്കാൻ നിൽക്കണേ. ഇനിയും ഗുഡ് മോർണിംഗോ തലമണ്ടക്ക് എന്നുണ്ടല്ലോ. മര്യാദക്കിരുന്ന് പഠിക്കടാ. വേഗം പറ. വിൻഡിന്റെ സാറേ, വാട്ടറിന്റെ സാറേ, ഇൻസെക്ടിന്റെ സാറേ, ഇതൊക്കെ എന്താടാ? ഏജൻസ് ഓഫ് പോളിനേഷനാ. എന്താടാ? ഏജൻസ് ഓഫ് പോളിനേഷനാ. പിന്നെ അല്ല സാറേ, ഏജൻസ് ഓഫ് പോളിനേഷൻ ഓർമ്മയുണ്ടല്ലോ. എടാ, വിൻഡു വഴിയാണ് ഏതൊക്കെ നടക്കുക. വിൻഡു വഴി നടക്കുന്നതിന്റെ എക്സാമ്പിൾ ഓർക്കണം. റോസ്. വാട്ടർ വഴി വെലീസ്നേറിയ, ഹൈഡ്രില്ല, സൊസ്തീറ, അതൊക്കെ വാട്ടർ വഴിയാ. ഇൻസെക്ട് വഴി നടക്കുന്നതിന്റെ ചെടികൾ, ഗ്രാസുകൾ, അതൊക്കെ എക്സാമ്പിൾ ഓർത്ത് വെക്കണം കേട്ടോ. ഇൻസെക്ട് വഴി ഏതൊക്കെ ചെടിയാണ്, വാട്ടർ വഴി ഏതൊക്കെ ചെടിയാണ് പോളിനേഷൻ നടത്തുക, വിൻഡു വഴി ഏതൊക്കെയാണ് പോളിനേഷൻ നടത്തുക, ഓർത്തോണം. എന്റെ മക്കൾ പറയടാ. വാട്ടർ ഹയാൻസിത്ത്, വാട്ടർ ലില്ലി. വാട്ടർ ഹയാൻസിത്തും വാട്ടർ ലില്ലിയും 2 ചെടികളാ. ഈ 2 ചെടികളും ഏത് വഴിയാ പോളിനേഷൻ നടക്കുക? വാട്ടർ ഹയാൻസിന്തും വാട്ടർ ലില്ലിയും, ഈ 2 ചെടികളെ ഏത് മുഖേനയാ പോളിനേഷൻ നടക്കുക? വിൻഡോ, വാട്ടറോ, ഇൻസെക്റ്റോ? കൊള്ളാലോ സാറേ, കൊള്ളാലോ. വാട്ടർ ഹയാൻസിത്ത്, വാട്ടർ ലില്ലി എന്നല്ലേ? അപ്പൊ വാട്ടർ നിൽക്കുന്നവരല്ലേ ഇവര്? അപ്പൊ എന്താ ചോദിക്കുക സാറേ ഇത്? അപ്പൊ വാട്ടർ വഴിയല്ലേ പോളിനേഷൻ നടക്കുക? തെറ്റേ. വാട്ടർ ഹയാൻസിന്തും വാട്ടർ ലില്ലിയും വാട്ടർ വഴി എഴുതി വെക്കല്ലേ. മണ്ടത്തരമാ. വാട്ടർ ഹയാൻസിന്തും വാട്ടർ ലില്ലിയും എന്തു വഴിയാ പോളിനേഷൻ നടക്കുക? വിൻഡും ഇൻസെക്റ്റും വഴിയാ. വാട്ടർ ഹയാൻസിന്തും വാട്ടർ ലില്ലിയും വാട്ടർ വഴിയല്ല പോളിനേഷൻ നടക്കുക, വിൻഡും ഇൻസെക്റ്റും വഴിയാ പോളിനേഷൻ നടക്കുക. മണ്ടത്തരം കാണിക്കലേ? യെസ്. എന്താടാ മണ്ടത്തരം കാണിക്കൂലടാ? എത്ര മക്കളാടാ വിൻഡ് ആൻഡ് ഇൻസെക്റ്റ് എന്ന് എഴുതിയേക്കണേ? വേറെ ലെവലാടാ മക്കളെ നിങ്ങള്. വാട്ടർ അല്ല, വാട്ടർ ഹയാൻസിത്ത്, വാട്ടർ ലില്ലി 2 ചെടികൾ വാട്ടറിലാണ് നിൽക്കുന്നതെന്ന് കരുതി വാട്ടർ വഴി അല്ല, വിൻഡും ഇൻസെക്റ്റും വഴി അവരെ പോളിനേഷൻ നടത്തുക. മക്കളെ, പോളൻ പിസ്സിൽ ഇന്ററാക്ഷൻ ഓർക്കണം കേട്ടോ. പോളൻ ഗ്രെയിൻസ് നമ്മുടെ സിഗ്മയിൽ വന്ന് വീഴും. എന്നിട്ട് നടക്കുന്ന മാറ്റങ്ങളെ ആ പോളൻ പിസ്സിൽ ഇന്ററാക്ഷൻ എന്ന് വിളിക്കുക. ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്തൊക്കെയാ? ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? ഒരു മെയിൽ ഗമേറ്റ് നമ്മുടെ എഗ്ഗുമായി കൂടി ചേർന്ന് എന്തുണ്ടാകും? സൈഗോട്ട് ഉണ്ടാകും. അടുത്ത മെയിൽ ഗമേറ്റ് നമ്മുടെ പോളാർ ന്യൂക്ലിയമായി കൂടി ചേർന്ന് പെന്നും ഉണ്ടാകും. 2 മെയിൽ ഗമേറ്റ് വരും എംബ്രിയോ സാക്കിലെ. ഈ 2 മെയിൽ ഗമേറ്റിലെ ഒരു മെയിൽ ഗമേറ്റ് എഗ്ഗുമായി കൂടി ചേർന്ന് സൈഗോട്ടുമാകും. അടുത്ത മെയിൽ ഗമേറ്റ് പോളാർ ന്യൂക്ലിയമായി കൂടി ചേർന്ന് പെന്നുമാകുമടാ. ഒരു മെയിൽ ഗമേറ്റ് എഗ്ഗുമായി കൂടി ചേർന്ന് സൈഗോട്ടായി, അടുത്ത മെയിൽ ഗമേറ്റ് പോളാർ ന്യൂക്ലിയമായി കൂടി ചേർന്ന് പെന്നുമായി. ഈ മെയിൽ ഗമേറ്റ് എഗ്ഗുമായി കൂടിച്ചേരുന്നതിന് വിളിക്കുന്ന പേരാണെന്ത്? മെയിൽ ഗമേറ്റ് എഗ്ഗുമായി കൂടിച്ചേരുന്ന പ്രക്രിയന്റെ പേരാണടാ എന്ത്? സിംഗമി എന്നാ വിളിക്കുക. മെയിൽ ഗമേറ്റ് എഗ്ഗുമായി കൂടിച്ചേരുന്നതാ സാറേ സിംഗമി എന്ന് പറഞ്ഞാൽ. അടുത്ത മെയിൽ ഗമേറ്റ് പോളാർ ന്യൂക്ലിയമായി കൂടിച്ചേരുന്ന എന്ത് വിളിക്കുക? ട്രിപ്പിൾ ഫ്യൂഷൻ എന്നാ വിളിക്കുക. 2 മെയിൽ ഗമേറ്റ് ഉണ്ട്. ആ 2 മെയിൽ ഗമേറ്റിൽ ഒരു മെയിൽ ഗമേറ്റ് എഗ്ഗുമായി കൂടിച്ചേർന്ന് സൈഗോട്ട് ഉണ്ടാകും. മെയിൽ ഗമേറ്റ് എഗ്ഗുമായി കൂടിച്ചേർന്ന ആ സ്റ്റെപ്പിന്റെ പേരാണെന്ത്? ഈ സ്റ്റെപ്പിന്റെ പേരാ സിംഗമി. അടുത്ത മെയിൽ ഗമേറ്റ് പോളാർ ന്യൂക്ലിയമായി കൂടിച്ചേർന്ന് പെന്നുണ്ടാകും. ഈ സ്റ്റെപ്പിന്റെ പേരാണ് ട്രിപ്പിൾ ഫ്യൂഷൻ. ഈ സിംഗമീനെയും ഈ ട്രിപ്പിൾ ഫ്യൂഷനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണെന്ത്? ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഡബിൾ ഫെർട്ടിലൈസേഷനിൽ ഏതൊക്കെയുണ്ടത്? സിംഗമിയും ട്രിപ്പിൾ ഫ്യൂഷനും. സിംഗമീനെയും ട്രിപ്പിൾ ഫ്യൂഷനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണെന്ത്? ഡബിൾ ഫെർട്ടിലൈസേഷൻ. അപ്പൊ ഡബിൾ ഫെർട്ടിലൈസേഷനിലെ സ്റ്റെപ്പ് ഏതൊക്കെ? സിംഗമിയും ട്രിപ്പിൾ ഫ്യൂഷനും. അതോർത്ത് വെച്ചായിട്ടോ. പ്ലാന്റിലെ ഫെർട്ടിലൈസേഷൻ ശേഷം നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെ? ഓവറി ഫ്രൂട്ട് ആകും, ഓവ്യൂൾ സീഡ് ആകും, ആന്റിപോഡൽസും സിനർജിസും നശിച്ചു പോകും. പിന്നെന്താ? സൈഗോട്ട് എംബ്രിയോ ആയി മാറും.
പിന്നെന്താടാ സൈഗോട്ട് എംബ്രിയോ ആകും. നമ്മുടെ പെണ്ണുണ്ടല്ലോ, ഈ ഉണ്ടായ പെണ്ണ് എൻഡോസ്പേമായിട്ട് വളരും. പറ, എംബ്രിയോ എങ്ങനെ ഉണ്ടാകുക? എംബ്രിയോ സൈഗോട്ടിന്നാ ഉണ്ടാകുക. സൈഗോട്ട് എന്തായി മാറും? പ്രോ എംബ്രിയോ ആയി മാറും. പ്രോ എംബ്രിയോ എന്തായി മാറും? ഗ്ലോബുലാർ എംബ്രിയോ ആകും. ഗ്ലോബുലാർ എംബ്രിയോ എന്താകും? ഹാർഡ് ഷേപ്പ്ഡ് എംബ്രിയോ ആകും. ഹാർഡ് ഷേപ്പ്ഡ് എംബ്രിയോ എന്തായി മാറും? മെച്യൂർ എംബ്രിയോ ആയി മാറും. പറ മക്കളെ, എംബ്രിയോ ഉണ്ടാകുന്ന സ്റ്റേജുകൾ ഏതൊക്കെ? സൈഗോട്ടിന്നാ സാറേ എംബ്രിയോ ഉണ്ടാകുക. സൈഗോട്ട്, പ്രോ എംബ്രിയോ, ഗ്ലോബുലാർ എംബ്രിയോ, ഹാർഡ് ഷേപ്പ്ഡ് എംബ്രിയോ, മെച്യൂർ എംബ്രിയോ. ഈ സ്റ്റേജ് എഴുതി വെക്കണം. 5 സ്റ്റേജ് ഉണ്ട്. 5 സ്റ്റേജ് നടന്നാലേ സൈഗോട്ട് എന്താകുള്ളൂ? എംബ്രിയോ ആകുള്ളൂ. ഇതാണ് സൈഗോട്ട് എംബ്രിയോ ആകുന്ന സ്റ്റേജ്. ഇനി എങ്ങനെ സാറേ എൻഡോസ്പേം ഉണ്ടാകുക? എൻഡോസ്പേം എവിടെ നിന്ന് ഉണ്ടാകുക? പെന്നിൽ നിന്ന് ഉണ്ടാകുക. പെന്നിന്റെ ഫുൾ ഫോം എന്താ? ഒരു മാർക്കിന് ചോദിക്കാം. പെന്നിന്റെ ഫുൾ ഫോം എന്താ? പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. പെന്നാണ് മക്കളെ എന്തായി മാറുക? പെന്നാണ് എന്തായി മാറുക? എൻഡോസ്പേമായിട്ട് മാറുക. ഇത് ഓർത്ത് വെക്കണം കേട്ടോ. സൈഗോട്ട് എങ്ങനെ എംബ്രിയോ ആകുക? സൈഗോട്ട്, പ്രോ എംബ്രിയോ, ഗ്ലോബുലാർ എംബ്രിയോ, ഹാർഡ് ഷേപ്പ്ഡ് എംബ്രിയോ, മെച്യൂർ എംബ്രിയോ. സാറേ പെന്ന് എങ്ങനെ എൻഡോസ്പേം ആകുക? പെന്ന് ആദ്യം ന്യൂക്ലിയർ എൻഡോസ്പേം ആകും. പറ, എങ്ങനെ മാറുക? പെന്ന് ആദ്യം കുറേ ന്യൂക്ലിയസ് ഉള്ള ന്യൂക്ലിയർ എൻഡോസ്പേം ആകും. ന്യൂക്ലിയർ എൻഡോസ്പേം ആടാ പിന്നെ എന്തായി മാറുക? സെല്ലുലാർ എൻഡോസ്പേം ആകുക. ഈ സെല്ലുലാർ എൻഡോസ്പേമിനെയാണ് നമ്മൾ വെറും എൻഡോസ്പേം എന്ന് വിളിക്കുക. അത് ഓർത്ത് വെച്ചാൽ മതി. എങ്ങനെ സാർ എൻഡോസ്പേം ഉണ്ടാകുക? വെറുതെ എൻഡോസ്പേം എന്ന് പറഞ്ഞാൽ ആരാ? സെല്ലുലാർ എൻഡോസ്പേമാ സാറേ. എങ്ങനെ സാറേ സെല്ലുലാർ എൻഡോസ്പേം ഉണ്ടാകുക? പെന്നിൽ നിന്ന. പെന്ന് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. പെന്ന് ആദ്യം ന്യൂക്ലിയർ എൻഡോസ്പേം ആകും, പിന്നീട് സെല്ലുലാർ എൻഡോസ്പേം ആകും. സെല്ലുലാർ എൻഡോസ്പേം ആണ് നമ്മുടെ വെറും എൻഡോസ്പേം. അടുത്ത ചോദിക്കുക ഇതിന്റെ പ്ലോയിഡിയ. സൈഗോട്ട് ഡിപ്ലോയിഡ് ആണ്, പെന്ന് ട്രിപ്ലോയിഡ് ആണ്. ഓർത്ത് വെക്കണം കേട്ടോ. സൈഗോട്ട് 2n ആണ്, പെന്ന് 3n ആണ്. ട്രൂ ഫ്രൂട്ടും ഫോൾസ് ഫ്രൂട്ടും അറിയാലോ. ഓവറിൽ നിന്നുണ്ടാകുന്ന ഫ്രൂട്ടാ സാറേ ട്രൂ ഫ്രൂട്ട്. ഓവറിൽ നിന്നും തലാമസിൽ നിന്നും ഉണ്ടാകുന്നവരാ സാറേ ആര്? ഫോൾസ് ഫ്രൂട്ട്. ഈ ഫോൾസ് ഫ്രൂട്ടിന് എക്സാമ്പിൾ പഠിക്കണേ. ഫോൾസ് ഫ്രൂട്ടിന് എക്സാമ്പിൾ കാശ്. ഏതാ കാശ്? കാഷ്യൂ, ആപ്പിള്, സ്ട്രോബെറി. കാഷ്യൂ, ആപ്പിള്, സ്ട്രോബെറി ഇവരാണ് ഫോൾസ് ഫ്രൂട്ട്. പിന്നെന്താ? റൈസ്, പീ, വീറ്റ് ഒക്കെ എന്താ ട്രൂ ഫ്രൂട്ടുകളാ. സീഡ് ഡോർമൻസി അറിയാലോ. സീഡ് ഇനാക്റ്റീവ് ആയി കിടക്കുക. സീഡ് മുളയ്ക്കാതെ കിടക്കുക. സീഡ് ഇനാക്റ്റീവ് സ്റ്റേജ് ഓഫ് സീഡ്. സീഡ് കുറെ നാൾ മുളയ്ക്കാതെ മണ്ണിക്കിടക്കും. അതാണ് സീഡ് ഡോർമൻസി. ലുപ്പിനസ് ആർട്ടിക്കസിന്റെ സീഡ് ഡോർമൻസി എത്ര? 10,000 കൊല്ലമാ. ഫിനിക്സ് ഡാറ്റിലിഫറന്റെ സീഡ് ഡോർമൻസി എത്ര? വേഗം പറ. ഫിനിക്സ് ഡാറ്റിലിഫറന്റെ സീഡ് ഡോർമൻസി എത്ര? വേഗം പറ മക്കളെ. ഫിനിക്സ് ഡാറ്റിലിഫറന്റെ പടച്ചോനെ ഞാൻ കുളിച്ച. ഫിനിക്സ് ഡാറ്റിലിഫറന്റെ സീഡ് ഡോർമൻസി എത്ര? ഫിനിക്സ് ഡാറ്റിലിഫറന്റെ സീഡ് ഡോർമൻസി എത്രയാണ് മക്കളെ? ഫിനിക്സ് ഡാറ്റിലിഫറന്റെ സീഡ് ഡോർമൻസി ഹൈവ എന്റെ മക്കൾ പറഞ്ഞടാ 2000 കൊല്ലമാ സീഡ് ഡോർമൻസി. അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ അറിയാലോ. എന്താ സാറേ അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ? ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഉണ്ടാകുക. ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഉണ്ടാകുന്നതാ അപ്പോമിക്സിസ്. എന്താ പാർത്തനോകാർപ്പി എന്ന് പറഞ്ഞാല്? പാർത്തനോകാർപ്പി എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഉണ്ടാകുക. ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഉണ്ടായാൽ എന്താ? അപ്പോമിക്സിസ. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഉണ്ടായാൽ എന്താ? പാർത്തനോകാർപ്പിയ. എന്താടാ പെരിസ്പേം എന്ന് പറഞ്ഞാൽ? പെരിസ്പേം എന്ന് പറഞ്ഞാൽ ന്യൂസിലസിന്റെ അവശിഷ്ടങ്ങൾ. ഞാൻ ഇന്നലെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചോ. ഇന്നലെ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചത് ആ പെരിസ്പേമിന്റെ ക്വസ്റ്റ്യന്. എന്താ പെരിസ്പേം എന്ന് പറഞ്ഞാൽ? സീഡിൽ കാണുന്ന ന്യൂസിലസിന്റെ അവശിഷ്ടങ്ങൾ. സാധാരണ സീഡ് ഉണ്ടാകുമ്പോൾ ന്യൂസിലസ് കാണാൻ പാടില്ല, പക്ഷെ ചില സീഡില് ന്യൂസിലസ് കാണാം. ഇങ്ങനെ ന്യൂസിലസിന്റെ അവശിഷ്ടങ്ങളാണ് എന്ത്? പെരിസ്പേം എന്ന് പറഞ്ഞാൽ. ഇത് കാണുന്ന ചെടികൾ ഏതൊക്കെ? ബ്ലാക്ക് പെപ്പർ, കുരുമുളക്, ബീട്രൂട്ട് ഒക്കെയാ. കുരുമുളകിലും ബീട്രൂട്ടിലേക്കാണ് പെരിസ്പേം കാണുക. പോളി എംബ്രിയോണി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സീഡില് കുറെ എംബ്രിയോ, അതാണ് പോളി എംബ്രിയോണി. ഇതെവിടെ കാണുക എന്നറിയാമോ? നാരങ്ങയില, സിട്രസിലാ കാണുക. പാർത്തനോകാർപ്പി എവിടെ കാണുക? പാർത്തനോകാർപ്പി ബനാനയിലാ കാണുക. ബനാന. അത് ഓർത്ത് വെച്ചായിട്ടോ. ഇത്ര ഉള്ളടാ ഈ ചാപ്റ്റർ. ഇത്ര ഉള്ള മക്കളെ ഈ ചാപ്റ്റർ ഓർത്ത് വെച്ചോ. സിമ്പിൾ അല്ലേ ഈ ചാപ്റ്റർ? മക്കളെ എന്തെങ്കിലും മനസ്സിലായെങ്കിൽ വേഗം വേഗം ഫയർ ഇട. വേഗം 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 കത്തിക്കട കത്തിക്കട കത്തിക്കട. പുഴുങ്ങടാ പുഴുങ്ങ. ഹൃദയത്തെ പുഴുങ്ങ. ഹൃദയത്തെ പുഴുങ്ങ പുഴുങ്ങ പുഴുങ്ങ. പുഴുങ്ങിക്കോ പുഴുങ്ങിക്കോ. ഹൃദയത്തെ ഒന്ന് പുഴുങ്ങടാ. പുഴുങ്ങ പുഴുങ്ങ.
ഇത്രയുള്ള ചാപ്റ്റർ. ഈ ചിത്രമൊക്കെ നോക്കി വെക്കണം. ഇതൊന്നും വരാൻ ഈ വട്ടം ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എപ്പോഴും പഠിക്കുന്ന ഇതാണ് ആന്തറിന്റെ കണക്റ്റീവ്, ഇത് എപ്പിഡെർമിസ്, ഇത് എൻഡോത്തീഷ്യം, ഇതാണ് മിഡിൽ ലെയർ. ഈ കാണുന്ന ഈ പോളൻ ഗ്രെയിൻസിനോട് അടുത്ത് കാണുന്നതാണ് ടപ്പീറ്റം എന്ന് പറയുന്ന ലെയർ. ടപ്പീറ്റത്തിന്റെ പണി എന്താ? ആരോട് ചോദിച്ചാലും പറയും എന്താ? ഫുഡ് കൊടുക്കുക. ഫുഡ് കൊടുക്കലാണ് അവരുടെ പണി. ഇതെന്താ മക്കളെ? ഇതാണ് ഒവ്യൂളിന്റെ ചിത്രമാ. ഇതാരുടെ ചിത്രമാടാ? ഇതാരുടെ ചിത്രമാ സാറേ? ഇതാണ് മക്കളെ ഒവ്യൂളിന്റെ ചിത്രമായത്. ഒവ്യൂളിന്റെ ഓരോന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഇതാണ് സാർ എംബ്രിയോസാക്ക്. ഒവ്യൂളിന്റെ ഉള്ളിൽ കാണുന്ന എംബ്രിയോസാക്ക്. ഇതാണ് എംബ്രിയോസാക്കിന്റെ സൈഡിൽ കാണുന്ന ന്യൂസിലസ് എന്ന് പറയുന്ന സെല്ല്. ഇതാണ് ഇന്നർ ഇന്റഗ്യുമെന്റ്, ഇതാണ് ഔട്ടർ ഇന്റഗ്യുമെന്റ്, ഇതാണ് മൈക്രോപൈല്, ഇതാണ് ഫ്യൂണിക്കിള്. ഈ ഭാഗത്തെയാണ് ഹൈലം എന്നൊക്കെ വിളിക്കുക. ഹൈലം. ഈ കാണുന്നത് ഫ്യൂണിക്കിള്, ഈ കാണുന്ന പോയിന്റ് ആണ് ഹൈലം. ഇത് നോക്കി വെക്കണം കേട്ടോ. ഇതെന്താന്ന് ചോദിച്ചാൽ ഒവ്യൂള് ആകെ ഇന്നത്തെ ഇതാണ് ചലാസ, ഇതാണ് മൈക്രോപൈല്. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, വേറൊന്നും ചോദിക്കാറില്ല. അടുത്ത മക്കളെ 2 ടൈപ്പ് ഏതൊക്കെയാടാ? വയോള, ഓക്സാലിസ്, കോമലീന. ഈ 3 ചെടികളിലും 2 ടൈപ്പ് എന്ത് കാണാം? 2 ടൈപ്പ് ഫ്ലവർ കാണാം. ചാസ്മോഗ്യാമസ്, ക്ലീസോഗ്യാമസ്. ക്ലോസ് ആയിട്ടിരിക്കുന്നവരാണ് ആര്? ക്ലീസോഗ്യാമസ്. ഓപ്പൺ ആയിട്ടിരിക്കുന്നവരാണ് ആര്? ചാസ്മോഗ്യാമസ്. ഈ ചിത്രം ഒന്ന് നോക്കി വെച്ചായിട്ടോ. ഇതാണ് സൈഗോട്ട്, പ്രോ എംബ്രിയോ, ഗ്ലോബുലാർ എംബ്രിയോ, ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ, അവസാനം എന്താകും? മെച്ചുവർ എംബ്രിയോ ആകും. 2 ടൈപ്പ് എംബ്രിയോ ഉണ്ടടാ. ഇതാണ് എന്ത്? ഡൈക്കോട്ട് എംബ്രിയോ. ഇതാണ് സാർ എന്ത്? മോണോകോട്ട് എംബ്രിയോ. ഡൈക്കോട്ട്, മോണോകോട്ട്. ഡൈക്കോട്ടിന് എന്താ പ്രത്യേകത? 2 കോട്ടിടം കാണാം. ഡൈക്കോട്ടില് 2 ചിറകുകളുണ്ട്, 2 കോട്ടിടനുണ്ട്. ഇതാണ് മക്കളെ എംബ്രിയോണൽ ആക്സിസ്. അതിന്റെ മുകൾ ഭാഗത്തെ പ്ലിമ്യൂൾ എന്നാ വിളിക്കുക, താഴ്ഭാഗത്തെ റാഡിക്കൾ എന്നാ വിളിക്കുക. ഈ ചിത്രം അടയാളപ്പെടുത്താൻ ചോദിക്കാം. എടാ, മോണോകോട്ടിന് ഒരു എംബ്രിയോണൽ ആക്സിസും 1 ചിറകും ഉള്ളൂ. ഡൈക്കോട്ടിനോ ഒരു എംബ്രിയോണൽ ആക്സിസും 2 ചിറകും കാണാം. ഡൈക്കോട്ടിന് ഒരു എംബ്രിയോണൽ ആക്സിസും 2 ചിറകുമുണ്ട്. മോണോകോട്ടിനോ ഒരു എംബ്രിയോണൽ ആക്സിസും 1 ചിറകുമുള്ളടാ. 1 കോട്ടിടനേ ഉള്ളൂ. ഈ കോട്ടിടന് ഒരു സ്പെഷ്യൽ പേരുണ്ട്, പറയാൻ പറ്റുമോ? മോണോകോട്ടിൽ കാണുന്ന ആ കോട്ടറിനൊരു സിംഗിൾ കോട്ടറിനൊരു പേരുണ്ട്. എന്താ? മോണോകോട്ടിലെ സിംഗിൾ കോട്ടറിന്റെ പേരെന്താ? വേഗം പറ. മോണോകോട്ടിൽ കാണുന്ന സിംഗിൾ കോട്ടറിന്റെ പേരെന്താ? സിംഗിൾ കോട്ടറിന്റെ പേരാ സാർ എന്ത്? സ്ക്യൂട്ടല്ലം. എന്താ വിളിക്കുക? സ്ക്യൂട്ടല്ലം എന്നാ വിളിക്കുക. സ്ക്യൂട്ടല്ലം. മോണോകോട്ടിൽ 1 കോട്ടറിനേ ഉള്ളൂ. ആ കോട്ടറിന്റെ പേരെന്തുവാ? പഞ്ചാര മുഞ്ചാരകളെ, സ്ക്യൂട്ടല്ലം എന്നാ സാർ. കഴിഞ്ഞു. ഈ ചിത്രം കൂടെ ഓർത്ത് വെച്ചാൽ മതി. ഇതാണ് മോണോകോട്ടിന്റെ ചിത്രമാണ് കേട്ടോ. ഇതാണ് മോണോകോട്ടിന്റെ ചിത്രം, ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതാണ് എംബ്രിയോണൽ ആക്സിസ്, ഇത് പ്ലിമ്യൂള്, ഇത് പ്ലിമ്യൂറിനെ കവറുന്ന കോളിയോറൈസ, ഇത് പ്ലിമ്യൂള്, ഇത് കോളിയോപ്റ്റൈല്, ഇത് റാഡിക്കൽ, ഇത് റാഡിക്കലിനെ കവർ ചെയ്യുന്ന കോളിയോറൈസ. പ്ലിമ്യൂളിനെ കവർ ചെയ്യുന്നവരാ കോളിയോപ്റ്റൈല്, റാഡിക്കലിനെ കവർ ചെയ്യുന്നവരാ കോളിയോറൈസ. ഇതാണ് മക്കളെ അവരുടെ എൻഡോസ്പേം. ഇവിടെ ഒരു പ്രോട്ടീന്റെ ലെയർ കാണാം. ഈ പ്രോട്ടീന്റെ ലെയറിന്റെ പേരാ അല്യൂറോണോ ലെയർ. പഠിച്ചു വെച്ചാൽ മതി. അല്യൂറോൺ ലെയർ, പ്രോട്ടീൻ ലെയർ ആണ് അല്യൂറോണോ ലെയർ. ഓർത്ത് വെച്ചായിട്ടോ. ഇത് വേറൊന്നും ചോദിക്കാറില്ല. ഈ ചിത്രമൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ, നിങ്ങൾ നോക്കില്ല എന്ന് എനിക്കറിയാം. ഓക്കെ അല്ലേ? പെരികാർപ്പ് എന്ന് പറഞ്ഞാൽ കവറിങ് ആണ്. ഫ്രൂട്ടിന്റെ കവറിങ് ആണ് പെരികാർപ്പ്. ഓക്കെ മക്കളെ, ഓക്കേടാ. ഈ ചാപ്റ്റർ സെറ്റ് അല്ലേടാ? ഞാൻ വേഗമാ പറയുന്നറിയാം, അടുത്ത ആൾ കയറുന്നല്ലോ, അതുകൊണ്ടാ. ഈ ചാപ്റ്റർ എന്തെങ്കിലും മനസ്സിലായോടാ? ഈ ചാപ്റ്റർ എന്തെങ്കിലും മനസ്സിലായോ മക്കളെ? വേഗം പറയടാ. ഈ ചാപ്റ്റർ എന്തെങ്കിലും മനസ്സിലായോ? വേഗം എല്ലാ ടോപ്പിക്കിലൂടെ കയറി പോയില്ലേ? സെറ്റല്ലേടാ? പുഴുങ്ങടാ, പുഴുങ്ങ്. ഹൃദയത്തെ പുഴുങ്ങടാ, പുഴുങ്ങ്. പിന്നല്ല സാറേ, പിന്നല്ല. കണ്ടോടാ, ഫയർ കണ്ടോടാ. എന്നെ പുച്ഛിക്കുന്നവരോട് പറയടാ, ഫയർ കാണിച്ചു കൊടുക്കടാ. വേഗം പറ. ഞാൻ പറയുന്നതേ വരൂ, വന്നതേ ഞാൻ പറയൂ. പിന്നല്ല സാർ. എക്കോസിസ്റ്റം 4 മാർക്ക് കിട്ടുവടാ. എക്കോസിസ്റ്റം വേഗം വാ മക്കളെ. എക്കോസിസ്റ്റത്തിൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്താണെന്നറിയാലോടാ? വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഫറെന്റ് പ്ലാന്റ്സ് ഇൻ ടു ഡിഫറെന്റ് ലെവൽ. ഹൈറ്റിനനുസരിച്ച് സ്പീഷീസുകളെ ഡിഫറെന്റ് ലെവൽ ആക്കുക. അതാണ് എന്ത്? സ്ട്രാറ്റിഫിക്കേഷൻ. വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഫറെന്റ് സ്പീഷീസ് ഇൻ ടു ഡിഫറെന്റ് ലെവൽ. ഹൈറ്റിന്റെ അടിസ്ഥാനത്തില് സ്പീഷീസുകളെ ഡിഫറെന്റ് ലെവൽ ആക്കുക. അതാണ് എന്ത്? സ്ട്രാറ്റിഫിക്കേഷൻ. ഫുഡ് ചെയിൻ ഓർമ്മയുണ്ടല്ലോ? ഫുഡ് ചെയിൻ എഴുതാ അറിയാലോ? തിന്നുന്ന ഓർഡറിൽ ആരോ ഇട്ടു പോകുക, അതാണ് ഫുഡ് ചെയിന്.
പറ മക്കളെ, ഗ്രാസ് ലാൻഡിലെ ഫുഡ് ചെയിൻ എന്താ? ഗ്രാസ്, ഗ്രാസ് ഓപ്പർ, ഫ്രോഗ്, സ്നേക്ക്. ഇതാ ഗ്രാസ് ലാൻഡിലെ ഫുഡ് ചെയിൻ. അക്വാട്ടിക്കിലെ എപ്പോഴും ചോദിക്കും, അക്വാട്ടിക്കിലെ ഫുഡ് ചെയിൻ എന്താണ്? അക്വാട്ടിക്കിലെ ഫുഡ് ചെയിൻ എന്താ? ഫൈറ്റോ പ്ലാങ്ടൻ, സൂ പ്ലാങ്ടൻ, സ്മോൾ ഫിഷ്, ലാർജ് ഫിഷ്. ഏതൊക്കെയാണ് അക്വാട്ടിക്കിലെ? ഏതൊക്കെ? ഫൈറ്റോ പ്ലാങ്ടൻ, സൂ പ്ലാങ്ടൻ, സ്മോൾ ഫിഷ്, ലാർജ് ഫിഷ്. സാറേ, ഫോറസ്റ്റിലെ ഫുഡ് ചെയിൻ എന്താ? ഫോറസ്റ്റിലെ ഫുഡ് ചെയിൻ ട്രീ ഉണ്ട്, ട്രീയിൽ ഇൻസെക്ട് ഉണ്ട്, ഇൻസെക്റ്റിനെ ബേർഡ് കഴിക്കും. ഈ 3 ഫുഡ് ചെയിനും ഓർത്ത് വെക്കണം. ഗ്രാസ് ലാൻഡിലെ ഫുഡ് ചെയിൻ ഗ്രാസ്, ഗ്രാസ് ഓപ്പർ, ഫ്രോഗ്, സ്നേക്ക്. അക്വാട്ടിക്കിലെയോ ഫൈറ്റോ പ്ലാന്റ്, സൂ പ്ലാന്റ്, സ്മോൾ ഫിഷ്, ലാർജ് ഫിഷ്. ഫോറസ്റ്റിലെയോ ട്രീ, ഇൻസെക്ട്, ബേർഡ്. ഓർത്ത് വെക്കണം കേട്ടോ, ഓർത്ത് വെക്കണടാ. ഒരുപാട് എന്താടാ ഇന്റർലിങ്ക്ഡ് ഫുഡ് ചെയിൻ. ഒരുപാട് ഫുഡ് ചെയിന്റെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണെന്ത്? ഫുഡ് വെബ്. ഒരുപാട് ഫുഡ് ചെയിനുകൾ ഒരുമിച്ച് വരച്ചാൽ വിളിക്കുന്ന പേരെന്താ? ഫുഡ് വെബ് എന്നാ വിളിക്കുക. നിങ്ങൾക്ക് അറിയണല്ലോ. ഒരു ഫുഡ് ചെയിൻ, ഓക്കെ, ഒരുപാട് ഫുഡ് ചെയിൻ കണ്ട എഴുതി വെച്ചോ, ഫുഡ് വെബ് എന്നാ. ഫുഡ് വെബ്, ഫുഡ് വെബ്. ട്രോഫിക് ലെവൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ഫുഡ് ചെയിനിലെ ഓരോ ഓർഗാനിസത്തിന്റെയും പൊസിഷനെ വിളിക്കുന്ന പേരാണെന്ത്? ട്രോഫിക് ലെവൽ. ഒരു ഫുഡ് ചെയിനിലെ മക്കളെ പറയടാ, എന്താണ് ട്രോഫിക് ലെവൽ? ഒരു ഫുഡ് ചെയിനിലെ ഓരോ ആൾക്കാരുടെയും പൊസിഷൻ ആ സാർ ട്രോഫിക് ലെവൽ എന്ന് പറഞ്ഞാല്. ഇതെന്താ? T1, T2, T3, T4. T1 ഗ്രാസ്, ഫൈറ്റോ പ്ലാന്റ്, ട്രീ. T2 ഗ്രാസ് ഓപ്പർ, സൂ പ്ലാന്റ്, ഇൻസെക്ട്. T3 ഫ്രോഗ്, സ്മോൾ ഫിഷ്, ബേർഡ്. പറഞ്ഞ മനസ്സിലായി? നിങ്ങൾക്ക് എഴുതാൻ അറിയാലോടാ. ഡീകമ്പോസിഷനിലെ സ്റ്റെപ്പുകൾ ഏതൊക്കെ? സ്റ്റെപ്പ് ഏതൊക്കെ? ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ്, കാറ്റബോളിസം, ഹ്യൂമിഫിക്കേഷൻ, മിനറലൈസേഷൻ. 5 സ്റ്റെപ്പ്. ഞാൻ ഇന്ന് പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ 2 മാർക്കിന്. ഡീകമ്പോസിഷനിലെ സ്റ്റെപ്പ് ഏതൊക്കെ? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുവടാ, ഇന്ന് നിങ്ങൾ കാണുവടാ, എന്നെ ഓർക്കുവടാ. നിങ്ങൾ എഴുതി വെച്ചോ, ഇന്ന് ഈ ക്വസ്റ്റ്യൻ കാണും. ഡീകമ്പോസിഷൻ 5 സ്റ്റെപ്പ്. ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ്, കാറ്റബോളിസം, ഹ്യൂമിഫിക്കേഷൻ, മിനറലൈസേഷൻ. ഫ്രോഗിന് ലൈന്, കാറ്റിനോട്, കാറ്റിന് ഹുങ്ക്, മീനിനോട്. ഫ്രോഗിന് ലൈന്, കാറ്റിനോട്, കാറ്റിന് ഹുങ്ക്, മീനിനോട്. പിന്നല്ല സാർ. ഓക്കെ അല്ലേടാ? എടാ ഡീകമ്പോസിഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഇത് ഹ്യൂമസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? കറുത്ത കളറ്, ഡാർക്കാണ്, ഷേപ്പില്ല. അതുകൊണ്ട് എന്താ വിളിക്കുക? അമോർഫസ് എന്നാ വിളിക്കുക. അവരുടെ ഉള്ളിൽ എന്താ കാണുക? റിച്ച് ഇൻ ന്യൂട്രിയൻസ്. അവരുടെ ഉള്ളിൽ നിറച്ച് ന്യൂട്രിയൻസ് ആ കാണുക. അടുത്ത എന്താ? റെസിസ്റ്റന്റ് ടു മൈക്രോബ്. ബാക്ടീരിയക്കും ഫംഗസിനും വേഗം ഹ്യൂമസിന്റെ മുകളിൽ ആക്ട് ചെയ്യാൻ പറ്റില്ല. പറയടാ, ഹ്യൂമസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? കറുത്തത്, ഡാർക്ക്, ഷേപ്പില്ല, അമോർഫസ്, നിറച്ച് ന്യൂട്രിയൻസ് കാണുക, റെസിസ്റ്റന്റ് ടു മൈക്രോബ്. ഹ്യൂമസ് ഏതൊക്കെ? ഡാർക്ക്, അമോർഫസ്, റിച്ച് ന്യൂട്രിയൻസ്, റെസിസ്റ്റന്റ് ടു മൈക്രോബ്. ഇത്രയാണ് ഹ്യൂമസിന്റെ പ്രത്യേകത. അടുത്ത ഞാൻ വിചാരിക്കുന്ന 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. പ്രൊഡക്ടിവിറ്റി എന്താണെന്നറിയാലോ? പ്രൊഡക്ടിവിറ്റി എന്താടാ? റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ. 2 ടൈപ്പ് പ്രൊഡക്ടിവിറ്റി ഉണ്ട്. ഏതൊക്കെ? പ്രൈമറി പ്രൊഡക്ടിവിറ്റി, സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. പ്ലാന്റ്സിലുള്ളതാണ് ഏത്? പ്രൈമറി പ്രൊഡക്ടിവിറ്റി. കൺസ്യൂമറിലുള്ളതാണ് ഏത്? സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. പ്രൈമറിനെ വീണ്ടും 2 ആക്കാം. ഏതൊക്കെ? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. 2 ഏതൊക്കെ? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയിൽ നിന്ന് 6 റെസ്പിറേഷൻ കുറച്ചാല എന്ത് കിട്ടുക? നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി കിട്ടുക. GPP മൈനസ് R ഈക്വൽ ടു NPP. ആ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. GFC, DFC 2 ഫുഡ് ചെയിനാ. ഗ്രേസിംഗ് ഫുഡ് ചെയിന്, ഡെട്രിറ്റസ് ഫുഡ് ചെയിന്. ഗ്രേസിംഗ് ഫുഡ് ചെയിന്, ഡെട്രിറ്റസ് ഫുഡ് ചെയിന്. പ്ലാന്റ്സിൽ നിന്ന് തുടങ്ങുന്ന ഫുഡ് ചെയിനാണ് ഗ്രേസിംഗ് ഫുഡ് ചെയിന്. ഡെഡ് ഓർഗാനിക് മാറ്ററിൽ തുടങ്ങുന്നതാണ് ഡെട്രിറ്റസ് ഫുഡ് ചെയിന്. പറയട, 2 ഫുഡ് ചെയിൻ ഏതൊക്കെ? ഗ്രേസിംഗ്, ഡെട്രിറ്റസ്. പ്ലാന്റ്സിൽ നിന്ന് തുടങ്ങുന്നവർ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ. ഡെഡ് ഓർഗാനിക് മാറ്ററിൽ നിന്ന് തുടങ്ങുന്നവർ ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ. സെറ്റലടാ. 10% ലോ അറിയാലോ. 10% ലോ കൊണ്ടുവന്നത് ആരാടാ? ലിൻഡ്മാനാ കൊണ്ടുവന്നേ. എന്താ 10% ലോ പറയണേ? ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് അടുത്ത ട്രോഫിക് ലെവലിലേക്ക് എപ്പോഴും എത്ര ശതമാനം എനർജിയെ പോകൂ? 10% എനർജിയെ പോകുള്ളൂ. എക്സിന്റെ എനർജി എത്ര ആണോ ആ എനർജിന്റെ 10% എക്സിനെ വൈ കഴിച്ചാൽ വൈക്ക് കിട്ടുള്ളൂ. വൈന്റെ എനർജി എത്രയാണോ അതിന്റെ 10% വൈനെ കഴിച്ചാൽ സെഡിന് കിട്ടുള്ളൂ. ഒരു
ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് അടുത്ത ട്രോഫിക് ലെവലിലേക്ക് 10% എനർജിയെ പോകുള്ളടാ. 10%. പിരമിഡ് ഓർമ്മയുണ്ടല്ലോടാ? 3 ടൈപ്പ് പിരമിഡ് ഉണ്ട്. ഏതൊക്കെ? പിരമിഡ് ഓഫ് എനർജി, പിരമിഡ് ഓഫ് നമ്പർ, പിരമിഡ് ഓഫ് ബയോമാസ്. പിരമിഡ് ഓഫ് എനർജി എപ്പോഴും എന്താ? അപ്രൈറ്റ് ആണ്. എപ്പോഴും എന്താ? അപ്രൈറ്റാ. 10% ലോ. കാരണം പിരമിഡ് ഓഫ് നമ്പറോ അപ്രൈറ്റും കിട്ടാറുണ്ട്, ഇൻവേർട്ടും കിട്ടാറുണ്ട്. പിരമിഡ് ഓഫ് ബയോമാസോ അപ്രൈറ്റും കിട്ടാറുണ്ട്, ഇൻവേർട്ടഡും കിട്ടാറുണ്ട്. ഇൻവേർട്ടഡ് എവിടെ കിട്ടുക? പിരമിഡ് ഓഫ് നമ്പർ ഫോറസ്റ്റിലാ കിട്ടുക. പിരമിഡ് ഓഫ് ബയോമാസ് എവിടെ ഇൻവേർട്ടഡ് കിട്ടുക? അക്വാട്ടിക്കിലാ കിട്ടുക. ഇതും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പിരമിഡ് ഓഫ് എനർജി എപ്പോഴും അപ്രൈറ്റാ, ഇൻവേർട്ട് ആകില്ല. കാരണം എന്താ? 10% ലോ. കാരണം എനർജി കുറയാ, അപ്പൊ പിരമിഡും കുറയും. പിരമിഡ് ഓഫ് നമ്പർ അപ്രൈറ്റും ഇൻവേർട്ടഡും കിട്ടും. ഇൻവേർട്ടഡ് എവിടെ കിട്ടുക? ഫോറസ്റ്റിലാ കിട്ടുക. പിരമിഡ് ഓഫ് ബയോമാസും അപ്രൈറ്റും ഇൻവേർട്ടഡും കിട്ടും. ഇൻവേർട്ടർ എവിടെ കിട്ടുക? അക്വാട്ടിക്കിലാ കിട്ടുക. ഓർത്ത് വെച്ചായിട്ടോ. ഇതാണ് മക്കളെ. ഇത് ഏത് പിരമിഡാന്ന് ചോദിക്കും. ഇത് ഏത് പിരമിഡാ? കണ്ടോ ഈ പിരമിഡ്? ഈ പിരമിഡിന്റെ സൈഡിലുള്ള സംഖ്യകൾക്ക് യൂണിറ്റ് ഇല്ല. കണ്ടോ? യൂണിറ്റ് ഇല്ല. യൂണിറ്റ് ഇല്ലെങ്കിൽ അത് ഏതായിരിക്കും? പിരമിഡ് ഓഫ് നമ്പർ ആയിരിക്കും. ഒരു പിരമിഡിന്റെ സൈഡിൽ നോക്കുക, ആ സംഖ്യകൾക്ക് യൂണിറ്റ് ഇല്ലാന്നിരിക്കട്ടെ, അത് പിരമിഡ് ഓഫ് നമ്പർ ആയിരിക്കും. യൂണിറ്റ് ഇല്ലാത്ത സംഖ്യകളാണോ? പിരമിഡ് ഓഫ് നമ്പർ ആയിരിക്കും. എടാ നോക്കടാ 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 നോക്കടാ. ഇതേത് ഷേപ്പാ? ഈ പിരമിഡിന്റെ ഷേപ്പ് എന്താ? ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ സൈസ് കുറയാ. അപ്പൊ ഈ ഷേപ്പ് ഏതായിരിക്കും? അപ്രൈറ്റ് ഷേപ്പ്. അതൊക്കെ അറിയണയാണല്ലോ. അതുകൊണ്ട് വേഗം വേഗം ഞാൻ പോണട്ടോ. ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കാൻ സമയമില്ലടാ. അടുത്ത ആൾ വെയിറ്റ് ചെയ്യാല്ലേ, വേഗം തീരണ്ടേ. അപ്രൈറ്റാ. ഇതെന്താടാ? ഇതേത് ഷേപ്പാ? ഇത് ഇൻവേർട്ടാ. കാരണം എന്താ? ഇങ്ങനെ സൈസ് കൂടിപ്പോവല്ലേ മുകളിലേക്ക്. ഇൻവേർട്ടാ. ഇതേത് ടൈപ്പാ മക്കളെ? നോക്കടാ, സംഖ്യകൾ 4ഉം 21. 4ഉം 21 യൂണിറ്റ് ഉണ്ടോ? ഇല്ല. യൂണിറ്റ് ഇല്ലാത്ത കാരണം ഇതെന്താ? പിരമിഡ് ഓഫ് നമ്പറാ. പിരമിഡ് ഓഫ് നമ്പറുമാണ്, ഇൻവേർട്ടഡുമാണ്. പിരമിഡ് ഓഫ് നമ്പർ ഇൻവേർട്ടഡ് എവിടെ കിട്ടുക? ഫോറസ്റ്റിലാ കിട്ടുക. ഓർത്ത് വെക്കണം കേട്ടോ. ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിലാണ് ഈ ടൈപ്പ് കിട്ടുക. പിരമിഡ് ഓഫ് നമ്പറാന്ന് എങ്ങനെ മനസ്സിലായേ? സംഖ്യകൾക്ക് യൂണിറ്റ് ഇല്ല. ഏത് ഷേപ്പാ? ഇൻവേർട്ടഡാ. പിരമിഡ് ഓഫ് നമ്പർ ഇൻവേർട്ടഡ് ആകുന്നത് ഒരേ ഒരു എക്കോസിസ്റ്റം, അത് ഫോറസ്റ്റ് ആണ്. ഇതേതാ മക്കളെ? ഇതേതാ? ഇതേത് പിരമിഡാ? ഇതേത് ടൈപ്പാ? ഇത് അപ്രൈറ്റാ അല്ലെ? മുകളിലേക്ക് പോകുമ്പോൾ സൈസ് കൂടുക ചെയ്യണേ, കുറയാ ചെയ്യണേ. അപ്പൊ ഇതെന്താ? അപ്രൈറ്റാ. ഏത് ടൈപ്പാ? ടൈപ്പ് നോക്കിയാൽ മതി. 809, 37, 11, 1.5. ഇവരുടെ യൂണിറ്റ് എന്താ? യൂണിറ്റ് എന്താ? കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയറാ. കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണെങ്കിലോ പിരമിഡ് ഓഫ് ബയോമാസ് ആടാ. ജൂൾ ആണ് യൂണിറ്റ് എങ്കിൽ പിരമിഡ് ഓഫ് എനർജി. കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണെങ്കിൽ പിരമിഡ് ഓഫ് ബയോമാസ്. ഒരു യൂണിറ്റും ഇല്ലെങ്കിലോ പിരമിഡ് ഓഫ് നമ്പർ. സംഖ്യകളുടെ യൂണിറ്റ് ജൂൾ ആണെങ്കിൽ പിരമിഡ് ഓഫ് എനർജി. കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ഡ്രൈ വെയിറ്റ് എന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിലോ അത് പിരമിഡ് ഓഫ് ബയോമാസ്. ഒരു യൂണിറ്റും എവിടെയും ഇല്ലെങ്കിൽ അത് പിരമിഡ് ഓഫ് നമ്പറാ. സെറ്റല്ലേ? എങ്കിൽ ഇതേത് പിരമിഡാ? ഇതേത് പിരമിഡാടാ? വേഗം പറഞ്ഞേ. ഇതേത് പിരമിഡാ? ഇതേത് പിരമിഡാ? സിമ്പിളാ സാർ. സംഖ്യകളുടെ യൂണിറ്റ് എന്താ? ജൂളാണ്. കണ്ടോ? ജൂളുണ്ട്. ജൂൾ ഉണ്ടെങ്കിൽ അതേതാ? പിരമിഡ് ഓഫ് എനർജിയാ. ഇതേത് ഷേപ്പാ? അപ്രൈറ്റാ. എപ്പോഴും പിരമിഡ് ഓഫ് എനർജി അപ്രൈറ്റേ വരുള്ളൂ, ഇൻവെർട്ടഡ് വരില്ല. ഓക്കെ മക്കളെ, ഇത്രയാണടാ നമ്മുടെ ചാപ്റ്റർ. ഇത്ര ഉള്ളടാ നമ്മുടെ ചാപ്റ്റർ. എന്തായാലും ഞാൻ എന്ത് ചെയ്യാം, അടുത്ത ആരാ വരുന്നത്? ബിലാൽസോ ദേവപ്രിയമാമോ? ദേവപ്രിയമാമ വരുന്നത്. ഞാൻ 36 കൊടുക്കാം കേട്ടോ. വേഗം കൊടുക്കാം. അടിച്ചു പൊളിച്ചു പഠിച്ചോ. ഈ ചാപ്റ്റർ ഞാൻ വേഗം പറഞ്ഞെന്നറിയാം. എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് മനസ്സിൽ വിചാരിക്കുന്നു. കാരണം കുറേ പഠിക്കാനില്ലേ, സുവോളജി കുറേ എടുത്ത് തരാനില്ലേ. അതുകൊണ്ടാട്ടോ. നല്ല പോലെ പഠിച്ചോ. നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസേ വരുള്ളൂ. മാം ഇപ്പം വരും. അടിച്ചു പൊളിച്ചു പഠിച്ചോ കേട്ടോ. വേഗം പഠിച്ചോ, ഉഷാറായി പഠിച്ചോ. ഒരു തിജിട്ടോ ഹൃദയത്തെ പുഴുങ്ങിക്കോ. ഇപ്പം വരും കേട്ടോ മാം. ഇപ്പം വരുവാടാ. ഹൃദയത്തെ പുഴുങ്ങിക്കോ. ഹലോ എടാ, എന്തായി? 2 ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ പക്കായിട്ടിരിക്കുകയാണോ? ഞാൻ ലേറ്റ് ആയോ? ഇല്ലല്ലോ, പക്കല്ലേ? ഓക്കെ, ഡൺ. സോ കമ്മിങ് ടു ആ ചാപ്റ്റേഴ്സ്. അഖിൽ സാർ എടുത്തിട്ട് നിർത്തിയിരിക്കുക അല്ലേ? അഖിൽ സാർ എടുത്ത് ഒരുവിധമൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് എന്റെ മക്കള്. നമ്മൾ അടുത്ത ചാപ്റ്റേഴ്സിലേക്ക് പോവാണ്. ബയോടെക്നോളജിക്കൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്, ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ ആൻഡ് ഓർഗാൻസ് ആൻഡ് പോപ്പുലേഷൻ. ഇനിയിപ്പോ പരീക്ഷ എഴുതാൻ പോകുന്ന നിങ്ങൾക്ക് പുതിയ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നല്ല, നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തൊന്ന് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി പോവുക. അത്രയും ഒരു റാപ്പിഡ് റിവിഷൻ, അത്രയും മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ കമ്മിങ് ടു അവർ റാപ്പിഡ് റിവിഷൻ. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് ആണ് ആദ്യം നോക്കാൻ പോന്നെ. നോക്കടാ. How can we make a bacterial cell competent for transformation with a recombinant DNA? ഒരു ബാക്ടീരിയൽ സെല്ലിനെ നമ്മൾ എങ്ങനെയാണ്
കോമ്പീറ്റന്റ് ആക്കുന്നത്. എങ്ങനെ കോമ്പീറ്റന്റ് ആക്കാൻ പറ്റും? ആദ്യം അവരെ ആരുമായിട്ട് ട്രീറ്റ് ചെയ്യും നമ്മള്? ഡൈവാലന്റ് കാറ്റയോൺസ് ലൈക്ക് കാൽഷ്യം പോലുള്ള ഡൈവാലന്റ് കാറ്റയോൺസുമായിട്ട് ട്രീറ്റ് ചെയ്യും. ട്രീറ്റ് ചെയ്തിട്ട് അവരെ എവിടെ എടുത്ത് വെക്കും? ഐസിൽ എടുത്ത് വെക്കും. ഐസിൽ വെച്ചതിന് ശേഷം അവരെ എവിടെ എടുത്ത് വെക്കും? ഹീറ്റ് ഷോക്കിൽ വെക്കും. അതായത് 42 ഡിഗ്രി സെൽഷ്യസിൽ. അവിടെ നിന്ന് എവിടെ എടുത്ത് വെക്കും? പിന്നെയും 0 ഡിഗ്രി സെൽഷ്യസിൽ ഐസിൽ എടുത്ത് വെക്കും. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ സെല്ല് തന്നെ സഹികെട്ട് ആ DNA ഉള്ളിലേക്ക് എടുക്കും. 2 മാർക്ക് ടിക്ക്. നെക്സ്റ്റ്, ഈക്കോ R1 എസ്ക്രീഷ്യ കോളൈ RY30 നിന്നും എക്സ്പ്ലെയിൻ ദ നെയിമിംഗ് പ്രൊസീജിയർ. ഈക്കോ R1. സോ ഈക്കോ R1ന്റെ ഇ എന്ന് പറയുന്നത്, ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതാണ് ആ എസ്ക്രീഷ്യ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ബാക്ടീരിയയിൽ നിന്നാണ് എടുത്ത് ആ ബാക്ടീരിയയുടെ ജീനസ് നെയിം. കോ എന്ന് പറയുന്നത് കോളൈ, അതായത് അത് ഏത് ബാക്ടീരിയയിൽ നിന്നാണ് എടുത്ത് ആ ബാക്ടീരിയയുടെ സ്പീഷീസ് നെയിം. അടുത്തത് ആർ എന്ന് പറയുന്നത് RY13 എന്ന് പറയുന്ന ആ ബാക്ടീരിയയുടെ സ്ട്രെയിൻ ഏതാണോ അതാണ് ആർ. 1, 2, 3 എന്ന് പറയുന്ന നമ്പർ എന്താ? അത് ഓർഡർ ഓഫ് ഇൻവെൻഷൻ, എത്രാമത്തെ പ്രാവശ്യം കണ്ടുപിടിച്ചതാണ് എന്നുള്ളത്. ക്ലിയർ? 3 മാർക്ക് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ദ ഗിവൺ ഫിഗർ ഡെപിക്ട്സ് സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ്. ഐഡന്റിഫൈ ദ ടെക്നിക്. ഇത് ഏതാടാ കാണിച്ചിട്ടുള്ളത്? ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്ത് DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. ജെല്ലിനകത്ത് വെച്ച് നടക്കുന്നു. അത് കാരണം ഇതിനെ ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് വിളിക്കും. ഓക്കെ, നെക്സ്റ്റ്, ഹൗ ക്യാൻ വി വിഷ്വലൈസ് ദ സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെന്റ്സ് ഇൻ ദിസ് ടെക്നിക്? സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെന്റ്സിനെ ഈ ടെക്നിക് വഴി നമ്മൾ എങ്ങനെയാ സെപ്പറേറ്റ് ചെയ്യുന്നത്? നമ്മൾ ആദ്യം എത്തിഡിയം ബ്രോമൈഡ് ഒഴിക്കും. എത്തിഡിയം ബ്രോമൈഡ് എന്ന് പറയുന്ന ഡൈ ഒഴിക്കും. ഈ എത്തിഡിയം ബ്രോമൈഡിലേക്ക് നമ്മൾ UV ലൈറ്റ് അടിച്ചു കൊടുക്കും. അപ്പൊ നമ്മളുടെ DNA ഫ്രാഗ്മെന്റ്സ് ഏത് കളറിൽ കാണും? DNA ഫ്രാഗ്മെന്റ്സ് ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ കാണും. അങ്ങനെയാണ് നമ്മൾ അവരെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, വിഷ്വലൈസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേര് എല്യൂഷൻ. പക്ക. In our DNA technology, amplification is done by PCR. Expand PCR. PCR ന്റെ full form polymerase chain reaction. Polymerase chain reaction. Second one, B. Option B. What is the main steps involved in PCR? PCR ലെ സ്റ്റെപ്സ് ഏതാ? 3 സ്റ്റെപ്പ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് ആണ് ഡീനാച്ചുറേഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പ് പ്രൈമർ അനീലിംഗ്. അല്ലെ, പ്രൈമർ അനീലിംഗ്. ഈ ക്വസ്റ്റൻ ഒക്കെ ഞാൻ ചെയ്യിപ്പിച്ച് നിങ്ങൾക്ക് കാണാൻ പാടമായിട്ടുണ്ടാവും അല്ലെ? യെസ്, ആ സ്പീഡിൽ തന്നെ എഴുതി വെക്കണം കേട്ടോ. മൂന്നാമത്തെ സ്റ്റെപ്പ് ആണ് പ്രൈമർ എക്സ്റ്റൻഷൻ. കഴിഞ്ഞു. മൂന്നാമത്തത് നെയിം ദ DNA പോളിമറേസ്. ഇവർ യൂസ് ചെയ്യുന്ന DNA പോളിമറേസിന്റെ പേരാണ് ടാക് പോളിമറേസ്. ടാക് പോളിമറേസ് ഏത് എൻസൈം, ഏത് ബാക്ടീരിയയിൽ നിന്ന് എടുക്കുന്നതാണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എഴുതണം തെർമസ് അക്വാറ്റിക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്ന് എടുക്കുന്നതാ. ഓക്കെ, നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. കറക്റ്റ്ലി മാച്ച്ഡ് പെയർ ഏതാ? ജെൽ ഇലക്ട്രോഫോറസിസ് ബയോളജിക്കൽ പ്രോഡക്റ്റിന് വേണ്ടിയല്ല, തെറ്റ്. ബയോ റിയാക്ടർ സെപ്പറേഷന് വേണ്ടിയിട്ടല്ല, തെറ്റ്. PCR ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള. സോ സി ആണ് നമ്മുടെ ആൻസർ. പല സ്റ്റെപ്പുകൾ തന്നിട്ടുണ്ട്, ഓർഡറിൽ എഴുതണം. ആദ്യം എന്താ നമ്മൾ ചെയ്യുക? ഐസൊലേഷൻ ഓഫ് DNA 1. സോ സി ആണ് ആദ്യം. അതിനുശേഷം നമ്മൾ ഫ്രാഗ്മെന്റേഷൻ നടത്തും. ദാണ്ട് 2. E ആണ് രണ്ടാമത്തത്. അതിനുശേഷം ഡിസൈർഡ് ഫ്രാഗ്മെന്റിനെ ഐസൊലേറ്റ് ചെയ്യും. ദാണ്ട് ഐസൊലേഷൻ ഓഫ് ഡിസൈർഡ് ഫ്രാഗ്മെന്റ്. F ആണ് മൂന്നാമത്തത്. അതിനുശേഷം നമ്മൾ ഡിസൈർഡ് ഫ്രാഗ്മെന്റിനെ ലൈഗേറ്റ് ചെയ്യും വെക്ടറിലേക്ക്. അതാണ് നാലാമത്തത്. A ആണ് നാലാമത്തത്. അതിനുശേഷം ഹോസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. D ആണ് അഞ്ചാമത്തത്. ഫൈനലി അതിനെ നമ്മൾ കൾച്ചർ ചെയ്യും. B ആണ് ആറാമത്തത്. ഇതാണ് ഓർഡർ. നിങ്ങൾ ഓർഡറിൽ CB, CEF, ADB എന്ന് എഴുതി വെക്കരുത് എക്സാമിന്. എന്താ ചെയ്യണ്ടേ? ഓർഡറിൽ ഓരോ സ്റ്റെപ്പും എടുത്ത് എഴുതണം. ഓക്കെ, കഴിഞ്ഞു. ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രം പെട്ടെന്നൊന്ന് ആലോചിച്ചിട്ട് പോവുക. Okay, next, biotechnology and its applications. Biotechnological applications. What is the mechanism
of insect resistance in BT cotton. BT cottonലെ insect resistance അവർക്ക് എങ്ങനെയാ കിട്ടുന്നത്? എങ്ങനെയാ കിട്ടുക? അവരെ കയ്യില് BT ജീൻ ഉണ്ട്. BT ജീൻ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? BT ടോക്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ BT ടോക്സിൻ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ടോക്സിൻ ആണോ ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്ന ടോക്സിൻ ആണോ? ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്ന ടോക്സിനാ. സോ ഇൻസെക്റ്റിനെ എടുക്കുമ്പോ ഇൻസെക്റ്റിന്റെ ഗട്ടിലെ pH എങ്ങനാ? ആൽക്കലൈൻ pH ആണ് അവരുടെ ഗട്ടിലെ pH. ഈ ആൽക്കലൈൻ pHൽ വെച്ചിട്ട് ടോക്സിൻ എന്തായി മാറും? ആക്ടിവേറ്റഡ് ആവും. ടോക്സിൻ ആക്ടിവേറ്റഡ് ആവും. ആക്ടിവേറ്റഡ് ടോക്സിൻ എന്ത് ചെയ്യും? സെൽസില് പോർസ് ഉണ്ടാക്കും, സെൽസിന്റെ സ്വെല്ലിംഗ് ഉണ്ടാക്കും, അതിന്റെ ലൈസിസ് ഉണ്ടാക്കും. അങ്ങനെ ആ ഇൻസെക്റ്റിന് ഡെത്ത് സംഭവിക്കും. ഇതാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ ഇൻ BT കോട്ടൺ. ഈ കംപ്ലീറ്റ് സാധനങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതി വെക്കണം. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആകട്ടോ. നെക്സ്റ്റ്, എക്സ്പാൻഡ് എലൈസ. എലൈസയുടെ ഫുൾ ഫോം എന്താടാ? എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് assay. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് assay. പ്രിൻസിപ്പിൾ എന്താ? എലൈസയുടെ പ്രിൻസിപ്പിൾ രണ്ടുപേര് തമ്മിലുള്ള ഇന്ററാക്ഷൻ. ആരൊക്കെ തമ്മിലാ? ആന്റിജനും ആന്റിബോഡിയും തമ്മിലുള്ള ഇന്ററാക്ഷൻ. ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ ആണ് അവരുടെ പ്രിൻസിപ്പിൾ. നെക്സ്റ്റ്, റൈറ്റ് 3 യൂസസ് ഓഫ് ട്രാൻസ്ജെനിക് ആനിമൽസ്. ട്രാൻസ്ജെനിക് ആനിമൽസിന്റെ 3 യൂസസ് എഴുതാൻ. 1, ദേ ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ സ്റ്റഡി ഓഫ് ഡിസീസസ്. അസുഖത്തെ കുറിച്ച് പഠിക്കാൻ ഇവരെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ബയോളജിക്കൽ പ്രോഡക്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ട്രാൻസ്ജെനിക് ആനിമൽസിനെ യൂസ് ചെയ്യാം. വാക്സിൻ സേഫ്റ്റി ടെസ്റ്റിങ്ങിന് വേണ്ടിയും ഈ ട്രാൻസ്ജെനിക് ആനിമൽസിനെ യൂസ് ചെയ്യാം. ഏതെങ്കിലും 3 എഴുതി വെക്കടാ. നെക്സ്റ്റ്, ഒരു പടം തന്നിട്ടുണ്ട്. പ്രോ ഇൻസുലിന്റെയും മെച്ചുർ ഇൻസുലിന്റെയും പടം തന്നിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് പ്രോ ഇൻസുലിൻ. പ്രോ ഇൻസുലിന്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. സോ പ്രോ ഇൻസുലിൻ എന്ന് പറയുമ്പോ അതിന് എത്ര പെപ്റ്റൈഡ്സ് ഉണ്ടടാ? അതിന് 3 പെപ്റ്റൈഡ്സ് ഉണ്ട്. ഏതൊക്കെയാ 3 പെപ്റ്റൈഡ്? എ പെപ്റ്റൈഡും ബി പെപ്റ്റൈഡും സി പെപ്റ്റൈഡും 3 പെപ്റ്റൈഡ് ഉണ്ട്. സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്തു. What are the changes that occur in pro-insulin when it become mature insulin? So, mature insulin എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ആക്ട് ചെയ്യുന്ന mature insulin, ആക്റ്റീവ് ഇൻസുലിൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര പെപ്റ്റൈഡേ ഉള്ളൂ? 2 പെപ്റ്റൈഡ് മാത്രമേ ഉള്ളൂ. ഏതൊക്കെ? എ പെപ്റ്റൈഡും ബി പെപ്റ്റൈഡും. പിന്നെ അതിനെ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി കുറെ ഡൈസൾഫൈഡ് ബോണ്ടുകളും ഉണ്ട്. ഇത്രയുമാണ് മെച്ചുർ ഇൻസുലിൻ ഉള്ളത്. സോ ഒരു പ്രോ ഇൻസുലിൻ മെച്ചുർ ഇൻസുലിൻ ആവുന്ന സമയത്ത് അതിന് എന്തൊക്കെ കാര്യങ്ങളാ സംഭവിക്കുക? ഇറ്റ് കോസസ് എന്താ? സെപ്പറേഷൻ ഓഫ് അല്ലെങ്കിൽ റിമൂവൽ ഓഫ് സി പെപ്റ്റൈഡ്. മെച്ചുർ ഇൻസുലിൻ നിന്നും സി പെപ്റ്റൈഡിനെ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ഡസ് BT സ്റ്റാൻഡ് ഫോർ ഇൻ BT കോട്ടൺ? BT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോടെക്നോളജി അല്ല, അത് ബാസിലസ് തുറിഞ്ചിയൻസിസ് ആണ്. ബാസിലസ് തുറിഞ്ചിയൻസിസ് ബാക്ടീരിയയുടെ പേരാ. നെക്സ്റ്റ്, which of the following is a curative method for ADA deficiency? ADA deficiencyക്ക് എന്തൊക്കെ ക്യൂറേറ്റീവ് മെത്തേഡ്സ് ഉണ്ട്? ADA deficiencyക്ക് ഒന്നെങ്കിൽ നമുക്ക് എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി ചെയ്യാം. എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാം. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ജീൻ തെറാപ്പി ചെയ്യാം. ജീൻ തെറാപ്പി ചെയ്യാം. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ചെയ്താൽ മതി. ഇവിടെ ഏതുണ്ട്? ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ട്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ആൻസർ. ആൽഫ 1 ആന്റി ട്രിപ്സിൻ എന്ന് പറയുന്ന ആളെ ഉപയോഗിച്ച് ഏത് ഡിസീസിനെ ട്രീറ്റ് ചെയ്യാം? നമുക്ക് എംഫിസിമ എന്ന് പറയുന്ന ഡിസീസിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, BT കോട്ടനകത്ത് ക്രൈ ജീൻസ് ഉണ്ട്. ഏത് ബാക്ടീരിയത്തിൽ നിന്നാണ് അത് വന്നത്? നമ്മളുടെ ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നാണ് BT നമ്മളുടെ
BT കോട്ടന്റെ ക്രൈ ജീൻസ് വന്നത്. എക്സാമ്പിൾസ് പറയാൻ പറഞ്ഞാൽ ക്രൈ 1AB ഉണ്ട്, ക്രൈ 2AB ഉണ്ട്, ക്രൈ 1AC ഉണ്ട്. അതില് ക്രൈ 1AB എന്ന് പറയുന്നത് കോൺ ബോററിനെ കൊല്ലുന്ന ജീനും ബാക്കി രണ്ടും കോട്ടൺ ബോൾ വേംസിനെ കൊല്ലുന്ന ജീൻസുമാണ്. ഓക്കെ ഓക്കെ, ഓർമ്മയുണ്ടല്ലോ ആ ജീന്റെ പേരുകളും ഏതിനെയാണ് കൊല്ലുന്നതെന്നുള്ള ആലോചിച്ചിരിക്കുന്നത് ചോദിക്കും. നെക്സ്റ്റ് ലാസ്റ്റ് ചാപ്റ്റർ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ. ഇവിടെ കുറെ പോപ്പുലേഷനും ഇന്ററാക്ഷൻസും ആണ് നമുക്കുള്ളത്. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് NT+1 ഇക്വേഷൻ NT+B+I - D+E. ഇവിടെ D എന്താണ് E എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. D എന്താ, എത്ര പേര് മരിച്ചു, ഡെത്ത് ആണ് പറയുന്നത്. സോ മോർട്ടാലിറ്റി ആണ് D. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് പുറത്തേക്ക് സ്ഥലത്തേക്ക് പോയി, അതാണ് എമിഗ്രേഷൻ എന്ന് പറയുന്നതാണ് E. സോ A പാർട്ട് കഴിഞ്ഞു. B പാർട്ടിൽ എന്താ പറയുന്നത്, റൈറ്റ് 2 factors which increase the population density. പോപ്പുലേഷൻ ഡെൻസിറ്റി കൂട്ടുന്ന 2 പേരാ നേറ്റാലിറ്റി എന്ന് പറയുന്ന ബിയും അതുപോലെ ഇമിഗ്രേഷൻ എന്ന് പറയുന്ന ഐയും. ഓക്കെ, ഇവർ രണ്ടുപേരുമാണ് കൂട്ടുന്ന ആൾക്കാർ. നെക്സ്റ്റ് ഈ ഫിഗർ നോക്കുക. 2 പോപ്പുലേഷൻ ഗ്രോത്ത് കർവ്സ് തന്നിട്ടുണ്ട്. ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യുക. എ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മുകളിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന ഗ്രാഫാ. സോ എ എന്ന് പറയുന്ന ഗ്രാഫ് എന്താ, യെസ് അത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവ് ആണ്. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവ് ആണ്. ബി എന്ന് പറയുന്നത് എങ്ങനെയാ, ഇങ്ങനെ മേളിലേക്ക് കയറി വന്ന് എന്നിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നു. സോ ബി എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാ, ബി എന്ന് പറയുന്നത് അത് ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് ആണ്. സോ എയും ബിയും എഴുതി. വാട്ട് ഡസ് കെ ആൻഡ് ആർ സ്റ്റാൻഡ്സ് ഫോർ? കെ എന്ന് പറഞ്ഞാൽ എന്താടാ, കെ ആണ് നമ്മളുടെ ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. നെക്സ്റ്റ് fill in the blanks, fill in the columns. കമൻസാലിസം ഒരു കോളത്തിൽ എഴുതുക. അതാ ഇന്ററാക്ഷനിൽ ഞാൻ കമൻസാലിസം എഴുതി. മ്യൂച്വലിസം അടുത്ത കോളത്തിൽ എഴുതി. മ്യൂച്വലിസം അടുത്ത കോളത്തിൽ എഴുതി. പാരസൈറ്റിസം അടുത്തടുത്ത് എഴുതാം. പാരസൈറ്റിസം അടുത്തടുത്ത് എഴുതി. എക്സാമ്പിൾസ് കസ്ക്യൂട്ട എന്തിന് എക്സാമ്പിളാ, പാരസൈറ്റിന് എക്സാമ്പിളാ. സോ കസ്ക്യൂട്ട അവിടെ എഴുതി. ലൈക്കൻ എന്തിന് എക്സാമ്പിളാ, മ്യൂച്വലിസത്തിന് എക്സാമ്പിളാ. ലൈക്കൻ അവിടെ എഴുതി. എപ്പിഫൈറ്റിക് ഓർക്കിഡ് അത് കമൻസാലിസം ആണ്. എപ്പിഫൈറ്റിക് ഓർക്കിഡ് എന്ന് പറയുന്നത്. സോ ഇനി ആ പ്ലസ് മൈനസും കൂട്ടണം. കമൻസാലിസം ഒരാൾക്ക് പ്ലസ് ഒരാൾക്ക് 0. മ്യൂച്വലിസം 2 പേർക്കും പ്ലസ്. പാരസൈറ്റിസം ഒരാൾക്ക് മൈനസ് ഒരാൾക്ക് പ്ലസ്. കഴിഞ്ഞു, 3 മാർക്കാണേ. നെക്സ്റ്റ് ഏതൊക്കെയാണ് ആ ഇന്ററാക്ഷൻ എന്നുള്ള പറഞ്ഞാൽ മതി. പ്ലസ് മൈനസ് പാരസൈറ്റിസം ആണ്. സോ മൈനസിന്റെ പേരെന്താടാ, മൈനസ് ആണ് കോമ്പറ്റീഷൻ. പ്ലസിന്റെ പേരാണ് മ്യൂച്വലിസം. പ്ലസ് 0യുടെ പേരാണ് കമൻസാലിസം. -0യുടെ പേരാണ് അമൻസാലിസം. 2 മാർക്ക് വെസ്റ്റാ, ജസ്റ്റ് പേരുകൾ മാത്രം എഴുതിയാൽ മതി. നെക്സ്റ്റ് ലൈക്കൻസ് മ്യൂച്വലിസം ആണെങ്കിൽ ഓർക്കിഡ് വളരുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് കമൻസാലിസം. കാരണം ഓർക്കിഡിന് ഗുണമുണ്ട്, മരത്തിന് മാവിന് ഒരു ഗുണവും ഇല്ല, ദോഷവും ഇല്ല. നെക്സ്റ്റ് ഒരു ഇതാണ് മാച്ച് ദ ഫോളോയിങ്. മ്യൂച്വലിസത്തിന് എക്സാമ്പിൾ ദാണ്ട മൈക്കോറൈസ ഉണ്ടടാ. മൈക്കോറൈസ മ്യൂച്വലിസത്തിന് എക്സാമ്പിൾ. പ്രിഡേഷൻ എക്സാമ്പിൾ ആരാ, ഓർക്കിഡ് വരില്ല. ഗോസസ് എക്സ്ക്ലൂഷൻ വരില്ല. ബയോളജിക്കൽ കൺട്രോൾ പ്രിഡേഷൻ എക്സാമ്പിൾ ആണ്, ബയോളജിക്കൽ കൺട്രോൾ. കമൻസാലിസത്തിന് എക്സാമ്പിൾ ആണ് നമ്മളെ ഓർക്കിഡ് കമൻസാലിസത്തിന് എക്സാമ്പിൾ. കോമ്പറ്റീഷൻ എക്സാമ്പിൾ ആണ് ഗോസസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഗോസിന്റെ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ കോമ്പറ്റീഷൻ എക്സാമ്പിൾ. നെക്സ്റ്റ് a population has certain attributes. What are they? പോപ്പുലേഷന്റെ attributes ഏതൊക്കെയാ? 1 സെക്സ് റേഷ്യോ, രണ്ടാമത്തത് ബർത്ത് റേറ്റ്, മൂന്നാമത്തത് ഡെത്ത് റേറ്റ്. ഇത് 3ഉമാണ് പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ്. സെക്സ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽസ് ടു മെയിൽസ് റേഷ്യോ. ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ അവിടെ എത്ര ഡെത്ത് നടന്നു.
ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ അവിടെ എത്ര ബർത്ത് നടന്നു എന്നുള്ളത്. നെക്സ്റ്റ്, ഓർക്കിഡ് ഓഫ്രിസും ബീസും തമ്മിലുള്ള ഇന്ററാക്ഷന്റെ പേരാണ് മ്യൂച്വലിസം. കാറ്റിലും കാറ്റിൽ എർഗറ്റുമായിട്ടുള്ള ഇന്ററാക്ഷന്റെ പേരാണ് കമൻസാലിസം അല്ലെ. ഇവിടെ ഓർക്കിഡിനും പ്ലസ് ബീസിനും പ്ലസ്. ഇവിടെ കാറ്റിലിന് 0, എർഗറ്റിന് പ്ലസ്. സീ അനിമോണും ക്ലൗൺ ഫിഷ്, സീ അനിമോണിന് 0, ക്ലൗൺ ഫിഷിന് പ്ലസ്. സോ അതും കമൻസാലിസം ആണ്. അടുത്ത ടിക്സും ഡോഗ്സും, ടിക്സിന് പ്ലസും ഡോഗ്സിന് മൈനസും. അതേതാ? പാരസൈറ്റിസം ആണ്. കസ്ക്യൂട്ടയ്ക്ക് പ്ലസും ഹെഡ്ജ് പ്ലാന്റിന് മൈനസും. അതും എന്താ? പാരസൈറ്റിസം ആണ്. ടൈഗറും ഡിയറും, ടൈഗറിന് പ്ലസ് ഡിയറിന് മൈനസ്. അതെന്താ? പ്രിഡേഷൻ ആണ്. സോ അത് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ്, ദ പോപ്പുലേഷൻ ഇന്ററാക്ഷൻ ഇൻ വിച്ച് വൺ സ്പീഷീസ് ഇസ് ഹാംഡ്. ഒരാൾക്ക് മൈനസ്, അതർ ഇസ് അൺഅഫക്റ്റഡ് 0. -0 ഇന്ററാക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് അമൻസാലിസം. ഓക്കെ, അമൻസാലിസം. നെക്സ്റ്റ്, കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ അത് തന്നെ. ഡൺ, ക്ലിയർ. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ചാപ്റ്റർ. നന്നായിട്ട് എഴുതുക, ടെൻഷൻ ഒന്നും വേണ്ട. നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് ആ കിടക്കുന്നത്. ടെൻഷൻ ആക്കി കോളവാക്കാതിരുന്നാൽ മതി. ബാക്കി എല്ലാം നമുക്ക് എളുപ്പമുള്ള സാധനമായിരിക്കും. ടെൻഷൻ ഒന്നും അടിക്കണ്ട. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതി പോവുക. കൺഫ്യൂഷൻ ഉള്ളത് ലാസ്റ്റിലേക്ക് വെക്കുക. എന്നിട്ട് സമയം ഇരുത്തി ആലോചിച്ച് എഴുതുക. ഓക്കെ, സമയമില്ല, ബിലാൽക്ക് കയറാറായി. ബിലാൽക്ക് ഇപ്പൊ എത്തിട്ടോ, ബിലാൽക്ക് ദാ എത്തി. ഓക്കെടാ, നന്നായിട്ട് എഴുതിട്ടോ. ഒക്കെ സെറ്റ് അല്ലേ? നേരെ അങ്ങ് എടുത്താ പോരെ? 1019 ആൾക്കാരുണ്ടല്ലോ. ഹായ്, ഹലോ. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഹായ് ഗായ്സ്, ഹലോ. ഗുഡ് മോർണിംഗ്. ഐ ആം ഓൺ ടൈം. ഹായ്. ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങൾ ബോട്ടണിയൊക്കെ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടാവും. മക്കളെ, നമ്മൾ സോളജിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ അങ്ങ് ചെയ്തിട്ട് അവസാനിപ്പിക്കുക അല്ലേ? നിങ്ങൾക്ക് ഒരുപാട് അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. പക്ഷേ സോളജിയിൽ നമ്മൾ ഞാൻ പ്രധാനമായിട്ടും നമ്മുടെ ജെനറ്റിക്സിലെ 2 ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബാക്കി കുറേ കാര്യങ്ങൾ നമ്മൾ ഇന്നലെ പകലും ഇന്നലെ രാത്രിയൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? സോ ലുക്ക്, ആദ്യം നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം.
സാറിൻ്റെ സൗണ്ട് ഓക്കെ ആയില്ലേ? സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നില്ലേ? ഓക്കെ ആയിട്ടുണ്ട് തോന്നുന്നുണ്ടോ? സൗണ്ട് വേറെ ഏതൊരു സൗണ്ടായി മാറിയിട്ടുണ്ട്. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, കം ഹിയർ. ക്യാരക്ടേഴ്സ് ഓഫ് certain ജെനറ്റിക് ഡിസോർഡേഴ്സ് ആർ ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദ ഗിവൺ ഡിസോർഡർ. കുറേ ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഡിസോർഡർ ഏതാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഒന്നാമത്തത് നോക്ക്, സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ദാറ്റ് അഫക്റ്റ് ദ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. വേഗം പറഞ്ഞു. ബ്ലഡ് ക്ലോട്ടിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന സെക്സ് ലിങ്ക്ഡ്. വെരി ഗുഡ്. ഹീമോഫീലിയയാണ് അല്ലേ? ഹീമോഫീലിയയാണ്. ഗ്രേറ്റ്. അടുത്ത് നോക്ക്, ദ ഡിസോർഡർ കോസ്ഡ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ വാലിൻ അറ്റ് ദ 6th പൊസിഷൻ ഓഫ് ബീറ്റാ ഗ്ലോബിൻ ചെയിൻ. ഏതാ മക്കളെ? 6th പൊസിഷൻ ഓഫ് ബീറ്റാ ഗ്ലോബിൻ ചെയിനിൽ നോക്കടാ, ഗ്ലൂട്ടാമിക് ആസിഡ് മാറിയിട്ട് പകരം വാലിൻ വരുന്ന അവസ്ഥ ഏതാ? വെരി ഗുഡ്. സിക്കിൾ സെൽ അനീമിയ. റൈറ്റ്. അടുത്തത്, ദ ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു സാധനമാണ്. ഏതാടാ? ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം എന്നറിയപ്പെടുന്ന ഡിസീസ് ഏതാ? വിച്ച് വൺ ഈസ് നോൺ എസ് ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം? നോക്കൂ, ദ ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം ആൻഡ് അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ലാക്സ് ആൻ എൻസൈം ദാറ്റ് കൺവേർട്ട് ഫീനൈൽ അലാനിൻ ടു തൈറോസിൻ. ഏതാ? വെരി ഗുഡ്. ഫീനൈൽ കീറ്റോൺയൂറിയയാണ്. നോക്ക്, ഈ ഡിസീസിന് ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം എന്ന് കേട്ടാൽ നിങ്ങൾ ഉറപ്പിച്ചു ഏതാ ഡിസീസ്? ഫീനൈൽ കീറ്റോൺയൂറിയ. ഇവിടുത്തെ പ്രശ്നം എന്തായിരുന്നു കുട്ടികളെ? നമ്മുടെ ബോഡിയിൽ ഫിനൈൽ അലാനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ഉണ്ട്. ഈ അമിനോ ആസിഡ് തൈറോസിനാക്കിയിട്ട്, ഈ അമിനോ ആസിഡിനെ തൈറോസിനാക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈം ഉണ്ട്. ആ എൻസൈമിൻ്റെ പേരെന്താ? അതും ചിലപ്പോൾ ചോദിക്കൂട്ടാ. ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് അല്ലേ? ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്. ഈ എൻസൈമിൻ്റെ ഡെഫിഷ്യൻസി കാരണം PKU. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. ഈ എൻസൈമിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? ഫിനൈൽ കീറ്റോൺയൂറിയ PKU ഉണ്ടാകുന്നത്. ഗ്രേറ്റ്. അടുത്തത്, കൺസിഡർ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ഹീമോഫീലിയ ഡിസോർഡർ. ഹീമോഫീലിയയെ കുറിച്ച് 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് എൻ ഓട്ടോസോം ലിങ്ക്ഡ് ഡോമിനൻ്റ് ഡിസീസ്. ഇത് തെറ്റല്ലേ? എന്താ? ഇറ്റ് ഈസ് എൻ എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കടാ, ദ ഹെറ്റിറോസൈഗസ് ഫീമെയിൽ, അതായത് കാരിയർ ഫീമെയിൽ. എന്താ ഹെറ്റിറോസൈഗസ് എന്ന് പറഞ്ഞാൽ? ഇത് നോക്ക്, ഇത് നോർമൽ ഫീമെയിൽ ആണ് അല്ലേ? എക്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇവർ ഹോമോസൈഗസ് ആണ്, പക്ഷെ നോർമലാണ്. ഇതോ, ഇത് ഡിസീസ് ഉള്ള ഫീമെയിലാണ്, ഇവർ ഹോമോസൈഗസ് ആണ്. കാരിയർ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ X X അല്ലേ? അപ്പോൾ ഇവരെ നമുക്ക് കാരിയർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവരെ ഹെറ്റിറോസൈഗസ് എന്ന് വിളിച്ചൂടെ? കാരണം ഇവർ ഹോമോസൈഗസ് അല്ല, ഹെറ്റിറോസൈഗസ് ആണ്. ദേ മേ ട്രാൻസ്മിറ്റ് ദ ഡിസീസ് ടു സൺ. ഇത് ശരിയാണോ മക്കളെ? ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ? ഈ രണ്ടാമത്തെ വെരി ഗുഡ്. ഇതൊരു ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ആണ്. നമുക്ക് എപ്പോഴും ഹീമോഫീലിയ കിട്ടില്ല. എങ്ങനെയാണെന്നറിയോ? ഇൻ കേസ് നമ്മുടെ അമ്മ കാരിയർ ആണെങ്കിൽ നമുക്ക് രോഗം കിട്ടുക. സാധാരണ അങ്ങനെ ഉണ്ടാവുക. കാരിയർ ആയിട്ടുള്ള മദറും നോർമൽ ഫാദറും കൂടെ, നോർമൽ ഫാദറിൻ്റെ ജീനോടൈപ്പ് എന്താ? XY ഉള്ള ഫാദറും അതുപോലെ തന്നെ XH ഉള്ള മദറും കൂടെ കല്യാണം കഴിക്കുമ്പോഴാണ് നമുക്ക് ഈ രോഗം സാധാരണ കിട്ടുക അല്ലേ? വെരി ഗുഡ്. അടുത്തത്, if a father with O group and mother is with B group, write the possible blood group of their children. ഫാദർ എയും അമ്മ ബിയും ആണെങ്കിൽ ഫാദർ O ഗ്രൂപ്പും അമ്മ ബിയും ആണെങ്കിൽ കുട്ടികളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതൊക്കെയാണ്? ഫാദർ O എന്ന് പറഞ്ഞാൽ സ്മോൾ ഐ, അമ്മ ബി ആണെങ്കിൽ നിങ്ങൾ IB സ്മോൾ ഐ എന്ന് എടുത്താൽ മതി അല്ലേ? അപ്പോൾ ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പുള്ള കുട്ടികൾ ഉണ്ടാവാം? ഇവിടുന്ന് നോക്ക്, ഈ ഒരൊറ്റ ടൈപ്പ് ഗാമീറ്റ് അല്ലേ രൂപപ്പെടുള്ളൂ, സ്മോൾ ഐ മാത്രമുള്ളത്. ഇവിടെ നിന്നോ, ഇവിടെ നിന്ന് എൻ്റെ കുട്ടിക്ക് 2 ടൈപ്പ് ഗാമീറ്റ് കിട്ടും. IB ഉള്ള ഗാമീറ്റുകളും കിട്ടും, സ്മോൾ ഐ ഉള്ള ഗാമീറ്റും കിട്ടും അല്ലേ? അപ്പോൾ ഇതും കൂടെ ഫ്യൂസ് ചെയ്താൽ കുട്ടികൾ IB സ്മോൾ ഐ ആയിരിക്കും. ദാറ്റ് ഈസ് B ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. ഇതുകൂടെ ഫ്യൂസ് ചെയ്താൽ കുട്ടികൾ O ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. ശരിയാണോ? വെരി ഗുഡ് വെരി ഗുഡ്. B ബ്ലഡ് ഗ്രൂപ്പും O ബ്ലഡ് ഗ്രൂപ്പും അല്ലേ? B ബ്ലഡ് ഗ്രൂപ്പും O ബ്ലഡ് ഗ്രൂപ്പും ഇത് രണ്ടുമാണ് പോസിബിൾ ബ്ലഡ് ഗ്രൂപ്പ്സ്. ഗ്രേറ്റ്. അടുത്തത്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഡീവിയേഷൻ ഫ്രം മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് അല്ലേ? മെൻഡലിൻ്റെ കോൺസെപ്റ്റിൽ നിന്നുള്ളൊരു ഡീവിയേഷൻ ആയിരുന്നു ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അതിൻ്റെ കൂടെ തന്നെ കോഡോമിനൻസ് ഒക്കെ ഒരു ഡീവിയേഷൻ ആയിരുന്നു. സോ ഇല്ലസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ. നമ്മൾ ആദ്യം പഠിച്ചുകൊണ്ട് മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിൽ നിന്നുള്ള ഡീവിയേഷൻസിൻ്റെ ഒരു 3 ഉദാഹരണങ്ങൾ പറഞ്ഞേ. ഒന്ന് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, ഓൾറെഡി പറഞ്ഞു. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് മെൻഡലിൻ്റെ കോൺസെപ്റ്റിൽ നിന്നുള്ള ഡീവിയേഷൻ ആണ്. 2 കോഡോമിനൻസ് അല്ലേ? കോഡോമിനൻസ് മറ്റൊരു ഡീവിയേഷൻ ആണ്. ഇനി വേറെ ഏതെങ്കിലും പറയാൻ പറ്റുമോ? പ്ലിയോട്രോപ്പി പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ?
പ്ലിയോട്രോപ്പി മറ്റൊരു ഡീവിയേഷൻ ആണ്. ചിലപ്പോൾ ഈ ഡീവിയേഷൻസ് ഏതൊക്കെയും ചോദിച്ചേക്കാം. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചാൽ ഇല്ലസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ വെച്ച് നമ്മളോട് ഇല്ലസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം എക്സാമ്പിൾ ഇവിടെ ഫ്ലവർ കളർ അല്ലേ, ഫ്ലവർ കളർ ഇൻ സ്നാപ്പ് ഡ്രാഗൺ അല്ലേ, സ്നാപ്പ് ഡ്രാഗൺ അല്ലെങ്കിൽ ആൻറ്റി റൈനം അല്ലേ, ആൻറ്റി റൈനം സ്പീഷീസിലാണ് നമുക്കിത് കാണാൻ പറ്റുക. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ് ഇവിടെ നമ്മൾ ആരെയാണ് ക്രോസ് ചെയ്യുന്ന കുട്ടികളെ, ട്രൂ ബ്രീഡിങ് റെഡ് ഫ്ലവേർഡ് പ്ലാന്റ്, ട്രൂ ബ്രീഡിങ് റെഡ് പ്ലാന്റും ട്രൂ ബ്രീഡിങ് വൈറ്റ് ഫ്ലവേർഡ് പ്ലാന്റും കൂടെ ക്രോസ് ചെയ്യുക. അപ്പോൾ ക്യാപിറ്റൽ ആർ ഇവിടെ സ്മോൾ ആർ. എടാ മക്കളെ, ഇവിടെ നിന്ന് എത്ര ടൈപ്പ് ഗ്യാമീറ്റ് ഉണ്ടാവുള്ളൂ? ഒരൊറ്റ ടൈപ്പ്, ക്യാപിറ്റൽ ആറുള്ള ഗ്യാമീറ്റ് മാത്രം. ഇവിടെ നിന്നോ സ്മോൾ ആറുള്ള ഗ്യാമീറ്റ് മാത്രം. ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ F1 ജനറേഷൻ കിട്ടും അല്ലേ. ഇതായിരുന്നു നിങ്ങളുടെ പാരൻ്റൽ ജനറേഷൻ. ഇവർ തമ്മിൽ ക്രോസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? F1 ജനറേഷൻ, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇയാൾ എന്തായിരിക്കും ഇവിടെ? പിങ്ക് ഫ്ലവേർഡ് പ്ലാന്റ് ആയിരിക്കും. ആൻഡ് ദിസ് ഈസ് യുവർ F1 ജനറേഷൻ. അടുത്ത സ്റ്റെപ്പ് എന്താ മക്കളെ? F1 സെൽഫിങ് അല്ലേ. അടുത്ത സ്റ്റെപ്പ് എന്താ? F1 സെൽഫിങ് ആണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് F1 സെൽഫിങ് ചെയ്ത് നോക്കിയാലോ. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ആർ സ്മോൾ ആറിനെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ കൊണ്ട് തന്നെ നമ്മൾ ക്രോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ രണ്ട് ടൈപ്പ് ഗ്യാമീറ്റ് കിട്ടും, ക്യാപിറ്റൽ ആർ ഉള്ളത് സ്മോൾ ആർ ഉള്ളത്. ഇവിടെയും ക്യാപിറ്റൽ ആർ ഉള്ളത് സ്മോൾ ആർ ഉള്ളത്. ഇതൂടെ ഫ്യൂസ് ചെയ്താൽ ക്യാപിറ്റൽ ആർ റെഡ് ഫ്ലവേർഡ് പ്ലാന്റ് കിട്ടും. ഇതൂടെ ഫ്യൂസ് ചെയ്താൽ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ പിങ്ക് ഫ്ലവേർഡ് പ്ലാന്റ് കിട്ടും. ഇതൂടെ ഫ്യൂസ് ചെയ്താൽ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ പിങ്ക് പ്ലാന്റ് കിട്ടും. ഇതൂടെ ഫ്യൂസ് ചെയ്താൽ സ്മോൾ ആർ വൈറ്റ് ഫ്ലവേർഡ് പ്ലാന്റ് കിട്ടും അല്ലേ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ? F2വിലെ ജീനോടൈപ്പിക് റേഷ്യോയും അതുപോലെ തന്നെ ഫീനോടൈപ്പിക് റേഷ്യോയും രണ്ടും സെയിം ആയിരിക്കും. രണ്ടും എത്രയാ? 1:2:1 അല്ലേ. നോക്കൂ, കാരണം എന്താ? ഇയാൾ റെഡാണ്, ഇവർ രണ്ടുപേരും പിങ്ക് ആണ്, ഇത് വൈറ്റ് ആണ്. സോ F2വിലെ ഫീനോടൈപ്പിക് റേഷ്യോയും ജീനോടൈപ്പിക് റേഷ്യോയും രണ്ടും സെയിം ആണ്. നൗ കംപ്ലീറ്റ് ദ ടേബിൾ യൂസിങ് അപ്രോപ്രിയേറ്റ് ടേംസ്. ഓക്കെ, ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞത്. ക്ലിൻഫെൽറ്റേഴ്സ് സിൻഡ്രോം, അതിൻ്റെ ജീനോടൈപ്പ് എന്താ? ക്ലിൻഫെൽറ്റേഴ്സ് സിൻഡ്രോമിൻ്റെ ജീനോടൈപ്പ് എന്താ കുട്ടികളെ? വേഗം പറഞ്ഞേ. ജീനോടൈപ്പിൻ്റെ അവിടെയാണ് എ എന്നിട്ട് തന്നിട്ടുള്ളത്. ക്ലിൻഫെൽറ്റർ സിൻഡ്രോമിൻ്റെ ജീനോടൈപ്പ് എന്താ? വേഗം പറയടാ, തെറ്റിക്കല്ലേ. വെരി ഗുഡ്, 44A+XXY. ആൻഡ് ഹി വിൽ ബി എ സ്റ്റെറൈൽ മെയിൽ അല്ലേ. ഇയാളുടെ ഫീനോടൈപ്പ് എന്താ? നമുക്ക് കാണാൻ പറ്റും സ്റ്റെറൈൽ മെയിലായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയാം ഇയാൾ ടോൾ ആയിട്ടുള്ള സ്റ്റെറൈൽ മെയിലായിരിക്കും. ഇയാൾക്ക് ഗൈനക്കോമാസ്റ്റിയ, ഇത് മറ്റു ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ, ചിലപ്പോൾ ഇതാ തരിക. ഗൈനക്കോമാസ്റ്റിയ പോസിറ്റീവ് ആയിരിക്കും. വാട്ട് ഈസ് ഗൈനക്കോമാസ്റ്റിയ? ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രസ്റ്റ് ഇൻ മെയിൽസ് ഈസ് കോൾഡ് ഗൈനക്കോമാസ്റ്റിയ. സെറ്റ് അല്ലേ. ഇനി നോക്ക്, 44A+X0 എന്ന് തന്നിട്ടുണ്ട്. XO, ഇതേതാണ് കണ്ടീഷൻ? ഏത് ഡിസീസിലാണ് 44A+X0 വരുന്നത്? പെട്ടെന്ന് ആൻസർ പറ. 44A+X0 ഏത് കണ്ടീഷനിലാണ് വരുന്നത്? ഫാത്തിമ സുഹ്റ പറയൂ. നെജ്മൽ വെരി ഗുഡ്. ടെർണർ സിൻഡ്രോമിലാണ് വരുന്നത് അല്ലേ. ടെർണർ സിൻഡ്രോമിലാണ് 44A+X0 വരുന്നത്. ഇയാളുടെ ഫീനോടൈപ്പ് എന്തായിരിക്കും മക്കളെ? വാട്ട് വിൽ ബി ദ ഫീനോടൈപ്പ്? ഇയാളുടെ ഫീനോടൈപ്പ് എന്തായിരിക്കും? ഇവർ സ്റ്റെറൈൽ ഫീമെയിൽ ആയിരിക്കും. ആണോ? സ്റ്റെറൈൽ ഫീമെയിൽ ആയിരിക്കും. ഇവരുടെ ഓവറിയുടെ പ്രത്യേകത എന്താ? റുഡിമെൻ്ററി ഓവറി, പൂർണ്ണ വളർച്ച എത്താത്ത ഓവറികളായിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ്. എന്താ സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ? ഫീമെയിലിൻ്റെ സെക്കൻഡറി അത് ഉണ്ടാവില്ല, അത് ആബ്സെൻ്റ് ആയിരിക്കും. അത് ഫീമെയിലിൻ്റെ സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടറാണ് ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുക, അതുപോലെ ശബ്ദം കുറച്ചുകൂടെ ഹൈ പിച്ച്ഡ് ആവുക. ഇതൊക്കെ ഫീമെയിൽസിൻ്റെ സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടറാണ്. അതൊന്നും ഉണ്ടാവില്ല. ക്ലിയർ ആണോ? ഓക്കെ, ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള എന്നാൽ കാഴ്ചയിൽ ഫീമെയിൽ പോലെ തന്നെ ആയിരിക്കും ചെയ്യും. ക്ലിയർ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. അടുത്തത് ട്രൈസോമി ഓഫ് 21st ക്രോമസോം. അതായത് ട്രൈസോമി ഓഫ് 21st നമ്മൾ ശരിക്കും എഴുതിയാൽ എങ്ങനെ എഴുതാൻ പറ്റുക നോക്ക് നിങ്ങൾ. ദറ്റ് ഈസ് 45 ഓട്ടോസോം പ്ലസ് XX ഓർ 45 ഓട്ടോസോം പ്ലസ് XY ആയിരിക്കും. അതായത് നോക്കൂ, ഓട്ടോസോമുകളിൽ ഒരെണ്ണം എക്സ്ട്രാ വരിക ചെയ്യുന്നത്, 21ാമത്തെ ക്രോമസോമിൽ ഒരെണ്ണം എക്സ്ട്രാ വരിക ചെയ്യുന്നത് അല്ലേ. ഈ ഡിസീസിൻ്റെ പേരെന്താ? വെരി ഗുഡ്, ഡൗൺ സിൻഡ്രോം അല്ലേ. യു ആർ റൈറ്റ്, ഡൗൺ സിൻഡ്രോം. ദിസ് ഈസ് ഡൗൺ സിൻഡ്രോം ആണിത്. റെഡി അല്ലേടാ മക്കളെ? ഈസ് ദാറ്റ് ക്ലിയർ?
ഓക്കെ, നമുക്ക് അടുത്ത ചാപ്റ്ററിൽ അടുത്ത ടോപ്പിക്കിലേക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈച്ച് സിംറ്റം ഓഫ് 2 ക്രോമസോമൽ ഡിസോർഡേഴ്സ് ആർ ഗിവൺ ബിലോ. ഗൈനക്കോമാസ്റ്റിയ. ഏതാ ഡിസോർഡർ മക്കളെ? ഗൈനക്കോമാസ്റ്റിയ. വെരി ഗുഡ്. ക്ലിൻഫെൽറ്റേഴ്സ് സിൻഡ്രോം, റുഡിമെന്ററി ഓവറി ആൻഡ് ലാക്ക് ഓഫ് സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ്. വെരി ഗുഡ്. ടെർണർ സിൻഡ്രോം അല്ലേ. ഐഡന്റിഫൈ ദ ഡിസോർഡർ പറഞ്ഞു. നൗ ഗീവ് ദ റീസൺ ഫോർ ദീസ് ഡിസോർഡേഴ്സ്. ഈ ഡിസോർഡേഴ്സിന്റെ റീസൺ എന്താണെന്നാ ചോദിച്ചു. നോക്ക്, നിങ്ങൾക്ക് പഠിക്കാൻ 3 ക്രോമസോമൽ ഡിസോർഡർ അല്ലേ ഉള്ളൂ. ഏതൊക്കെ? ഡൗൺ സിൻഡ്രോം, ടെർണർ സിൻഡ്രോം, ക്ലിൻഫെൽറ്റർ സിൻഡ്രോം. ഇതിൽ ഏത് ഡിസോർഡറിന്റെ റീസൺ ചോദിച്ചാലും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി കുട്ടികളെ. ഇറ്റ് ഈസ് ഡ്യൂ ടു നോൺ ഡിസ്ജങ്ഷൻ. എന്താണ്? നോൺ ഡിസ്ജങ്ഷൻ ഓഫ് ക്രോമസോംസ് ഓർ chromatids ഡ്യൂറിങ് മിയോസിസ്. അതായത് ശരിക്കും ഇതിൻ്റെ അർത്ഥം ഇതാണ്. മിയോസിസിൻ്റെ സമയത്ത്, ഗാമീറ്റ് ഉണ്ടാവുന്ന സമയത്ത് ക്രോമസോമുകൾ മര്യാദക്ക് സെപ്പറേറ്റ് ആവാതിരിക്കുക. അതാണ് നോൺ ഡിസ്ജങ്ഷൻ. ഡിസ്ജങ്ഷൻ എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ. നോൺ ഡിസ്ജങ്ഷൻ എന്ന് പറഞ്ഞാലോ സെപ്പറേഷൻ മര്യാദക്ക് സംഭവിക്കാതിരിക്കുക. അത് കാരണമാണ് നമുക്ക് ഡൗൺ സിൻഡ്രോം ആയാലും ടെർണർ സിൻഡ്രോം ആയാലും ക്ലിൻഫെൽറ്റർ സിൻഡ്രോം ആയാലും ഈ 3 ക്രോമസോമൽ ഡിസോർഡറുകൾ ഉണ്ടാകുന്നതിൻ്റെ റീസൺ ആരെക്കുറിച്ച് ചോദിച്ചാലും യു ക്യാൻ സിംപ്ലി ആൻസർ. എന്താണ് കുട്ടികളെ? ഇറ്റ് ഈസ് ഡ്യൂ ടു, ഉറക്കെ പറയേണ്ട കൂടെ പറയാം, ഇറ്റ് ഈസ് ഡ്യൂ ടു നോൺ ഡിസ്ജങ്ഷൻ ഓഫ് ക്രോമസോംസ് ഡ്യൂറിങ് ഗാമീറ്റ് ഫോർമേഷൻ. സെറ്റാണല്ലോ, ദാറ്റ്സ് ഇറ്റ്. അടുത്തത് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ഇൻ ഹ്യൂമൻ ബീങ്സ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ഏതിൻ്റെ എക്സാമ്പിളാണ്? ഇൻകംപ്ലീറ്റ് ആണോ, കോഡോമിനൻസ് ആണോ, ലിങ്കേജ് ആണോ? വേഗം പറ. ഏതിൻ്റെ എക്സാമ്പിളാണ് കുട്ടികളെ? ഏതിൻ്റെ എക്സാമ്പിളാ? പെട്ടെന്ന് പറ. ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് വാട്ട് ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ഫ്രം മെന്റലിസം? വെരി ഗുഡ്. കോഡോമിനൻസ് അല്ലേ. ഇറ്റ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് കോഡോമിനൻസ്. വെരി ഗുഡ്. കോഡോമിനൻസിന്റെ എക്സാമ്പിളാണ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് നമ്മൾ പറഞ്ഞു, ഫ്ലവർ കളറിംഗ് ആൻറ്റി റൈനം സ്പീഷീസ്. നോ, ഫീമെയിൽ ഹെറ്റിറോഗാമിറ്റി ഈസ് സീൻ ഇൻ ബേർഡ്സ്. ഓക്കെ, ശരി. വാട്ട് ഈസ് ഫീമെയിൽ ഹെറ്റിറോഗാമിറ്റി? എന്താ മക്കളെ ഫീമെയിൽ ഹെറ്റിറോഗാമിറ്റി എന്ന് പറഞ്ഞാൽ? സോ ദാറ്റ് ഈസ്, ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഇൻ വിച്ച് ഫീമെയിൽ പ്രൊഡ്യൂസ് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻസൈംസ് അല്ലേ. ഇൻ ദിസ് ഫിനോമിനൻ ഫീമെയിൽ പ്രൊഡ്യൂസ് 2 ഡിഫറെൻറ്റ് types of enzymes. Enzymes അല്ല, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്സ്. ഫീമെയിൽസ് 2 തരം ഗാമീറ്റ്സിനെ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഫീമെയിൽ ഹെറ്റിറോഗാമിറ്റി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്ക്. നെയിം ദ ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ബേർഡ്സ്. ബേർഡ്സിലെ സെക്സ് ഡിറ്റർമിനേഷൻ്റെ ടൈപ്പ് ഏതാണ് മക്കളെ? ZW മെക്കാനിസം. ZZ എന്ന് പറഞ്ഞാൽ ആരാ? മെയിലാണ്. ZW ഫീമെയിലാണ്. അടുത്തത് വിത്ത് എക്സാമ്പിൾസ് ലിസ്റ്റ് ദ അതർ ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. മറ്റ് സെക്സ് ഡിറ്റർമിനേഷൻ്റെ ടൈപ്പുകളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഏതാ ഉള്ളത്? XX, XY. ഇതാരൊക്കെയാണ് കാണിക്കുന്നത്? നോക്കൂ, ZW ബേർഡാണ്. XX, XY നമ്മൾ ഹ്യൂമൻസ്, നമ്മൾ കാണിക്കുന്ന സെക്സ് ഡിറ്റർമിനേഷനാണ്. ആൻഡ് ഓൾസോ ഡ്രോസോഫില അല്ലേ, ഡ്രോസോഫിലയും കാണിക്കുന്നത് ഈ സെക്സ് ഡിറ്റർമിനേഷനാണ്. പിന്നെ നമുക്ക് XX, X0 മെക്കാനിസം ഉണ്ട്. ഇതാരാ കാണിക്കുന്നത്? ഗ്രാസ് ഹോപ്പർ ആണ് മക്കളെ. ഗ്രാസ് ഹോപ്പർ, പുൽച്ചാടിയാണ് ഇത് കാണിക്കുന്നത് അല്ലേ. ഇനി മറ്റൊരു മെക്കാനിസം കൂടി ഉണ്ട് കേട്ടോ. അതിപ്പോൾ നമ്മൾ ഭയങ്കര ഡെപ്തിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് ഞാൻ പേര് പഠിപ്പിച്ചു തരാം. ദറ്റ് ഈസ് ഹാപ്ലോഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ. ഓർക്കെ പറഞ്ഞേ, ഹാപ്ലോഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ വിച്ച് ഈസ് സീൻ ഇൻ ഹണീബി. മക്കളെ, ഹണീബിയിലാണ് നമ്മൾ ഹാപ്ലോഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ കാണുന്നത്. ക്ലിയർ ആണോ? അടുത്തത് ഒബ്സർവ് ദ ഫിഗേഴ്സ്. 1 second buddies. Okay, അടുത്ത നോക്ക്. Observe the figures that answer the question. Identify the syndrome in A and B. നമ്മൾ ഓൾറെഡി പറഞ്ഞത് ടോൾ മെയിൽ ഗൈനക്കോമാസ്റ്റി. ഏതാ കുട്ടികളെ? ടെർണർ സിൻഡ്രോം, ക്ലിൻഫെൽറ്റർ സിൻഡ്രോം. ഷോർട്ട് ഫീമെയിൽ ഏതാ? ഷോർട്ട് ഫീമെയിൽ സ്റ്റെറൈലാണ്. ടെർണർ സിൻഡ്രോം. ഓക്കെ, വെരി ഗുഡ്. അടുത്തത്, ഇൻ ദ ഗിവൺ പെഡിഗ്രി ദ ഷെയ്ഡഡ് ഫിഗേഴ്സ് ഡിനോട്ട് ഇൻഡിവിജ്വൽസ് എക്സ്പ്രസിങ് എ സ്പെസിഫിക് ട്രൈറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് പ്രോബബിൾ മോഡ് ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് ദിസ് ട്രൈറ്റ്? പറയും, നമുക്കൊരു പെഡിഗ്രി തന്നിട്ടുണ്ട്. ഈ പെഡിഗ്രി ഏത് ഡിസോർഡർ ആണെന്ന് നോക്കിയിട്ട് ഒരൊറ്റ തവണ നോക്കിയിട്ട് ഉത്തരം പറയാൻ പറ്റുമോ? ആർക്കാ പറ്റുക? നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കാണ് ഇതിൻ്റെ ഉത്തരം പറയാൻ പറ്റുക? നമുക്ക് ഐഡിയ ഭയങ്കര എളുപ്പമാണ്. പറയടാ, നോക്ക്.
ഇതേത് പെഡിഗ്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളോട് ഏത് പെഡിഗ്രി ചോദിച്ചാലും പഠിക്കാൻ വേണ്ടി നമ്മളൊരു ഐഡിയ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. വെരി ഗുഡ്. ഇതൊരു എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസിൻ്റെ പെഡിഗ്രിയാണ്. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കിയത് നോക്കടാ. ഈ പെഡിഗ്രിയിലേക്ക് നോക്ക്. ഇവർക്കൊക്കെ രോഗമുണ്ട്, പക്ഷെ ഇവരുടെ അപ്പനും അമ്മയ്ക്കും രോഗമില്ല. ഇവരുടെ അപ്പനോ അമ്മക്കോ രോഗമില്ല. നോക്ക് ഇനി. അപ്പോൾ നമ്മളൊരു പെഡിഗ്രി നിങ്ങൾ കാണുന്നു. ആ പെഡിഗ്രിയിൽ കുട്ടികൾക്ക് ആർക്കെങ്കിലും രോഗമുണ്ട്, പക്ഷെ അപ്പനോ അമ്മക്കോ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ആ പെഡിഗ്രിയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ അപ്പനോ അമ്മക്കോ രോഗമില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചു അതൊരു റെസസീവ് പെഡിഗ്രി ആണെന്ന്. നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം അല്ലേ. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം. ഒരു ചെറിയ പെഡിഗ്രി നോക്ക്. ഞാൻ നിങ്ങളെ പലതവണ പഠിപ്പിച്ചെന്നാണ്. നമ്മുടെ ലൈവ് ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കുട്ടികൾ ഇതിനകത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ വീണ്ടും സാർ ഇതേ കാര്യം പറയുന്നത് കേട്ടോ. റിയലി സോറി. ഓക്കെ, നിങ്ങളുടെ വിലപ്പെട്ട സമയം പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഓക്കെ മക്കളെ, ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, സോ ഒറ്റ പെഡിഗ്രിയൂടെ നോക്ക്. ഇതിൽ ഇയാൾക്ക് രോഗമുണ്ട്. ഓക്കെ, ഇയാൾക്ക് രോഗമുണ്ട്. ദെൻ ഇയാൾക്ക് രോഗമുണ്ട്. ഓക്കെ, സോ ഇയാൾക്ക് രോഗമുണ്ട്. ലുക്ക് അറ്റ് ദിസ് പെഡിഗ്രി. ഇതേതാ പെഡിഗ്രി? ഈ പെഡിഗ്രി ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നോക്കാം. ഒരു കാര്യം നോക്ക്. ഇവിടെ ഇയാൾക്ക് രോഗമുണ്ട്, ഇയാളുടെ അച്ഛനോ അമ്മക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് രോഗമുണ്ട്. ഇയാൾക്ക് രോഗമുണ്ട്, ഇയാളുടെ അച്ഛനോ അമ്മയിൽ ഒരാൾക്ക് രോഗമുണ്ട്. ആയിക്കോട്ടെ, ശരി. പക്ഷെ ഇയാൾക്ക് രോഗമുണ്ട്, ഇയാളുടെ അച്ഛനും അമ്മക്കും രോഗമില്ല. നോക്ക്, ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മുടെ പെഡിഗ്രിയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരാൾക്ക് രോഗം ഉണ്ടാവുകയും അവിടെ അയാളുടെ അച്ഛനോ അമ്മക്കോ നമ്മുടെ പെഡിഗ്രിയിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ ആ പെഡിഗ്രി ഒരു റെസസീവ് ഡിസീസിൻ്റെ പെഡിഗ്രി ആണെന്ന് ഉറപ്പിച്ചോ. എന്തിൻ്റെ പെഡിഗ്രി ആണെന്ന് ഉറപ്പിക്കാം? റെസസീവ് ഡിസീസിൻ്റെ. ഇനി എവിടെയെങ്കിലും ഉണ്ടായാൽ മതി. ഇനി അടുത്ത ചോദ്യം, ഇത് ഓട്ടോസോമൽ ഡോമിനൻ്റ് അല്ല. ലുക്ക് അറ്റ് ദിസ് പെഡിഗ്രി. ഇത് ഓട്ടോസോമൽ ഡോമിനൻ്റ് അല്ല. എന്തുകൊണ്ടല്ല? ബിക്കോസ് ഇവിടെ കണ്ടോ, ഇയാൾക്ക് രോഗമുണ്ട്, ഇയാളുടെ പാരൻസിന് രോഗമില്ല. എവിടെയെങ്കിലും ഇങ്ങനെ നിങ്ങളുടെ പെഡിഗ്രിയുടെ ഒരു മൂലയിൽ ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അതൊരു റെസസീവ് പെഡിഗ്രി ആണെന്ന്. ഇനി അടുത്ത ചോദ്യം, അത് ഓട്ടോസോമൽ റെസസീവ് ആണോ സെക്സ് ലിങ്ക്ഡ് റെസസീവ് ആണോ? അത് നോക്കാൻ എന്താ ചെയ്യുക? നമ്മുടെ പെഡിഗ്രിയിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കുക. ആണുങ്ങൾക്ക് മാത്രമാണോ രോഗമുള്ളത്, അതോ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും രോഗമുണ്ടോ നോക്കാം. ഈ ഒരു പെഡിഗ്രിയിലേക്ക് നോക്കും മക്കളെ. ഇവിടെ പെണ്ണുങ്ങൾക്ക് രോഗമുണ്ട്, ആണുങ്ങൾക്ക് രോഗമുണ്ട്. രണ്ടുപേരും രോഗം അഫക്റ്റഡാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആ പെഡിഗ്രി ഓട്ടോസോമൽ റെസസീവ് ഡിസീസിൻ്റെ പെഡിഗ്രി ആണെന്ന്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിലെ പെഡിഗ്രിയിലൊക്കെ നോക്ക്. ക്വസ്റ്റ്യനിലെ പെഡിഗ്രിയിലെ പ്രശ്നം എന്നാ? ആണുങ്ങൾക്ക് മാത്രം രോഗം. കണ്ടോ, ഓൺലി മെയിൽസ് ആർ അഫക്റ്റഡ് ആൻഡ് ദർ ഈസ് എ ജനറേഷൻ സ്കിപ്പ്. കണ്ടോ, ആളുകൾക്ക് രോഗമുണ്ട്, അമ്മക്കും അച്ഛനും രോഗമില്ല. അങ്ങനെയാണെങ്കിൽ ഉറപ്പിച്ചോ അതൊരു സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ് ആണ്. എന്താ മക്കളെ? സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ് ആണ് നമുക്ക് ഉറപ്പിക്കാം. ദിസ് ഈസ് ദ ഐഡിയ. ഇങ്ങനെയാണ് നമുക്ക് ഏതൊരു പെഡിഗ്രി കണ്ടാലും ആ പെഡിഗ്രി ഏത് ടൈപ്പ് ആണെന്നുള്ള ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റുക. അടുത്ത ചോദ്യം, ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ക്രോമസോം മാപ്പ് ഓഫ് ഡ്രോസോഫില ഈസ് ഗിവൺ ബിലോ. ശരി, എന്നാൽ നമ്മൾ ചോദിക്കാം വിച്ച് ജീൻസ് ആർ മോർ ലിങ്ക്ഡ്. കുറേ ജീനുകൾ തന്നിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഏത് ജീനാണ് ഏറ്റവും ലിങ്ക്ഡ് ആയിട്ടുള്ളത്? വേഗം പറഞ്ഞേ. എന്താ ലിങ്ക്ഡ് ജീൻ എന്ന് പറഞ്ഞാൽ? ഒരേ ക്രോമസോമിലുള്ള ജീനുകളെയാണ് ലിങ്ക്ഡ് ജീൻസ് എന്ന് പറയുക. ഓക്കെ, സോ ഇതിൽ ഏറ്റവും അടുത്തടുത്തുള്ള ജീൻ ഏതാന്ന് നോക്കുക. അതാണ് മോർ ലിങ്ക്ഡ്. വൈ ആൻഡ് ഡബ്ല്യു. വെരി ഗുഡ്, വൈ ആൻഡ് ഡബ്ല്യു. അടുത്തത്, ഹൂ മാപ്ഡ് ദ ക്രോമസോം ഫസ്റ്റ്ലി. ആരെ കുട്ടികളെ ക്രോമസോമിനെ ആദ്യമായിട്ട് മാപ്പ് ചെയ്തത്? ആൽഫ്രഡ് സ്റ്റുർട്ടിവെൻ്റ് എന്ന് പറയുന്ന TH മോർഗാനിൻ്റെ സ്റ്റുഡൻ്റ് ആണ്. ടൈറ്റ്ലി ലിങ്ക്ഡ് ജീൻസ് ഷോ ലോ റീകോമ്പിനേഷൻ. വൈ? എന്താ കുട്ടികളെ ഈ റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ ശരിക്കും രണ്ട് ടേമുകൾ ഉണ്ട് അല്ലേ? ലിങ്കേജ് എന്ന് പറയുന്ന ടേം ഉണ്ട്, അതുപോലെ റീകോമ്പിനേഷൻ എന്ന് പറയുന്ന ടേം ഉണ്ട്. ഈ രണ്ട് ടേമുകളും നമുക്ക് പറഞ്ഞു തന്ന ആരാ കുട്ടികളെ? TH മോർഗൻ, തോമസ് ഹണ്ട് മോർഗൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് നമുക്ക് ഈ ലിങ്കേജ് എന്ന് പറയുന്ന ടേമും അതുപോലെ തന്നെ റീകോമ്പിനേഷൻ എന്ന് പറയുന്ന ടേമും പഠിപ്പിച്ചു തന്നത്. വാട്ട് ഈസ് ലിങ്കേജ്? ലുക്ക്, ലിങ്കേജ് എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് 2 or more ജീൻസ് ഓൺ സെയിം ക്രോമസോം, അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് മോർ ദാൻ 1 ജീൻ ഓൺ സെയിം ക്രോമസോം. ഒരേ ക്രോമസോമിൽ ഒന്നിലധികം ജീനുകൾ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ലിങ്കേജ് എന്ന് വിളിക്കുന്നത്. വാട്ട് ഈസ് റീകോമ്പിനേഷൻ? എന്താ മക്കളെ റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ? റീകോമ്പിനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ അപ്പിയറൻസ് ഓഫ് നോൺ പാരൻ്റൽ ടൈപ്സ് ഇൻ എ ജനറ്റിക് ക്രോസ്. ഒരു ജനറ്റിക് ക്രോസിൽ നമ്മൾ പാരൻ്റായി എടുത്ത ആളുകളിൽ നിന്ന് വ്യത്യസ്തമായ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതാണ് അപ്പിയറൻസ് ഓഫ് നോൺ പാരൻ്റൽ ടൈപ്സ് ഇൻ എ ജനറ്റിക് ക്രോസ്. ചിലപ്പോൾ ചോദിച്ചേക്കാം ഈ രണ്ട് കാര്യങ്ങളും, ഈ രണ്ട് ടേമും നമുക്ക് പഠിപ്പിച്ചു തന്നത് മഹാനായ തോമസ് ഹണ്ട് മോർഗൻ ആണല്ലേ. അപ്പോൾ റീകോമ്പിനേഷൻ നടക്കാൻ നോക്കൂ. രണ്ട് ജീനുകൾ അടുത്തടുത്താണെങ്കിൽ, രണ്ട് ജീനുകൾ ടൈറ്റ്ലി ലിങ്ക്ഡ് ആണെങ്കിൽ അവർക്കിടയിൽ ആ ജീനുകൾ ഉൾപ്പെടുന്ന ഡൈഹൈബ്രിഡ് ക്രോസ് നടത്തുക.
2 ജീനുകൾ ഉൾപ്പെടുന്ന ഡൈഹൈബ്രിഡ് ക്രോസ് നടത്തുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് നോൺ പാരന്റൽ ടൈപ്പ് കിട്ടുന്നത് കുറവാണെങ്കിൽ ആ ജീനുകൾ വളരെ അടുത്തടുത്താണ് ലൊക്കേറ്റ് ആയിട്ടുള്ളത് നമുക്ക് പറയാം. അടുത്ത ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് 2 ജീനുകൾ വളരെ അടുത്തടുത്ത് ലൊക്കേറ്റ് ആയി കഴിഞ്ഞാൽ ആ ജീനുകൾ ഉൾപ്പെടുന്ന ഡൈഹൈബ്രിഡ് ക്രോസ് നടത്തുമ്പോൾ നോൺ പാരന്റൽ ടൈപ്പ് അല്ലെങ്കിൽ റീകോമ്പിനന്റ് ടൈപ്പുകൾ അല്ലെങ്കിൽ റീകോമ്പിനേഷൻ നടക്കാത്തതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇറ്റ് ഈസ് ഡ്യൂ ടു ഡിക്രീസ്ഡ് ക്രോസിംഗ് ഓവർ. ഒരു സെക്കൻഡ് ആയിട്ട് തൊണ്ട വളരുന്നുണ്ട്. റിൻഷാദ് പേരിയ, റിൻഷാദ് എടാ ചൂടുവെള്ളം വേണം, തൊണ്ട ഭയങ്കര വേദന ഉണ്ടായി, കാൺ സ്പീക്ക്, പിന്നെ എങ്ങനെയൊക്കെ എടുക്കുക. സോറി ഗൈസ്, സോറി ഫോർ ബോദറിങ്. വെള്ളം പറയാൻ വേണ്ടി പോയതാണ്, നമ്മളെ സ്റ്റുഡിയോ കുറേ ഉള്ളിലാണ്, അതുകൊണ്ടാണ്. സോ അപ്പോൾ ക്രോസിംഗ് ഓവർ നടക്കുന്നത് കുറയുമ്പോഴാണ് നമുക്ക് റീകോമ്പിനേഷനെ കിട്ടാത്തത്, അല്ലേ? ക്ലിയർ ആണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് പറയേണ്ടത്. എന്തുകൊണ്ടാണ് അടുത്തടുത്തുള്ള ജീനുകളിൽ റീകോമ്പിനേഷൻ കുറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ലെസ് ക്രോസിംഗ് ഓവർ കുറയും. ജീനുകൾ അടുത്തടുത്താകുമ്പോൾ ആ ജീനുകൾക്കിടയിൽ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്ന പ്രതിഭാസം കുറയാൻ കാരണമാകും. ക്ലിയർ അല്ലേ കുട്ടികളെ? റിൻഷാദ് വെള്ളം കൊണ്ടുവരും കുട്ടികളെ, വെള്ളമൊക്കെ കിട്ടിയിട്ടാ. നൗ ലുക്ക്, തോമസ് ഹണ്ട് മോർഗൻ സെലക്ടഡ് ഡ്രോസോഫില മെലനോഗാസ്റ്റർ. എന്താണ് ഡ്രോസോഫില മെലനോഗാസ്റ്റർ ആസ് എ സ്യൂട്ടബിൾ എക്സ്പെരിമെൻ്റൽ ഓർഗാനിസം? മെൻഷൻ എനി 2 റീസൺസ് ഫോർ ദിസ്. എന്തുകൊണ്ടാണ് ഡ്രോസോഫിലിനെ എടുത്തത്? ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, ഈസി ടു ഗ്രോ ഇൻ ലാബ്. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഈസി ടു ഗ്രോ ഇൻ ലാബിൽ വളർത്താൻ, ചൂടുവെള്ളമല്ലേ, ലാബിൽ വളർത്താൻ വളരെ എളുപ്പമാണ്. രണ്ടാമത്തെ കാര്യം എന്താ കുട്ടികൾ? ഒന്നാമത് ലാബിൽ വളർത്താൻ ഭയങ്കര എളുപ്പമാണ്. അടുത്ത എന്താ? ഷോർട്ട് ലൈഫ് സൈക്കിളാണ്. ഇയാളുടെ ലൈഫ് സൈക്കിൾ വളരെ ഷോർട്ടാണ്, പെട്ടെന്ന് അടുത്ത തലമുറ ഉണ്ടാകും. മൂന്നാമത്തെ പോയിന്റ് എന്താ മക്കളെ? സിംഗിൾ മേറ്റിംഗ്. ഒരൊറ്റ മീറ്റിങ്ങിൽ നിന്ന് സിംഗിൾ മീറ്റിംഗ് പ്രൊഡ്യൂസ് ലാർജ് നമ്പർ ഓഫ് ഓഫ് സ്പ്രിങ്സ്, അല്ലേ? സിംഗിൾ മീറ്റിങ്ങിൽ നിന്ന് തന്നെ ധാരാളം ഓഫ് സ്പ്രിങ്സിനെ കിട്ടും. Isn't it? റെഡി അല്ലേ? ഈ 3 റീസൺസ് എങ്കിലും ഓർത്ത് വെച്ചോ. ഡ്രോസോഫിലിനെ സെലക്ട് ചെയ്യാൻ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. റൈറ്റ് സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലർ ബയോളജി. ആരുടെ സെൻട്രൽ ഡോഗ്മ പ്രപ്പോസ് ചെയ്തത് കുട്ടികളെ? മഹാനായ ഫ്രാൻസിസ് ക്രിക്ക് ആണല്ലേ. സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലർ ബയോളജി പ്രപ്പോസ് ചെയ്തത്. വാട്ട് ഈസ് സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലർ ബയോളജി? പറഞ്ഞ മക്കളെ, ദ ജനറ്റിക് ഇൻഫർമേഷൻ ഫ്ലോസ് ഇൻ ദ ഡയറക്ഷൻ. DNA നിന്ന് RNA ഉണ്ടാകുന്നു, RNAയിലെ ഇൻഫർമേഷൻ ബേസ് ചെയ്തുകൊണ്ട് പ്രോട്ടീൻ ഉണ്ടാകുന്നു. DNA നിന്ന് RNA ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ വിളിക്കുക? വെരി ഗുഡ്, ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ് വിളിക്കുക. RNAയിലെ ഇൻഫർമേഷൻ ബേസ് ചെയ്ത് പ്രോട്ടീൻ ഉണ്ടാകുന്നതിനെ വെരി ഗുഡ്, ട്രാൻസ്ലേഷൻ എന്നാണ് വിളിക്കുക. ഇനി DNAക്ക് റെപ്ലിക്കേഷൻ നടന്നിട്ടാണ് എന്തുണ്ടാവുക? DNA ഉണ്ടാവുക. സോ ദിസ് കോൺസെപ്റ്റ്, ദ ജനറ്റിക് ഇൻഫർമേഷൻ ഫ്ലോസ് ഇൻ ദ ഡയറക്ഷൻ DNA to RNA and then RNA to protein. This is called central dogma in molecular biology, which was proposed by the great scientist Francis Crick. അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഇനി അടുത്തത്, സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഈസ് ഗിവൺ. ഫിൽ അപ്പ് ദ മിസ്സിംഗ് പാർട്സ് A and B. ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ എന്തൊക്കെ ഇവർ തന്നിട്ടുണ്ട് നോക്ക്. പ്രൊമോട്ടർ തന്നിട്ടുണ്ട്, പിന്നെ ഈ ഭാഗത്ത് തന്നിട്ടില്ല. ഇതെന്താ? വെരി ഗുഡ്, ദിസ് ഈസ് യുവർ ടെർമിനേറ്റർ. അല്ലടാ മക്കളെ, ഇത് ടെർമിനേറ്റർ സീക്വൻസ് ആണ്. ഇനി വാട്ട് ഈസ് ദിസ് ഈസ്, അത് രണ്ടിൻ്റെയും ഇടയിലാണ് നമുക്ക് എന്തുള്ളത്? സ്ട്രക്ചറൽ ജീൻ ഉള്ളത്. ആ സ്ട്രക്ചറൽ ജീനിലെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് തന്നിട്ടുണ്ട്. ദെൻ അവർ തരാത്ത സ്ട്രാൻഡ് അപ്പോൾ ഏതായിരിക്കും? വെരി ഗുഡ്, കോഡിങ് സ്ട്രാൻഡ്, അല്ലേ? കോഡിങ് സ്ട്രാൻഡ് ആണ് തരാത്തത്. നമ്മുടെ സ്ട്രക്ചറൽ ജീനിന് 2 സ്ട്രാൻഡാണ് ഉള്ളത്, ടെംപ്ലേറ്റ് സ്ട്രാൻഡും കോഡിങ് സ്ട്രാൻഡും. വെരി ഗുഡ്. റൈറ്റ് ദ റോൾ ഓഫ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷനിൽ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൻ്റെ റോൾ എന്താ? ടെംപ്ലേറ്റ് സ്ട്രാൻഡിനെ ബേസ് ചെയ്തിട്ടല്ലേ പുതിയ RNA ഉണ്ടാവുക, അല്ലേ? ട്രാൻസ്ക്രിപ്ഷനിൽ ശരിക്കും യൂസ് ചെയ്യുന്നത് ആരെയാ? ടെംപ്ലേറ്റ് സ്ട്രാൻഡിനെയാണ്. സോ റൈറ്റ് ദ റോൾ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇറ്റ് ആക്ട് as template for synthesis of RNA. RNA സിന്തസിസിന്റെ ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ് കുട്ടികളെ? ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആണ്. ക്ലിയർ അല്ലേ കുട്ടികളെ? അടുത്തത്, ദാറ്റ് ഈസ് ദ ന്യൂ RNA ഈസ് ഫോംഡ് ബേസ്ഡ് ഓൺ ദ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ടെംപ്ലേറ്റ് സ്ട്രാൻഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പുതിയ RNA ഉണ്ടാകുന്നത്. റെഡി അല്ലേ മക്കളെ?
അടുത്ത ചോദ്യം നോക്ക്. എക്സ്പ്ലെയിൻ ദ ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെന്റ് പെർഫോംഡ് ബൈ ഫ്രെഡറിക് ഗ്രിഫിത്ത് വിത്ത് ബാക്ടീരിയ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റ് കേട്ടോ, ഇത് 2023 മാർച്ച് കഴിഞ്ഞ എക്സാമിന്റെ ചോദ്യം. ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റ് ആണ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഗ്രിഫിത്ത് എന്താ ചെയ്ത കുട്ടികളെ? ഗ്രിഫിത്ത് എസ്ട്രെയിൻ ബാക്ടീരിയനെ മൈസിലേക്ക്, മൈസ് എന്ന് പറഞ്ഞാൽ എലികളിലേക്ക് ഇഞ്ചക്ട് ചെയ്തു. മൈസ് ഡൈഡ് അല്ലേ, എലികൾ ചത്തുപോയി. പിന്നെ അദ്ദേഹം ചെയ്തത് എന്താ? ആർസ്ട്രെയിൻ ബാക്ടീരിയനെ മൈസിലേക്ക്, എലികളിലേക്ക് ഇഞ്ചക്ട് ചെയ്തു. എന്താ സംഭവിച്ചത്? മൈസ് എലൈവ്, മൈസ് ജീവിച്ചു, ഒരു കുഴപ്പമില്ല. പിന്നെ അദ്ദേഹം ചെയ്തത് എന്താ? കില്ലഡ് എസ്ട്രെയിൻ ബാക്ടീരിയ, ഹീറ്റ് കില്ലഡ് എസ് ബാക്ടീരിയ. അദ്ദേഹം ചൂടാക്കിയിട്ട് എസ് ബാക്ടീരിയനെ കൊന്നു, അതിനെ മൈസിലേക്ക് ഇഞ്ചക്ട് ചെയ്തു. മൈസ് അലൈവ് അല്ലേ. കാരണം എന്താ? അദ്ദേഹം ചത്ത എസ് ബാക്ടീരിയനെയാണടാ മൈസിലേക്ക് കൊടുത്തത്. അപ്പോൾ മൈസ് എലികളെ ചത്ത എസ് ബാക്ടീരിയക്ക് കൊല്ലാൻ പറ്റുമോ? പറ്റത്തില്ല. ചത്ത എസ് ബാക്ടീരിയക്ക് കൊല്ലാൻ പറ്റത്തില്ല, കാരണം എസ് ബാക്ടീരിയ ചത്തുപോയിട്ടുണ്ട്. പക്ഷെ പിന്നീട് അദ്ദേഹം ചെയ്തത് എന്താ? അദ്ദേഹം കില്ലഡ് എസ് ബാക്ടീരിയനെയും അതുപോലെ തന്നെ ലിവിങ് ആർ ബാക്ടീരിയ ഒരു മിശ്രിതമുണ്ടാക്കി, മിശ്രിതമുണ്ടാക്കി. എന്നിട്ട് അതിനെ മൈസിലേക്ക് ഇഞ്ചക്ട് ചെയ്തു. എന്താ ഉണ്ടായത്? മൈസ് ഡൈഡ്, എലികൾ ചത്തുപോയി. അത് മാത്രമല്ല കുട്ടികളെ, ഹി റിക്കവേർഡ്. ലുക്ക്, ഈ ചത്ത എലികളിൽ നിന്ന് നോക്കൂ, അദ്ദേഹം എടുത്തത് എന്താ? നോക്കൂ, ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തു. ആ ടെസ്റ്റ് ട്യൂബിനകത്ത് ചത്ത എസ് ബാക്ടീരിയയും ജീവനുള്ള ആർ ബാക്ടീരിയയും കൂടെ മിശ്രിതമാക്കിയിട്ട് എലികളിലേക്ക് കുത്തിവെച്ചു. എലികൾ ചത്തുപോയി ന്യൂമോണിയ വന്നുകൊണ്ട്. അത് മാത്രമല്ല, അദ്ദേഹത്തിന് എലികളിൽ നിന്ന് ജീവനുള്ള എസ് ബാക്ടീരിയനെ കിട്ടുകയും ചെയ്തു. ഹി ഓൾസോ റിക്കവേർഡ്, അദ്ദേഹത്തിന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റി ലിവിങ് എസ് ബാക്ടീരിയ ഫ്രം ഡെഡ് മൈസ്. ചത്ത എലികളിൽ നിന്ന് അദ്ദേഹത്തിന് ലിവിങ് എസ് ബാക്ടീരിയനെ കിട്ടുകയും ചെയ്തു. സോ ഫ്രം ദിസ് ഒബ്സർവേഷൻ, ഈ ഒബ്സർവേഷനിൽ നിന്ന് ഹി ഇൻഫേർഡ് ദാറ്റ്, അദ്ദേഹം എന്താ മനസ്സിലാക്കിയത്? ദ ലിവിങ് ആർ ബാക്ടീരിയ ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു എസ് ബാക്ടീരിയ. ആ ജീവനുള്ള ആർ ബാക്ടീരിയ എസ് ബാക്ടീരിയയായിട്ട് ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ക്ലിയർ ആണോ കുട്ടികളെ? ഇതൊക്കെ ഇങ്ങനെ എഴുതിയാൽ മതി. പക്ഷെ ലാസ്റ്റ് പോയിന്റ് സെന്റൻസ് ആയിട്ട് എഴുതണം. അതിന് വേണ്ടിയല്ലേ വളരെ സാവധാനം ഞാൻ പറഞ്ഞു തരുന്നത്. ഹി ലുക്ക് ഫ്രം ദിസ് ഒബ്സർവേഷൻ ഹി ഇൻഫേർഡ് ദാറ്റ്, അദ്ദേഹം മനസ്സിലാക്കി. എന്താ അദ്ദേഹത്തിന് മനസ്സിലായത് കുട്ടികളെ? അദ്ദേഹത്തിന് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായത് എന്താണ്? ദ ലിവിങ് ആർ ബാക്ടീരിയ ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു എസ് ബാക്ടീരിയ. ജീവനുള്ള ആർ ബാക്ടീരിയ എസ് ആയിട്ട് ട്രാൻസ്ഫോർമേഷൻ നടന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ക്ലിയർ കുട്ടിയാണ്? ഹി പ്രപ്പോസ്ഡ് ദാറ്റ് സംതിങ് ട്രാൻസ്ഫേർഡ് ഫ്രം ഡെഡ് എസ് ബാക്ടീരിയ, ചത്ത എസ് ബാക്ടീരിയയിൽ നിന്ന് ജീവനുള്ള ആറിലേക്ക് എന്തോ ഒന്ന് കയറിപ്പോയിട്ടുണ്ട്. സോ ഹി കൺക്ലൂഡഡ് ദാറ്റ് സംതിങ് കുഡ് ഹാവ് ട്രാൻസ്ഫേർഡ് ഫ്രം എസ് ബാക്ടീരിയ ടു ആർ ബാക്ടീരിയ ദാറ്റ് കോസ്ഡ് ദ ട്രാൻസ്ഫോർമേഷൻ. അതാണ് ട്രാൻസ്ഫോർമേഷന് കാരണമായതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ക്ലിയർ അല്ലേ കുട്ടികളെ? അടുത്തത് എക്സ്പാൻഡ് UTR VNTR. എന്താ UTR എന്ന് പറഞ്ഞാൽ? വെരി ഗുഡ്, അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ ആണോ മക്കളെ? അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ. എന്താ മക്കളെ VNTR എന്ന് പറഞ്ഞേ? വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് അല്ലേ? വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്, അതാണ് VNTR. അടുത്തത് നോക്കൂ. ഒബ്സർവ് ദ ഗിവൺ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ഗിവൺ സ്ട്രക്ചർ. വാട്ട് ഈസ് ദിസ് സ്ട്രക്ചർ? ഈ സ്ട്രക്ചർ ഏതാ മക്കളെ? വെരി ഗുഡ്, ദിസ് ഈസ് ന്യൂക്ലിയോസോം ആണ്. അങ്ങനെ ചോദിച്ചാൽ മൊത്തത്തിൽ നെയിം A ആൻഡ് B. എ ഏതാ, B ഏതാ? എ ഏതാ കുട്ടികളെ? വാട്ട് ഈസ് ദിസ് സ്ട്രക്ചർ? അതാണ് എ. ദിസ് ഈസ് യുവർ DNA അല്ലേ? DNA. ആൻഡ് വാട്ട് ഈസ് ദിസ് B? B എന്താ കുട്ടികളെ? ഹിസ്റ്റോൺ ഒക്ടാമർ ആണോ? ഹിസ്റ്റോൺ ഒക്ടാമർ. D അതുപോലെ തന്നെ വാട്ട് ഈസ് ദിസ് സ്ട്രക്ചർ? ഹിസ്റ്റോൺ H1 പ്രോട്ടീൻ. സോ ദ DNA is wrapped around histone octamer and histone H1 protein. This structure is called nucleosome. ഈ സ്ട്രക്ചറിനെ ന്യൂക്ലിയോസോം എന്ന് വിളിക്കുക. ഇനി നോക്കൂ മക്കളെ, കുറേ സയൻറ്റിസ്റ്റുകളും അവരുടെ കോൺട്രിബ്യൂഷൻസുമാണ് ചോദിച്ചിട്ടുള്ളത്. ജോർജ് ഗാമോയുടെ പ്രത്യേകത എന്താ കുട്ടികളെ? നമ്മുടെ ജനറ്റിക് കോഡ് ഒരു ട്രിപ്ലെറ്റ് ആണ് എന്ന് നമുക്ക് പറഞ്ഞു തന്ന സയൻറ്റിസ്റ്റാണ് ജോർജ് ഗാമോ.
മക്കളെ അലക് ജെഫ്രീസ്, ഇത് സ്ഥിരം ചോദിക്കാറുണ്ട് കേട്ടോ. അലക് ജെഫ്രീസ് DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ ടെക്നിക്ക് നമുക്ക് പഠിപ്പിച്ചു തന്ന സയന്റിസ്റ്റ് ആണ് അലക് ജെഫ്രീസ്. അടുത്തത് ഫ്രെഡറിക് ഗ്രിഫിത്ത്, അദ്ദേഹമല്ലേ ട്രാൻസ്ഫർമേഷൻ എക്സ്പെരിമെന്റ് ചെയ്തത്. നൗ ടൈലർ ആൻഡ് കൊളീഗ്സ്, ടൈലറും കൊളീഗും ചെയ്ത കാര്യം എന്താ? DNA റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആണ്. ഇന്നലെ പകൽ ഞാൻ പഠിപ്പിച്ചതാ, സെമി കൺസർവേറ്റീവ് ആയിട്ടാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ടൈലറും അദ്ദേഹത്തിന്റെ കൂടെ. കൊളീഗ് എന്ന് പറഞ്ഞ ഒരാളല്ല കേട്ടോ, കൊളീഗ. ടൈലറും കൊളീഗും, നോ, കൊളീഗ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന വർക്കേഴ്സ്, അതാണ് കൊളീഗ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നോക്കൂ, ഇതേ കാര്യം ചെയ്ത DNA റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആണെന്ന് തെളിയിച്ച വേറെയും സയന്റിസ്റ്റുകൾ ഉണ്ട്, ടൈലറും കൊളീഗും അല്ലാതെ തന്നെ. ആരൊക്കെ കുട്ടികളെ? മെസൽസൺ അല്ലേ, മാത്യു മെസൽസണും ഫ്രാങ്ക്ലിൻ സ്റ്റോളും ആണ് കുട്ടികളെ. മാത്യു മെസൽസണും ഫ്രാങ്ക്ലിൻ സ്റ്റോളും ഇതേ കാര്യങ്ങൾ ചെയ്ത ആളുകളാണ്. അടുത്തത് നോക്കൂ, മെൻഷൻ ദ ട്രിപ്ലെറ്റ് കോഡോൺ ആക്ട് എസ് ഇനീഷ്യേറ്റർ കോഡോൺ ഡ്യൂറിങ് ട്രാൻസ്ലേഷൻ. ഇതേ ചോദ്യം ഇനിയും ആവർത്തിക്കും കേട്ടോ, കാരണം ഇതിൽ വേറെ 1-2 കാര്യങ്ങളൂടെ പറയാനുണ്ട്. ഏതാടാ? AUG അല്ലേ. ആൻഡ് ഇറ്റ് കോഡ് ഫോർ മെത്തിയോണിൻ, ഇറ്റ് കോഡ് ഫോർ അമിനോ ആസിഡ് കോൾഡ് മെത്തിയോണിൻ. ക്ലിയർ അല്ലേ? അടുത്തത്, ഡിസ്ക്രൈബ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷൻ്റെ വ്യത്യസ്ത സ്റ്റേജുകൾ ഏതൊക്കെയാണ് മക്കളെ? 3 സ്റ്റേജല്ലേ ഉള്ളത്. ഒന്നാമത്തെ സ്റ്റേജ് എന്താ? ഇനീഷിയേഷൻ ആണോ? ഇനീഷിയേഷൻ. രണ്ടാമത്തെ സ്റ്റേജ് ഏതാ മക്കളെ? ഇലോങ്ങേഷൻ ആണോടാ? ഇലോങ്ങേഷൻ അല്ലേ. മൂന്നാമത്തെ എന്താ കുട്ടികളെ? ടെർമിനേഷൻ. ഓർക്കെ പറഞ്ഞേ, ടെർമിനേഷൻ. സോ ദീസ് ആർ ദ 3 സ്റ്റേജസ് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ. ഓക്കെ, സോ വാട്ട് ഈസ് ഇനീഷിയേഷൻ? എന്താ ഇനീഷിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ നമുക്കറിയാം ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിന് പ്രൊമോട്ടർ റീജിയൺ ഉണ്ട് ആൻഡ് യു ഹാവ് എ ടെർമിനേറ്റർ റീജിയൺ അല്ലേ. സോ വെൻ DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ്, DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ്, ഇയാളാണ് നമ്മുടെ എൻസൈം. സോ വെൻ DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് റീച്ചസ് പ്രൊമോട്ടർ റീജിയൻ, എ പ്രോട്ടീൻ കോൾഡ് സിഗ്മ ഫാക്ടർ, എന്താണ് കുട്ടികൾ അതിൻ്റെ പേര്? സിഗ്മ ഫാക്ടർ ബൈൻഡ് ടു DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ്. അതിലേക്ക് സിഗ്മ ഫാക്ടർ ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്താൽ ദാറ്റ് ലീഡ് ടു ഇനീഷിയേഷൻ. അതാണ് ഇനീഷിയേഷൻ. ആൻഡ് ഡ്യൂറിങ് ഇലോങ്ങേഷൻ ന്യൂ RNA മോളിക്യൂൾ ഈസ് ഫോംഡ് അല്ലേ. പുതിയ RNA മോളിക്യൂൾ ഉണ്ടാവും ബേസ്ഡ് ഓൺ ദ ടെംപ്ലേറ്റ് സ്ട്രാൻഡിനെ ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടാവും. ഇനി എപ്പോഴാണ് ഇത് സ്റ്റോപ്പ് ആവുക? അതാണ് ടെർമിനേഷൻ. വെൻ DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് റീച്ചസ് ദ ടെർമിനേറ്റർ സീക്വൻസ്, അനദർ പ്രോട്ടീൻ കോൾഡ് റോ ഫാക്ടർ, എന്താണ് മക്കളെ? റോ ഫാക്ടർ ബൈൻഡ് ടു RNA പോളിമറൈസ്, ദാറ്റ് ലീഡ് ടു ടെർമിനേഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. നമ്മൾ പഠിച്ചതല്ലേ? ശരിയല്ലേ കുട്ടികളെ? അപ്പോൾ റോ ഫാക്ടറിൻ്റെ സ്പെല്ലിങ് തെറ്റിക്കണ്ടട്ടാ, ഇതാണ് റോ ഫാക്ടർ. ഓക്കെ, ഇനി സ്പെല്ലിങ് തെറ്റിച്ച് മാർക്കൊന്നും കുറയൂലടാ, പേടിക്കണ്ട. സിഗ്മ ഫാക്ടർ നമ്മൾ എഴുതൽ ഇങ്ങനെയാണ്, സിഗ്മ എന്നാണ് വായിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? സിഗ്മ പിന്നെ നിങ്ങൾക്ക് തെറ്റൂലല്ലോ, സിഗ്മ മെയിലൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. നോ, ഫ്ലോ ചാർട്ട് ഷോയിങ് വേരിയസ് സ്റ്റെപ്സ് ഓഫ് DNA ഫിംഗർ പ്രിൻറ്റിംഗ് ഈസ് പ്രൊവൈഡഡ്. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്, റൈറ്റ് എനി 2 ആപ്ലിക്കേഷൻസ് ഓഫ് DNA ഫിംഗർ പ്രിൻറ്റ്. ഇതൊരു സ്ഥിരം ചോദ്യം. DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ മുഴുവൻ 6 സ്റ്റെപ്പും പഠിച്ചിരിക്കണം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ കുട്ടികളെ? ഐസോലേഷൻ ഓഫ് DNAനെ ഐസോലേറ്റ് ചെയ്തെടുക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ കുട്ടികളെ? ഫ്രാഗ്മെൻറ്റേഷൻ അല്ലേ. ഫ്രാഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഡൈജഷൻ, എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. ഫ്രാഗ്മെൻറ്റേഷൻ യൂസിങ് റെസ്ട്രിക്ഷൻ എൻസൈംസ് അല്ലേ. റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് ഫ്രാഗ്മെൻറ്റേഷൻ നടത്തുക. അടുത്തത് എന്താ കുട്ടികളെ? സെപ്പറേഷൻ യൂസിങ് ജെൽ ഇലക്ട്രോഫോറസിസ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുക ഫ്രാഗ്മെൻറ്റുകൾ. അടുത്തത് ട്രാൻസ്ഫർ ഓഫ് സെപ്പറേറ്റഡ് ഫ്രാഗ്മെൻറ്റ്സ് ടു സിന്തറ്റിക് മെംബ്രെയിൻ സച്ചസ് നൈട്രോസെല്ലോസ് ഓർ നൈലോൺ. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സദേൺ ബ്ലോട്ട്. എന്താണ്? സദേൺ ബ്ലോട്ടിംഗ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ഓക്കെ, സദേൺ ബ്ലോട്ടിംഗ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക, ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ വിളിക്കുക. അത് കഴിഞ്ഞാൽ അടുത്തത് സെറ്റല്ലേ കുട്ടികളെ? ഓക്കെ, അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ കുട്ടികളെ? ഹൈബ്രിഡൈസേഷൻ യൂസിങ്. കുട്ടികൾ അടുത്ത സ്റ്റെപ്പ് ഏതാ? ഹൈബ്രിഡൈസേഷൻ യൂസിങ് റേഡിയോ ലേബൽഡ് അല്ലെങ്കിൽ ലേബൽഡ് VNTR പ്രോബുകൾ ഉപയോഗിച്ചുകൊണ്ട് ഹൈബ്രിഡൈസേഷൻ നടത്തുക. അവസാനം ഡിറ്റക്ഷൻ ഓഫ് ഫ്രാഗ്മെൻറ്റ്സ് ബൈ ഓട്ടോ റേഡിയോഗ്രഫി. 6 സ്റ്റെപ്പുകൾ ഉണ്ടാവും. 1, 2, 3, 4, 5, 6 6ഉം പഠിക്കണം. റൈറ്റ് എനി 2 ആപ്ലിക്കേഷൻ ഓഫ് DNA ഫിംഗർ പ്രിൻറ്റിംഗ്. DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ഏതെങ്കിലും 2 ആപ്ലിക്കേഷനാണ് ചോദിച്ചത്. DNA ഫിംഗർ പ്രിൻറ്റിംഗ് ഏതെങ്കിലും 2 ആപ്ലിക്കേഷൻ.
Can you give any 2 applications of DNA fingerprinting? പറയടാ. നമ്പർ വൺ ക്രൈം ഡിറ്റക്ഷൻ അല്ലേ, ക്രൈം ഡിറ്റക്ഷന് നമുക്ക് യൂസ് ചെയ്യാം. നമ്പർ 2 പാരൻ്റൽ ഡിസ്പ്യൂട്ട്സ് അല്ലേ, പിതൃമാതൃ തർക്കങ്ങൾ, അതാണ് പാരൻ്റൽ ഡിസ്പ്യൂട്ട്സ്, രക്ഷാകർത്തൃ തർക്കങ്ങളിലും നമുക്ക് ഉപയോഗിക്കാം. റെഡി അല്ലേ കുട്ടികളെ? വെരി ഗുഡ്. പെറ്റേണൽ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ പിതൃതർക്കം, മെറ്റേണൽ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ മാതൃതർക്കം, രണ്ടും കൂടി ഒന്നിച്ച് പാരൻ്റൽ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ പിതൃ തർക്കങ്ങൾ. ക്ലിയർ അല്ലേ? അടുത്തത്, നെയിം ദ എൻസൈം ദറ്റ് ജോയിൻസ് DNA ഫ്രാഗ്മെൻറ്റ്സ് ഇൻ ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് ഡ്യൂറിങ് റെപ്ലിക്കേഷൻ. റെപ്ലിക്കേഷൻ്റെ സമയത്ത് നമുക്കറിയാം ഒരു സ്ട്രാൻഡ് ലീഡിങ് സ്ട്രാൻഡ് ആയിരിക്കും, ഒരു സ്ട്രാൻഡ് ലാഗിങ് സ്ട്രാൻഡ് ആയിരിക്കും. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് റെപ്ലിക്കേഷൻ ഫോർക്ക് അല്ലേ, റെപ്ലിക്കേഷൻ ഫോർക്ക് ആണിത്. റെപ്ലിക്കേഷൻ ഫോർക്കിൽ ഏത് സ്ട്രാൻഡാണ് മക്കളെ ലീഡിങ് സ്ട്രാൻഡ്, ഏത് സ്ട്രാൻഡാണ് ലാഗിങ് സ്ട്രാൻഡ്? ക്യാൻ യു ആൻസർ? ഏത് സ്ട്രാൻഡ് ആയിരിക്കും ലീഡിങ് സ്ട്രാൻഡ്? ഇത് ലീഡിങ് സ്ട്രാൻഡ് ആവൂലേ, കാരണം ഇതിൻ്റെ പൊളാരിറ്റി നോക്ക്, ഇവിടെ 3' ആണ്. ദെൻ ദിസ് വിൽ ബി ലീഡിങ് സ്ട്രാൻഡ്. ഏതാ ലാഗിങ് സ്ട്രാൻഡ് ആവുക മക്കളെ? ഇതായിരിക്കും ലാഗിങ് സ്ട്രാൻഡ് ആവുക, കാരണം പൊളാരിറ്റി നോക്ക് 5' ആണ്. സോ ദിസ് വിൽ ബി ലാഗിങ് സ്ട്രാൻഡ്. ശരിയല്ലേ? എവിടെയാണോ കണ്ടിന്യൂസ് സിന്തസിസ് നടക്കുന്നത് അതിന് നമുക്ക് ലീഡിങ് സ്ട്രാൻഡ് എന്നും മറ്റേതിന് നമുക്ക് എന്തും വിളിക്കാം, ലാഗിങ് സ്ട്രാൻഡ് എന്നും വിളിക്കാം അല്ലേ. സോ ദിസ് ഈസ് ലീഡിങ് സ്ട്രാൻഡ്. അപ്പോൾ ഈ ലാഗിങ് സ്ട്രാൻഡിലെ ഈ ഫ്രാഗ്മെൻറ്റുകൾ ഉണ്ടല്ലോ, ഈ ഫ്രാഗ്മെൻറ്റുകൾ നമുക്ക് ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്സ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക മക്കളെ? ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്സ് എന്നാണ് വിളിക്കുക. ഈ ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്സിനെ ജോയിൻ ചെയ്യിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്ന എൻസൈമിൻ്റെ പേരാ നമ്മളെ ക്വസ്റ്റ്യനിലുള്ളത്. എനിവേ ആ എൻസൈമിൻ്റെ പേരെന്താ കുട്ടികളെ? DNA ലിഗേസ് ആണോ? DNA ലിഗേസ് എന്നാണ് ആ എൻസൈമിൻ്റെ പേര്. ഇനി റെപ്ലിക്കേഷൻ ഫോർക്ക് ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന എൻസൈമിൻ്റെ പേരെന്താ? ദ എൻസൈം ദാറ്റ് ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് റെപ്ലിക്കേഷൻ ഫോർക്ക് ആരടാ? ഹെലിക്കേസ് ആണ്. ഹെലിക്കേസ് ആണ് റെപ്ലിക്കേഷൻ ഫോർക്ക് ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്നത്. ഒറ്റ ചോദ്യം കൂടെ ചോദിച്ചിട്ട് നിർത്താം. നോക്കൂ കുട്ടികളെ, അങ്ങനെയാണെങ്കിൽ നോക്ക്, 1 സെക്കൻഡ്, അങ്ങനെയാണെങ്കിൽ നോക്ക്, നമുക്ക് റെപ്ലിക്കേഷൻ നടത്തി തരാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട എൻസൈം ഉണ്ട്. അയാൾ ആരാ കുട്ടികളെ? വെരി ഗുഡ്, DNA ഡിപ്പെൻഡൻറ്റ്. പ്രധാനപ്പെട്ട എൻസൈം ആരാ? DNA ഡിപ്പെൻഡൻറ്റ്, DNA പോളിമറൈസ് ആണല്ലോ. DNA ഡിപ്പെൻഡൻറ്റ്, DNA പോളിമറൈസ്. റെഡി ആണല്ലോ? അപ്പോൾ നമ്മൾ 3 എൻസൈം ഇൻ കേസ് ചോദിച്ചാൽ അതും നമുക്ക് പറയാം. റെഡി, ഗുഡ്. അടുത്തത് ഇത് കോഡോൺ AUG നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇവിടുത്തെ ചോദ്യം, റൈറ്റ് എനി 2 സ്റ്റോപ്പ് കോഡോൺസ്. ഏതെങ്കിലും 2 സ്റ്റോപ്പ് കോഡോണാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും 2 സ്റ്റോപ്പ് കോഡോൺ. ക്യാൻ യു ആൻസർ? സ്റ്റോപ്പ് കോഡോണുകളെ ഓർത്തിരിക്കാനുള്ള ട്രിക്ക് എന്താ? ഊ പറഞ്ഞിടാ, ആഗ് ആഗ, അങ്ങനല്ലേ ഞാൻ പഠിപ്പിച്ച്? ഊ ആഗ് ആഗ പറഞ്ഞേ, ഊ ആഗ് ആഗ, അങ്ങനെ പഠിച്ചാൽ മതി, അതാണ് ഏറ്റവും സുഖം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ UAA ഒരു സ്റ്റോപ്പ് കോഡോണാണ്, UAG ഒരു സ്റ്റോപ്പ് കോഡോണാണ്, UGA ഒരു സ്റ്റോപ്പ് കോഡോണാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പറയാം. ദാറ്റ്സ് ഇറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത്, എക്സ്പാൻഡ് ദ ടേം DNA. ഇതൊരു തവണ 2022 മാർച്ചിൽ 3 മാർക്കിൻ്റെ ചോദ്യം. DNAയുടെ ഫുൾ ഫോം ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലേ, എല്ലാം അറിയാം, പക്ഷേ DNAയുടെ ഫുൾ ഫോം അറിയില്ലെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്ക്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലേ, ഇതാണ് DNAയുടെ ഫുൾ ഫോം. അടുത്ത്, ഹൂ പ്രപ്പോസ് ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA? ആരുടെ പ്രപ്പോസ് ചെയ്തത്? വാട്സൺ ആൻഡ് ക്രിക്ക് അല്ലേ, വാട്സൺ ആൻഡ് ക്രിക്ക് ആണ് പ്രപ്പോസ് ചെയ്തത്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഇത് പ്രപ്പോസ് ചെയ്തത്? ഒന്ന്, എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റ. എന്തൊക്കെ കാര്യങ്ങൾ ബേസ് ചെയ്ത ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്യുന്നത്? ഒന്ന്, എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റ വിച്ച് വാസ് പ്രൊഡ്യൂസ്ഡ് ബൈ വിൽക്കിൻസ് ആൻഡ് ഫ്രാങ്ക്ലിൻ. വിൽക്കിൻസും ഫ്രാങ്ക്ലിനും ഉണ്ടാക്കിയ എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റയെയും അതുപോലെ തന്നെ എർവിൻ ചർഗാഫ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു, അയാളുടെ റൂളാണ് ചർഗാഫ് റൂൾ. ഈ 2 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ചർഗാഫ് റൂൾ എന്ന് ചിലപ്പോൾ നമ്മളോട് ചോദിക്കും. ഇതിൻ്റെ മീനിങ് എന്താ? ചർഗാഫ് റൂൾ എന്താ കുട്ടികളെ ശരിക്കും? ഒരു ഡബിൾ സ്ട്രാൻഡഡ് DNA എടുത്താൽ, ശ്രദ്ധിച്ചോ, 2 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. ഒന്ന്, എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റ ബൈ വിൽക്കിൻസ് ആൻഡ് ഫ്രാങ്ക്ലിൻ. വിൽക്കിൻസും ഫ്രാങ്ക്ലിനും കൂടെ ഉണ്ടാക്കിയ എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റയെയും അതുപോലെ ചർഗാഫ് റൂളിനെയും ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഉണ്ടാക്കിയത്.
അപ്പോൾ എന്താ ചർഗാഫ് റൂള്? ഇൻ എ ഡബിൾ സ്ട്രാൻഡഡ് DNA, ഒരു ഡബിൾ സ്ട്രാൻഡഡ് DNA എടുത്താൽ അതിൽ ദ റേഷ്യോ ബിറ്റ്വീൻ അഡിനിൻ ആൻഡ് തൈമിൻ ആൻഡ് ദ റേഷ്യോ ബിറ്റ്വീൻ ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ ആർ ഈക്വൽ ടു 1. ഇതാണ് ചർഗാഫ് റൂൾ എന്ന് പറയുന്നത്. ലിസ്റ്റ് ഔട്ട് ദ നൈട്രജൻ ബേസസ് ഇൻ DNA. DNAയിലെ നൈട്രജൻ ബേസുകൾ ആരൊക്കെ, അവർ ഏതൊക്കെ ഗ്രൂപ്പാണ്? വേഗം പറഞ്ഞോ. നൈട്രജൻ ബേസിനെ നമുക്ക് 2 ഗ്രൂപ്പ് ആക്കാം ഇടാം. ഒന്നാമത്തെ ഗ്രൂപ്പാണ് പ്യൂരിൻസ്, രണ്ടാമത്തെ ഗ്രൂപ്പാണ് പിരിമിഡിൻസ്. ഓക്കെ, പിരിമിഡിൻസ് 2 ഗ്രൂപ്പിൽപ്പെട്ട നൈട്രജൻ ബേസ് ഉണ്ട്. DNA പ്യൂരിൻസ് ആരൊക്കെയാടാ മക്കളെ? 1 അഡിനിനും 2 ഗ്വാനിനും. DNA കാണുന്ന പിരിമിഡിൻ ആരൊക്കെയാടാ മക്കളെ? തൈമിനും സൈറ്റോസിനും. ദീസ് ആർ ദ ബേസസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ATCG എന്നൊന്നും എഴുതിയിട്ട് കാര്യമില്ല, ആ ഫുൾ പേര് അതേപോലെ എഴുതണം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്തത്, അണ്ടർ മൈക്രോസ്കോപ്പ് ക്രൊമാറ്റിൻ ഈസ് സീൻ എസ് ബീഡ് ഓൺ സ്ട്രിങ് ലൈക്ക് സ്ട്രക്ചർ. ഹിയർ ബീഡ് റെപ്രസെൻറ്റ് ദ സ്ട്രക്ചർ കോൾഡ്. അതായത് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ നമ്മുടെ സെല്ലിനകത്ത് ഇങ്ങനെ എന്തോ സ്ട്രക്ചറാണ് കാണുക. നമുക്ക് എന്താണെന്നൊന്നും മനസ്സിലാവില്ല, ഇങ്ങനെയാണ് കാണുക. അതിന് നമ്മൾ ക്രൊമാറ്റിൻ എന്നാണ് വിളിക്കുക. ഇതിനെ നിങ്ങൾ ഒന്നുകൂടെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് ഒന്നുകൂടെ സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക ഇങ്ങനെ സ്ട്രക്ചർ ആയിരിക്കും. ബീഡ് ഓൺ സ്ട്രിങ് സ്ട്രക്ചർ ആയിട്ടാണ് കാണുക. അപ്പോൾ ഇവിടെ ഈ ഓരോ ബീഡുകളും എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഓരോ ബീഡുകളും ആക്ച്വലി ന്യൂക്ലിയോസോമുകളെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓരോ ബീഡുകളും ഓരോ ന്യൂക്ലിയോസോമുകളാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? ശരി, ഇനി നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, സാധാരണ മൈക്രോസ്കോപ്പിൽ നിങ്ങൾ കാണുക ക്രൊമാറ്റിൻ ആണ് കാണുക, അതിന് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ ന്യൂക്ലിയോസോം കാണാം. നമ്മളോട് ചോദിക്കും നമ്മുടെ ക്രൊമാറ്റിൻ്റെ 2 തരത്തിലുള്ള റീജിയൻസ് ഏതൊക്കെയാ ചോദിക്കും. നിങ്ങൾ ഈ ക്രൊമാറ്റിനിലോട്ട് നോക്കും മക്കളെ, 2 തരത്തിലുള്ള റീജിയൻസ് ഇല്ലേ? ഏതൊക്കെയാടാ ഉള്ളത്? ഒന്ന് വളരെ ലൂസായിട്ട് അറേഞ്ച് ചെയ്ത റീജിയൻ, വളരെ ഡെൻസായിട്ട് അറേഞ്ച് ചെയ്ത റീജിയൻ. സോ ദീസ് ലൂസ്ലി അറേഞ്ച്ഡ് റീജിയൻസ് ഓഫ് ക്രൊമാറ്റിൻ ആർ കോൾഡ് യു ക്രൊമാറ്റിൻ. അല്ലേ മക്കളെ? ലൂസ്ലി അറേഞ്ച്ഡ് ക്രൊമാറ്റിനെയാണ് നമ്മൾ യു ക്രൊമാറ്റിൻ എന്ന് വിളിക്കുക. ഇനി വളരെ ഡെൻസായിട്ട് അറേഞ്ച് ചെയ്ത ക്രൊമാറ്റിൻ്റെ റീജിയൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹെറ്റിറോ ക്രൊമാറ്റിൻ എന്ന് വിളിക്കുക. ക്ലിയർ അല്ലേ കുട്ടികളെ? നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടോ. ലൂസ്ലി അറേഞ്ച്ഡ് റീജിയൻസ് ആർ കോൾഡ് യൂക്രോമാറ്റിൻ ആൻഡ് ഡെൻസ്ലി അറേഞ്ച്ഡ് റീജിയൻസ് ആർ കോൾഡ് ഹെറ്റിറോക്രോമാറ്റിൻ. ഇവിടെ എവിടെയാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുക? യൂക്രോമാറ്റിനിലാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുക. സോ യൂക്രോമാറ്റിൻസ് ആർ ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ്. ഇയാളോ? ഇയാൾ ട്രാൻസ്ക്രിപ്ഷണലി ഇനാക്റ്റീവാണ്. അപ്പോൾ 2 ഡിഫറൻസ്. ഒരാൾ ലൂസ്ലി പാക്ക്ഡ് ആണ്, ഒരാൾ ഡെൻസ്ലി പാക്ക്ഡ് ആണ്. ഒരാൾ ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് ആണെങ്കിൽ മറ്റേയാൾ ട്രാൻസ്ക്രിപ്ഷണലി ഇനാക്റ്റീവ് ആണ്. ദാറ്റ്സ് ഇറ്റ്. അടുത്തത് അതാണ് നമ്മൾ പറഞ്ഞ അടുത്ത ചോദ്യം തന്നെ അതാണ്. ഡിഫറൻസ് ഓഫ് യൂക്രോമാറ്റിൻ ആൻഡ് ഹെറ്ററോക്രോമാറ്റിൻ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അടുത്തത്, ഇൻ യൂകാരിയോട്സ് ദ ജീൻ എക്സ്പ്രഷൻ ക്യാൻ ബി റെഗുലേറ്റഡ് അറ്റ് സെവറൽ ലെവൽസ്. റൈറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് അറ്റ് വിച്ച് ജീൻ എക്സ്പ്രഷൻ ക്യാൻ ബി റെഗുലേറ്റഡ്. ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യുന്ന വ്യത്യസ്ത ലെവലുകൾ ഏതൊക്കെയാണ് യൂകാരിയോട്ടിൽ? വേഗം പറഞ്ഞേ മക്കളെ. നമ്മുടെ കേസിൽ സെല്ലുകളുടെ ന്യൂക്ലിയസിലാണ് DNA ഉണ്ടാവുക. അപ്പോൾ ആ DNA നിന്ന് എപ്പോഴാണ് ജീൻ എക്സ്പ്രസ് ആവുന്നത്? പ്രോട്ടീൻ ഉണ്ടാകുമ്പോഴാണ് ജീൻ എക്സ്പ്രസ് ആവുന്നത്. അപ്പോൾ ചോദ്യം നമ്മുടെ കേസിൽ പ്രോട്ടീൻ ഉണ്ടാവുക, അതായത് ജീൻ എക്സ്പ്രസ് ചെയ്യുന്നതിന് ഏതൊക്കെ ലെവലിൽ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും? ഒന്ന്, സെല്ലിന് ഈ DNA ട്രാൻസ്ക്രിപ്ഷൻ നടത്തണ്ടെന്ന് തീരുമാനിച്ചാൽ മതി. സോ ഇറ്റ് ക്യാൻ ബി റെഗുലേറ്റഡ് അറ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ, അല്ലേ? ട്രാൻസ്ക്രിപ്ഷണൽ ലെവലിൽ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്പർ 2, രണ്ടാമത്തെ ലെവൽ ഏതാ കുട്ടികളെ? നമുക്കിവിടെ ട്രാൻസ്ക്രിപ്ഷൻ നടന്നു, പക്ഷെ നമ്മുടെ കേസിൽ ട്രാൻസ്ക്രിപ്ഷൻ നടന്നാൽ HNRNA എന്ന് പറയുന്ന ആളാണ് ഉണ്ടാവുക. ഈ HNRNAക്ക് ചില പ്രോസസ്സിങ് നടന്നാൽ മാത്രമാണ് അയാൾ mRNA ആയിട്ട് മാറുക. അപ്പോൾ HNRNA mRNA ആയി മാറണ്ടാന്ന് തീരുമാനിച്ചാൽ പോരെ? ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ ബി റെഗുലേറ്റഡ് അറ്റ് പ്രോസസ്സിങ് ലെവലിൽ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെ പ്രോസസ്സിങ്ങും നടന്ന് ഇവിടെ mRNA ഉണ്ടായതുകൊണ്ട് കാര്യമില്ലടാ മക്കളെ. ആ mRNA സൈറ്റോപ്ലാസത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടണം ന്യൂക്ലിയസിൽ നിന്ന്. സോ ഇറ്റ് ക്യാൻ ബി റെഗുലേറ്റഡ് അറ്റ് ദാറ്റ് ട്രാൻസ്പോർട്ട് ലെവലിൽ റെഗുലേറ്റ് ചെയ്യാം. സപ്പോസ് സൈറ്റോപ്ലാസത്തിലേക്ക് അയാൾ എത്തിക്കഴിഞ്ഞാൽ സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ് ട്രാൻസ്ലേഷൻ നടക്കുക. ആ ട്രാൻസ്ലേഷൻ നടക്കണ്ടെന്ന് തീരുമാനിച്ചാൽ മതി. സോ ഇറ്റ് ക്യാൻ ബി റെഗുലേറ്റഡ് അറ്റ് ട്രാൻസ്ലേഷണൽ ലെവൽ ഓൾസോ. 2 മാർക്ക് ക്വസ്റ്റ്യനാണ്. ഈ 4 പോയിന്റ് അങ്ങ് എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക് ബാഗ് ചെയ്യാൻ പറ്റും. അടുത്തത്, വാട്ട് ഈസ് BAC? എന്താ BAC? YAC ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം. BACയോ?
ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം അല്ലേ. അടുത്തത് ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് ലാക്കോപ്രോൺ, റൈറ്റ് ദ നെയിം ഓഫ് എൻസൈംസ് ലേബിൾഡ് ആസ് ABCD വിച്ച് ആക്ട് ആസ് ഇൻഡ്യൂസർ ഓഫ് ലാക്കോപ്രോൺ. ഇതിപ്പോൾ ഇൻഡ്യൂസറിൻ്റെ പ്രസൻസിലുള്ള ലാക്കോപ്രോൺ അത് കാണിച്ചിട്ടുള്ളത്. പലപ്പോഴും ഇൻഡ്യൂസറിൻ്റെ ആബ്സെൻസിലുള്ള ലാക്കോപ്രോണിൻ്റെ ചിത്രം തരും, എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇൻഡ്യൂസർ ഉള്ളപ്പോൾ ലാക്കോപ്രോൺ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് വരച്ചു കാണിക്കാനൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ലാക്കോപ്രോൺ വരക്കാൻ നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. എനിവേ ലാക്കോപ്രോണിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇൻഡ്യൂസറുകളായിട്ട് ആക്ട് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ്? ഒന്ന് ലാക്ടോസ്, രണ്ടാമത്തെ ആളാണ് അലോ ലാക്ടോസ്. ഈ രണ്ട് പേരും ലാക്കോപ്രോണിൻ്റെ ഇൻഡ്യൂസറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നോ ഇവിടുത്തെ എൻസൈമുകൾ ഏതൊക്കെയാണ്? എ എന്ന് പറയുന്നത് സെഡ് എന്ന് പറയുന്ന സ്ട്രക്ചറൽ ജീനിൽ നിന്ന് വരുന്ന എൻസൈമാണ് എ, വൈയിൽ നിന്ന് വരുന്ന ആളാണ് ബി, എയിൽ നിന്ന് വരുന്ന ആളാണ് സി അല്ലേ. സോ എയിൽ നിന്ന് വരുന്ന ആരാ കുട്ടികളെ? ബീറ്റ ഗാലക്ടോസിഡേസ്. പറഞ്ഞേ മക്കളെ, ബീറ്റ ഗാലക്ടോസിഡേസ്. അതാണ് ബീനെ ഞാട്ടിട്ടുള്ളൂ, ബീറ്റ എന്ന് എഴുതാൻ കേട്ടോ നിങ്ങൾ, ബീറ്റ ഗാലക്ടോസിഡേസ്. അടുത്ത ആളാരാ? ബിയിൽ നിന്ന് വരുന്നത് ആരാ? പെർമിയേസ്. ആരാണ്? പെർമിയേസ്. സിയിൽ നിന്നോ? ട്രാൻസ് അസെറ്റൈലേസ്. ആരാണ്? ട്രാൻസ് അസെറ്റൈലേസ്. പറഞ്ഞേ, ട്രാൻസ് അസെറ്റൈലേസ്. ക്ലിയർ ആണല്ലോ? ദാറ്റ്സ് ഇറ്റ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് കണ്ടോ. ഇവർ റെപ്ലിക്കേഷൻ ഫോർക്ക് തെറ്റിച്ച് തന്നിട്ടുണ്ട്, റീഡ്രോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതിൽ ഇൻവോൾവ് ആയുള്ള എൻസൈം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ലാക്കോപ്രോൺ നോക്കൂ, പ്രസൻറ്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ തന്നിട്ടുണ്ട്, പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ എഴുതാനാണ് വരച്ച് കാണിക്കാനാണ് പറഞ്ഞുള്ളത്. ഇതിപ്പോൾ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസറാണ്, ഇൻഡ്യൂസർ ഇല്ലാത്തപ്പോഴുള്ള ലാക്കോപ്രോണിൻ്റെ സ്ട്രക്ചറാണ് തന്നിട്ടുള്ളത്. ഇനി ചോദ്യം എന്താ? ഇൻഡ്യൂസർ ഉണ്ടെങ്കിൽ ലാക്കോപ്രോൺ എങ്ങനെ വർക്ക് ചെയ്യും? അതാണ് ഈ പിക്ചറിലുള്ളത്. അതങ്ങ് വരച്ച് കാണിച്ചാൽ മതി. ലാക്കോപ്രോൺ അറിയാത്ത ആരും ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ലാക്കോപ്രോൺ മസ്റ്റായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കോൺസെപ്റ്റാണ്. അടുത്തത്, in a double-stranded DNA, the ratio between adenine and thymine and guanine and cytosine are equal to 1. Who observed this fact? Answer me. Who observed? Buddies, who observed this fact? ഈ ഫാക്ട് നമുക്ക് പറഞ്ഞു തന്ന സയൻറ്റിസ്റ്റ് ആരാ? ഡബിൾ സ്റ്റാൻഡേർഡ് DNA എപ്പോഴും the ratios between adenine and thymine and guanine and cytosine are equal to, very good, ചർഗാഫ് അല്ലേ. എർവിൻ ചർഗാഫ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് നമുക്ക് ഈ ഒരു ഒബ്സർവേഷൻ പറഞ്ഞു തന്നത്. ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് എ ഡബിൾ സ്റ്റാൻഡേർഡ് DNA മോളിക്യൂൾ, ഐഡൻറ്റിഫൈ ദ ബോണ്ട്സ് ABCD. ഓരോ ബോണ്ടുകൾ ഏതാണെന്നാണ് ചോദിച്ചത്. പറഞ്ഞോടാ മക്കളെ, എ എന്ന് പറഞ്ഞ് ഇവർ കാണിച്ച ബോണ്ട്, വെർ ഈസ് ദ എ? എവിടെയാ എ? യെസ്, ദേണ്ടേ ഇതാണ് എ. എ എന്ന് പറയുന്ന ബോണ്ട് കാണിച്ചുള്ള ഇതാണ്. സോ വിച്ച് ബോണ്ട് ഈസ് ദിസ്? ഇതേതാ? വെരി ഗുഡ്, ഹൈഡ്രജൻ ബോണ്ടാണ് അല്ലേ. ഹൈഡ്രജൻ ബോണ്ടാണ് ഇത്. അതായത് നോക്കൂ, നൈട്രജൻ ബേസുകൾക്കിടയിലുള്ള ബോണ്ടാണ് അത്, അതിന് ഹൈഡ്രജൻ ബോണ്ട് എന്നാണ് വിളിക്കുക. ഇനി അടുത്ത ബോണ്ട് നോക്കൂ നിങ്ങൾ, ദിസ് ബോണ്ട്, ദിസ് ഈസ് പെൻഡോസ് ഷുഗർ ആൻഡ് ദിസ് ഈസ് ഫോസ്ഫേറ്റ്. പെൻഡോസ് ഷുഗറും ഫോസ്ഫേറ്റും തമ്മിലുള്ള ബോണ്ടാണ് ചോദിച്ചത്. ഈ ബോണ്ടിൻ്റെ പേരെന്താ? ഇന്നലെ ഞാൻ പഠിപ്പിച്ചു തന്നതാണ്. വെരി ഗുഡ്, ഫോസ്ഫോയെസ്റ്റർ. ഫോസ്ഫോ ഡൈയെസ്റ്റർ അല്ല, ഫോസ്ഫോയെസ്റ്റർ ബോണ്ട് കേട്ടോ, ഡൈയെസ്റ്റർ ബോണ്ട് അല്ല. ഡൈയെസ്റ്റർ ബോണ്ട് വേണ്ട, ഈ സീന്ന് കാണിച്ച ഡൈയെസ്റ്റർ ബോണ്ട്, അതായത് ഒരു ന്യൂക്ലിയോടൈഡ് അടുത്ത ന്യൂക്ലിയോടൈഡ് അവർക്കിടയിൽ മൊത്തത്തിലുള്ള ബോണ്ട്, അതിനെ നമുക്ക് ഫോസ്ഫോ ഡൈയെസ്റ്റർ ബോണ്ട് എന്ന് വിളിക്കാം. എന്താ വിളിക്കുക? ഫോസ്ഫോ ഡൈയെസ്റ്റർ ബോണ്ട് എന്നാണ് വിളിക്കുക. ഇനി അടുത്ത് നോക്കൂ, ഡി ഏതാ? ഈ ബോണ്ട്, ദാറ്റ് ഈസ്, ഇതാണ് പെൻഡോസ് ഷുഗർ, ഇത് നൈട്രജൻ ബേസ്. പെൻഡോസ് ഷുഗറിനെയും നൈട്രജൻ ബേസിനെയും കണക്ട് ചെയ്യുന്ന ബോണ്ടാണ് ആ ബോണ്ട്. ഈ ബോണ്ട് പേരെന്താ മക്കളെ? ദിസ് ബോണ്ട് എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഏതാണ്? എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. അറിയില്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചോ, ഈ ബോണ്ടുകളുടെ എല്ലാം പേര് ഒരു തവണ പരീക്ഷയ്ക്ക്. ഇത് ഗ്ലൈക്കോസിഡിക് ബോണ്ട് അല്ല, ഒരിക്കലും ഗ്ലൈക്കോസിഡിക് ബോണ്ട് എഴുതരുത്, കിട്ടൂല, മാർക്ക് കിട്ടൂല. ഗ്ലൈക്കോസിഡിക് ബോണ്ട് വേറെ തന്നെ ബോണ്ടാണ്. ദിസ് ഈസ് എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ആ എൻ ഇമ്പോർട്ടൻ്റ് ആണ്, ചില സ്ഥലത്ത് അങ്ങനെയാണ് അല്ലേ. ഒരേ ക്ലാസ്സിൽ, ഇപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ ഐശ്വര്യ MS ഉണ്ടായിരുന്നു, ഐശ്വര്യ P ഉണ്ടായിരുന്നു, പിന്നെ എന്താ ഐശ്വര്യ ദിനേശ് ഉണ്ടായിരുന്നു. അപ്പോൾ ലൈക്ക് അവിടെയാണ് പിയും എമ്മും PP ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. അതേമാതിരിയാണ് ഇവിടെ എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട് വേറെയുണ്ട്. സോ ദിസ് ഈസ് എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ക്ലിയർ അല്ലേ കുട്ടികളെ? ഗ്ലൈസിഡിക് അല്ലട, ഗ്ലൈക്കോസിഡിക് ബോണ്ട്. എന്താണ്? ഗ്ലൈക്കോസിഡിക് ബോണ്ട്. അടുത്തത്, ദ ഫോളോയിങ് ഡയഗ്രാം ഷോസ് എ പ്രോസസ് ഇൻ റൈബോസോം, ഐഡൻറ്റിഫൈ ദ പ്രോസസ് ആൻഡ് എക്സ്പ്ലെയിൻ. ഈ പ്രോസസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ വാട്ട് ഈസ് ദിസ് പ്രോസസ്? ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ലേഷൻ. ഇത് ട്രാൻസ്ലേഷൻ ആണ്. ഇതിനെ ഏറ്റവും സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് 3 സ്റ്റെപ്സ്. 3 സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തതാണ് ഇനീഷിയേഷൻ. എന്താണ് മക്കളെ? ഇനീഷിയേഷൻ. രണ്ടാമത്തതാണ് ഇലോങ്ങേഷൻ. മൂന്നാമത്തതാണ്
ടെർമിനേഷൻ. 3 സ്റ്റെപ്പുകളാണ് ഇതിനുള്ളത്. സോ എപ്പോഴാണ് ഇനീഷിയേഷൻ നടക്കുക? വെൻ റൈബോസോം റീച്ചസ് സ്റ്റാർട്ട് കോഡോൺ ഓർ ഇനീഷ്യേറ്റർ കോഡോൺ. റൈബോസോം ഒരു mRNA എങ്ങനെ നോക്കുകയാണ്, ആ mRNAയുടെ പുറത്തൂടെ ഇങ്ങനെ സഞ്ചരിക്കും. ആ mRNAയിൽ എവിടെയാണോ AUG എന്ന് പറയുന്ന ഇനീഷ്യേറ്റർ കോഡോണിനെ കാണുന്നത്, അവിടെ നിന്നാണ് ട്രാൻസ്ലേഷൻ തുടങ്ങുക. ഇവിടെ മുതലാണ് റൈബോസോം പുതിയ പ്രോട്ടീൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആൻഡ് വെൻ റൈബോസോം റീച്ച് സ്റ്റോപ്പ് കോഡോണിനെ റൈബോസോം കണ്ടു കഴിഞ്ഞാൽ അവിടെ വെച്ച് ട്രാൻസ്ലേഷൻ സ്റ്റോപ്പ് ആകും. ദാറ്റ് ഈസ് കോൾഡ് ടെർമിനേഷൻ. സോ വെൻ റൈബോസോം എൻകൗണ്ടർ ഇനീഷ്യേറ്റഡ് കോഡോൺ, ദാറ്റ് ലീഡ് ടു ഇനീഷിയേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ. ആൻഡ് ഡ്യൂറിങ് ദ ഇലോങ്ങേഷൻ ഫേസ് അമിനോ ആസിഡ്സ് ആർ ജോയിൻഡ് ടു ഫോം പ്രോട്ടീൻ. അമിനോ ആസിഡിനെ ചേർത്ത് വെച്ച് പ്രോട്ടീൻ ഉണ്ടാക്കും. ആൻഡ് വെൻ റൈബോസോം റീച്ച് സ്റ്റോപ്പ് കോഡോൺ, റൈബോസോം ഇങ്ങനെ സഞ്ചരിക്കുക ചെയ്യല്ലേ, റൈബോസോം mRNAയുടെ പുറത്തൂടെ നോക്കി മുന്നോട്ട് സഞ്ചരിക്കും. ആൻഡ് വെൻ ഇറ്റ് എൻകൗണ്ടർ സ്റ്റോപ്പ് കോഡോൺ, റൈബോസോം സ്റ്റോപ്പ് കോഡോണിനെ എൻകൗണ്ടർ ചെയ്താൽ എ സ്പെഷ്യൽ പ്രോട്ടീൻ കോൾഡ് റിലീസ് ഫാക്ടർ. എന്താണ് കുട്ടികളെ ആ പ്രോട്ടീൻ്റെ പേര്? എ സ്പെഷ്യൽ പ്രോട്ടീൻ കോൾഡ് റിലീസ് ഫാക്ടർ. ഇറ്റ് ബൈൻഡ് ടു സ്റ്റോപ്പ് കോഡോൺ. ഈ സ്റ്റോപ്പ് കോഡോണിലേക്ക് റിലീസ് ഫാക്ടർ എന്ന് പറയുന്ന പ്രോട്ടീൻ വന്ന് അങ്ങ് ബൈൻഡ് ചെയ്യും. When ribosome reaches stop codon, a protein called release factor bind to stop codon and that leads to termination of translation. അതാണ് ട്രാൻസ്ലേഷൻ്റെ ടെർമിനേഷനിലേക്ക് നയിക്കുന്നത്. ക്ലിയർ ആണോ? ഇലോങ്ങേഷനെ കുറിച്ച് കൂടുതൽ ഡ്യൂറിങ് ഇലോങ്ങേഷൻ ഫേസ് അമിനോ ആസിഡ്സ് ആർ ജോയിൻഡ്. അമിനോ ആസിഡിനെ ചേർത്ത് വെച്ച് പ്രോട്ടീൻ ഉണ്ടാക്കും. റെഡിയാണോ മക്കളെ? റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേടാ. Now, what is your conclusion about suspect based on DNA fingerprint given below? ക്രൈം സീനിൽ നിന്ന് കിട്ടിയ DNA ഫിംഗർ പ്രിൻ്റ് ആണിത്. ഇനി കുറ്റവാളികളെന്ന് സംശയിക്കുന്ന 2 പേരുടെ ഫിംഗർ പ്രിൻറ്റുകളാണിത്. അപ്പോൾ ഇതിൽ ആരാണ് കുറ്റവാളി? ബി ആണോ സി ആണോ? സസ്പെക്റ്റ് 1 ആണോ സസ്പെക്റ്റ് 2? ഒന്നാമത്തെ സംശയത്തിൽ നിൽക്കുന്ന വ്യക്തി. സസ്പെക്ട് എന്ന് പറഞ്ഞാൽ സംശയത്തിൽ നിൽക്കുന്ന ആളുകൾ. ഓക്കെ, സസ്പെക്ട് 2 ആരാ കുറ്റവാളി? നമുക്ക് ഉറപ്പിക്കാൻ പറ്റി സസ്പെക്ട് 2. ഓക്കെ, അപ്പോൾ ഉത്തരം അതാണ്. ആരാണ് കുറ്റവാളി എന്ന് ചോദിച്ചാൽ സസ്പെക്ട് 2. ഇനി അടുത്തത് സി എന്നല്ല പറയുന്നത്, സസ്പെക്ട് 2 അല്ലെ, രണ്ടാമത്തെ സംശയിക്കുന്ന ആൾ. സി എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട. വാട്ട് ഈസ് VNTR? VNTRൻ്റെ ഏറ്റവും മിനിമം ഫുൾ ഫോം നിങ്ങൾ പഠിച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് അല്ലേ. സോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ റെപ്പറ്റേറ്റീവ് DNA എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് DNAകളുണ്ട്. അതായത് DNA തന്നെ നമ്മുടെ DNAയുടെ ചില ഭാഗത്തിൻ്റെ പ്രത്യേകത ഇപ്പോൾ AGG ഇങ്ങനെ AGG എന്നുള്ളത് തന്നെ ഒരു 1000 വട്ടം റിപ്പീറ്റ് ചെയ്ത് വരും. അതിനാണ് റെപ്പറ്റേറ്റീവ് സീക്വൻസസ് എന്ന് പറയാം. അല്ലെങ്കിൽ CCG ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ചില ഭാഗങ്ങൾ DNAയിൽ കാണാൻ പറ്റും, ചില സെഗ്മെൻറ്റ്. അവരെയാണ് നമ്മൾ റെപ്പറ്റേറ്റീവ് DNA എന്ന് പറയുക. സോ ദിസ് VNTR ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റെപ്പറ്റേറ്റീവ് DNA. ഒരു പ്രത്യേക റെപ്പറ്റേറ്റീവ് DNA ആണ് VNTR എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ കുട്ടികൾ? അപ്പോൾ ഒന്നുകിൽ അതിൻ്റെ ഫുൾ ഫോം എഴുതാം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റെപ്പറ്റേറ്റീവ് DNA, അതും കൂടി എഴുതി വെക്കാം. ഹൂ ഡെവലപ്ഡ് ദിസ് ടെക്നിക് ഫസ്റ്റ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, അലക് ജെഫ്രീസ് ആണല്ലേ. അലക് ജെഫ്രീസ് ആണ് നമുക്ക് DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ടെക്നിക്ക് ആദ്യമായിട്ട് പറഞ്ഞു തന്നത്. അടുത്ത നോക്കൂ കുട്ടികൾ, DNA ഡൈജസ്റ്റിംഗ് എൻസൈം എമംഗ് ദ ഫോളോയിങ് ഈസ്. ഇതിലേതാണ് DNA ഡൈജസ്റ്റിംഗ് എൻസൈം? വേഗം പറഞ്ഞേ മക്കളെ. വിച്ച് വൺ ഈസ് DNA ഡൈജസ്റ്റിംഗ് എൻസൈം? ഇതിലേതാണ് DNA ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം? DNA ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം ഏതാ? DNase ആണോ, പ്രോട്ടിയേസ് ആണോ, ലൈഗേസ് ആണോ, RNase ആണോ? Which one is DNA digesting enzyme? Okay, പെട്ടെന്ന് ആൻസർ പറ. ഡിയോ? നോ. DNA ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം A ആണല്ലേ. DNA ഡൈജസ്റ്റിംഗ് എൻസൈമിനെ നമ്മൾ എന്താ വിളിക്കുക? DNase എന്നാ വിളിക്കുക അല്ലേ. എന്താ? RNase എന്ന് പറഞ്ഞാൽ RNA ഡൈജസ്റ്റിംഗ് എൻസൈമാണ് അല്ലേ. നോക്കൂ, RNase എന്ന് പറഞ്ഞാൽ RNA ഡൈജസ്റ്റിംഗ് എൻസൈമാണ്. പ്രോട്ടിയേസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈമാണ്. അടുത്തത്, എമംഗ് ന്യൂക്ലിക് ആസിഡ്സ് DNA ഈസ് എ ബെറ്റർ ജനറ്റിക് മെറ്റീരിയൽ. ലിസ്റ്റ് ഔട്ട് ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് RNA കമ്പയർഡ് ടു DNA. DNAയുമായി കമ്പയർ ചെയ്യുമ്പോൾ RNAക്കുള്ള ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ് ആണ്? നമ്പർ 1, ലുക്ക്, DNA ഈസ് മോർ സ്റ്റേബിൾ. അപ്പോൾ അതിൻ്റെ കാരണങ്ങളാണ് ചോദിച്ചത്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചത്. ബിക്കോസ്
ബിക്കോസ് ലൈക്ക് ആർ എൻ എയിൽ റൈബോസ് ആണുള്ളത്. ആർ എൻ എയിലെ റൈബോസിൻ്റെ പ്രത്യേകത എന്താ? ഈ റൈബോസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? റൈബോസിൻ ടോട്ടൽ 1 2 3 4 5. ഈ രണ്ടാമത്തെ കാർബണിൽ റൈബോസിന് ഇവിടെ ഒരു എച്ചും ഇവിടെ ഒരു ഒ എച്ചും ഉള്ളത്. ആർ എൻ എയിലുള്ളത് റൈബോസ് എന്ന് പറഞ്ഞ പെൻഡോസ് ഷുഗറാണ്. ആ പെൻഡോസ് ഷുഗറിന് രണ്ടാമത്തെ കാർബണിൽ ഒ എച്ച് ഗ്രൂപ്പ് ഉണ്ട്. ആ 2-OH ഗ്രൂപ്പ് ഇൻ റൈബോസ്, ആർ എൻ എയിലെ റൈബോസിലുള്ള ഈ 2-OH ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഈസ് റിയാക്റ്റീവ്. അയാൾ വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ ആർ എൻ എ അൺസ്റ്റേബിൾ ആണ്. ഒരാൾ മോർ റിയാക്റ്റീവ് ആകുമ്പോൾ അയാൾ അൺസ്റ്റേബിൾ ആയിട്ട് മാറും, ലെസ് സ്റ്റേബിൾ ആയിട്ട് മാറും. ക്ലിയർ ആണോ? അപ്പോൾ ഇത് ആർ എൻ എയിൽ മാത്രമുള്ള ഒരു സംഭവമാണ് ഈ 2-OH ഗ്രൂപ്പ്. സോ ഇറ്റ് ഈസ് റിയാക്റ്റീവ്. സോ ആർ എൻ എ ഈസ് ലെസ് സ്റ്റേബിൾ ദാൻ ഡി എൻ എ. അതുമാത്രമല്ല, ആർ എൻ എ ഈസ് ആക്ടിങ് അസ് എൻസൈം. ആർ എൻ എ നമ്മുടെ ബോഡിയിൽ എൻസൈമായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് റിയാക്റ്റീവ്. അതുകൊണ്ട് തന്നെ അയാൾ റിയാക്റ്റീവ് ആണെന്ന് പറയാം. ഒരാൾ റിയാക്റ്റീവ് ആണെങ്കിൽ അയാളുടെ സ്റ്റെബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ ഈ രണ്ട് കാരണം കൊണ്ട് തന്നെ ആർ എൻ എ ഈസ് ലെസ് സ്റ്റേബിൾ ദാൻ ഡി എൻ എ. ക്ലിയർ അല്ലേ കുട്ടികളെ? ഇത് സ്ഥിരമായിട്ടൊരു 3 തവണ ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ഡൗൺ എനി 4 സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ജെനറ്റിക് കോഡ്. ജനറ്റിക് കോഡിൻ്റെ ഏതെങ്കിലും 3-4 സാലിയൻറ്റ് ഫീച്ചേഴ്സാണ് ചോദിച്ചു. നമ്പർ 1 നമുക്ക് പറയാം ജനറ്റിക് കോഡ് ട്രിപ്ലെറ്റ് ആണ് എന്ന് നമുക്ക് പറയാം. നമ്പർ 2 ജനറ്റിക് കോഡ് യൂണിവേഴ്സൽ ആണെന്ന് പറയാം അല്ലേ. സോ ഇറ്റ് ഈസ് നിയർലി യൂണിവേഴ്സൽ. പല തവണയും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ജനറ്റിക് കോഡിനെ നിയർലി യൂണിവേഴ്സൽ എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ നിയർലി യൂണിവേഴ്സൽ ആണ് ജനറ്റിക് കോഡ് എന്ന് പറയുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് സെയിം ഫ്രം ബാക്ടീരിയ ടു ഹ്യൂമൻസ്. ബാക്ടീരിയ മുതൽ മനുഷ്യൻ വരെയുള്ള ഏത് ജീവികളെ എടുത്താലും കോഡോണുകൾ സെയിം ആണ്, വിത്ത് വെരി ഫ്യൂ എക്സെപ്ഷൻസ്. വളരെ കുറച്ച് എക്സെപ്ഷനുകൾ ഉണ്ടെങ്കിൽ പോലും ഏകദേശം സെയിം ആണ്. അതുകൊണ്ടാണ് നമ്മൾ നിയർലി യൂണിവേഴ്സൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താ കുട്ടികളെ നോക്കൂ, AUG ഹാസ് ഡുവൽ ഫങ്ഷൻ. ഒന്നെന്താ? ഇറ്റ് ആക്ടസ് ഇനീഷ്യേറ്റർ കോഡോൺ അല്ലേ, ഇറ്റ് ആക്ടസ് ഇനീഷ്യേറ്റർ കോഡോൺ. 2 ഇറ്റ് കോഡ് ഫോർ അമിനോ ആസിഡ് കോൾഡ് മെത്തിയോണിൻ. റെഡിയാണോ മക്കളെ? ഇനി നമുക്ക് പറഞ്ഞൂടെ ഇറ്റ് ഈസ് ഡീജനറേറ്റ്. ജനറ്റിക് കോഡ് ഈസ് ഡീജനറേറ്റ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡീജനറേറ്റ്? എന്താ ഡീജനറേറ്റ് ജനറ്റിക് കോഡ് എന്ന് പറഞ്ഞാൽ സം അമിനോ ആസിഡ്സ്, ചില അമിനോ ആസിഡുകളുടെ പ്രത്യേകത അവർക്ക് ഒന്നിലധികം കോഡോണുകൾ ഉണ്ടാവും. കോഡോൺ 1, കോഡോൺ 2, കോഡോൺ 3, ഇങ്ങനെ ഒന്നിലധികം അമിനോ ആസിഡ്. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കൂ, UUU അതുപോലെ UUC, ഇത് രണ്ടും കോഡ് ഫോർ ഫിനൈൽ അലാനിൻ. നോക്കൂ, ഒരു അമിനോ ആസിഡിന് തന്നെ ചിലപ്പോൾ ഒന്നിലധികം കോഡോണുകൾ ഉണ്ടാവും. ദാറ്റ് ഫിനോമിനൻ ഈസ് കോൾഡ് ഡീജനറേറ്റ് കോഡോൺ. കോഡോൺസ് ആർ ഡീജനറേറ്റ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അനേകം ഫീച്ചറുകളുണ്ട്, ഇത്രയെങ്കിലും പറയാം. ഇനി ഫുൾ ഫോമാ ചോദിച്ചുള്ളത്. YAC എന്താ? ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം. BAC ഏതാ? ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം. EST, വാട്ട് ഈസ് EST? എക്സ്പ്രസ്ഡ്, പറ മക്കളെ, എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്സ്. എന്താണ്? എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്സ്, അതാണ് EST. VNTR നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി വാട്ട് ഈസ് SNPs? സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം. സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം. ആൻഡ് വാട്ട് ഈസ് PCR? പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ അല്ലേ. ഇത് നിങ്ങൾ ഓൾറെഡി ബയോടെക്നോളജി പഠിച്ചതാണ്. PCR, പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ. ഇസ്ന്റ് ഇറ്റ്? റെഡിയല്ലേ കുട്ടികളെ? Okay, so that's all about our discussion. So see you. Love you all. Okay, bye-bye. So Adityan MS, Cutes, KK, Karthi, ഡാ പോടാന്നോ? അയ്യോ, ഓക്കെ, എന്നോടാവില്ലല്ലേ, വേറെ ആരുടെങ്കിലും ആയിരിക്കും. നജ്മൽ, തനു,
പാർവതി, എല്ലാവരും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ പരീക്ഷ പരമാവധി നന്നായിട്ട് എഴുതിക്കോ. നമുക്ക് മോഡൽ എക്സാമിൽ തന്നെ ഫുൾ മാർക്ക് വാങ്ങണം. നോട്ട് ഈവൻ ഫുൾ A+. വി നീഡ് ഫുൾ മാർക്ക് അല്ലേ, നമുക്ക് ജസ്റ്റ് A+ ഒന്നും പോരാ, വി നീഡ് ഫുൾ മാർക്ക്. എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഇന്നത്തെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കിട്ടിയിട്ട് നിങ്ങൾ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ. സിമ്പിൾ ആയിരുന്നു, ഭയങ്കര ടഫ് ആയിരുന്നു, ടൈറ്റ് ആയിരുന്നു, കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക കേട്ടോ. ഓക്കെ, സോ ബൈ.